Hi children, welcome back once again to crash program for JEE Mains physics part. Let us begin with the first question. A circular hole of radius a by 2 is cut out of a disk of radius a as shown in figure. Center of mass of the remaining circular portion with respect to the point O will be. A is the radius of the disk. Original a by 2 is the radius of the removed portion. Then we have to find out the center of mass of the remaining portion. Here we use the principle of moments. How principle of moments become helpful in solving such a problem? ഇങ്ങനെയുള്ള ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി എങ്ങനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് മൊമെന്റ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും? നമുക്കൊന്ന് നോക്കാം, ഒന്ന് വരയ്ക്കാം. ഇതാണ് ഒറിജിനൽ ഡിസ്ക്. ആ ഒറിജിനൽ ഡിസ്കിന്റെ റേഡിയസ് ആണ് എ എന്ന് പറയുന്നത്. ഇനി ഒരു ഡിസ്കും കൂടി ഇതിലുണ്ട്. ആ ഡിസ്ക് ഇതാ ഇങ്ങനെ അതിൻ്റെ എൻഡിലാണ് ഉള്ളത്, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ. എന്നാൽ അതിൻ്റെ റേഡിയസ് ആവട്ടെ എ ബൈ 2 ആണ്. അതിൻ്റെ റേഡിയസ് എ ബൈ 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒ ആണ് ഒറിജിനൽ ഡിസ്കിന്റെ റേഡിയസ് എന്ന് കരുതുക. ഒറിജിനൽ ഡിസ്കിന്റെ റേഡിയസ് ആണ് ഒ. ഓക്കെ, റിമൂവ് ചെയ്ത ഒരു സർക്കുലർ ഹോള് കട്ട് ചെയ്തല്ലോ. ആ കട്ട് ചെയ്ത് മാറ്റിയത് ഒരു ഡിസ്ക് ആണല്ലോ. അതിന്റെ സെന്റർ ആണ് O1 എങ്കിൽ ഡ്യൂ ടു സിമെട്രി സെന്റർ ഓഫ് മാസ് വിൽ ബി along the line joining these two centers for the remaining portion. അവശേഷിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ ബാക്കിയുള്ള വലിയ ഭാഗമാണ്. അപ്പോൾ അവശേഷിക്കുന്നതിന്റെ സെന്റർ ഓഫ് മാസ് ഈ രണ്ട് സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലായിരിക്കും. ആ സെന്റർ ഓഫ് മാസ് O2 ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ O1 ആണ് റിമൂവ്ഡ് ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ്, O ആണ് ഒറിജിനൽ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ്, O2 ആണ് റിമൈനിങ് ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ്. ഓക്കെ, റൈറ്റ്. ഇനി ഓക്കെ അനുസരിച്ച് ഈ സിസ്റ്റം റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. ഓക്കെ അനുസരിച്ച് ടോർക്ക് 0 എന്ന് എഴുതണമെങ്കിൽ O1 ആക്ട് ചെയ്യുന്ന O1 എക്സർട്ട് ചെയ്യുന്ന ടോർക്കും O2 ആക്ട് ചെയ്യുന്ന O2വിന്റെ വെയിറ്റ് എക്സർട്ട് ചെയ്യുന്ന ടോർക്കും ബാലൻസിങ് ആയിരിക്കണം. അപ്പോൾ കൗണ്ടർ ടോർക്ക് ആണ് O2വിൻ്റെത്, O1-ൻ്റെത് റിയൽ ടോർക്ക്, O2വിൻ്റെത് കൗണ്ടർ ടോർക്ക്. ഈ രണ്ട് ടോർക്കുകളുടെയും റിസൾട്ടന്റ് 0 ആയാൽ മതിയാവും അല്ലേ? അപ്പോൾ ഇങ്ങനെ ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ടാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ എനിക്ക് വളരെ പെട്ടെന്ന് വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾക്കറിയാം O മുതൽ O1 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്. ഇതാ ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് വ്യക്തമായി നമുക്കറിയാം, a by 2. ഓക്കെ, ആ ഡിസ്റ്റൻസിനെ ഞാൻ R1 എന്ന് വിളിക്കാം. റിമൂവ്ഡ് ഡിസ്കിന്റെ മാസിനെ M1 എന്ന് വിളിച്ചു. അവശേഷിക്കുന്ന ഡിസ്കിന്റെ മാസിനെ M2 എന്ന് വിളിക്കുന്നു. അങ്ങനെ Oയിൽ നിന്ന് O2വിലേക്ക് ഒറിജിനൽ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസിൽ നിന്ന് റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരത്തെ R2 എന്ന് വിളിച്ചാൽ ഈ M1ന്റെ ഗ്രാവിറ്റേഷണൽ ടോർക്ക് അബൌട്ട് O ആണ്, അബൌട്ട് O. ഓക്കെ അനുസരിച്ച് M1ന്റെ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ആണ് M1R1. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു ടോർക്ക് ഓഫ് M2 which is M2R2. അപ്പോൾ M1R1 ഈക്വൽ ടു M2R2 ആയിരിക്കണം ന്യൂമറിക്കലി. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ടുള്ള 1-2 കോൺസെപ്റ്റ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, റിമൈനിങ് പോർഷന്റെ സെന്റർ ഓഫ് മാസ് ഒറിജിനൽ ഡിസ്കിന്റെയും റിമൂവ്ഡ് ഡിസ്കിന്റെയും സെന്ററുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിൽ തന്നെ ആയിരിക്കും. അതിൽ തീർച്ചയായും അതിന്റെ സെന്റർ ഓഫ് മാസ് ലെഫ്റ്റിലേക്ക് ആയിരിക്കണം. എന്നാൽ മാത്രമേ O1 ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റിനെ O2 ആന്റി ക്ലോക്ക് വൈസ് ടേണിംഗ് എഫക്റ്റ് ക്യാൻസൽ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ M1 എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമുക്കറിയില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒറിജിനൽ ഡിസ്കിന്റെ റേഡിയസ് A ആണ്, റിമൂവ്ഡ് ഡിസ്കിന്റെ റേഡിയസ് a by 2 ആണ്.
ഓക്കെ, ഈ ഡിസ്കിനെ സംബന്ധിച്ച് മാസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് എ കോൺസ്റ്റന്റ്. ഈ ഡിസ്കിനെ സംബന്ധിച്ച് മാസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് എ കോൺസ്റ്റന്റ്. മാസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഏരിയയിലാണ്. അപ്പോൾ മാസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ എന്ന് പറയാം. മാസ് പെർ യൂണിറ്റ് ഏരിയ ഈസ് എ കോൺസ്റ്റന്റ്. സോ മാസ് പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഏരിയ പൈ ആർ സ്ക്വയർ ആണ് സർക്കിൾ. അപ്പോൾ മാസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റേഡിയസ് ആണ്. അപ്പോൾ മാസ് ഓഫ് ദിസ് ഡിസ്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് റേഡിയസ്. എം പ്രൊപ്പോർഷണൽ ടു ആർ സ്ക്വയർ. ഇതാണ് അടുത്ത പ്രിൻസിപ്പിൾ. റേഡിയസ് സ്ക്വയർ. ഒറിജിനൽ ഡിസ്കിന്റെ റേഡിയസ് എ ആണ്. റിമൂവ്ഡ് ഡിസ്കിന്റെ റേഡിയസ് a/2 ആണ്. അതായത് ഒറിജിനൽ ഡിസ്കിന്റെ പകുതി റേഡിയസ് ഉള്ള ഒരു ഡിസ്കിനെയാണ് റിമൂവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, റേഡിയസ് പകുതിയാവുമ്പോൾ മാസ് 1/4 ആവണം. അതായത് റിമൂവ്ഡ് ഡിസ്കിന്റെ മാസ് എന്ന് പറയുന്നത് ഒറിജിനൽ ഡിസ്കിന്റെ മാസ് ക്യാപിറ്റൽ എം ആണെങ്കിൽ അതിന്റെ 1/4 ആയിരിക്കും. ഒറിജിനൽ ഡിസ്കിന്റെ മാസ് ആണ് ക്യാപിറ്റൽ എം, അൺറിമൂവ്ഡ് ഡിസ്കിന്റെ മാസ് ആണ് ക്യാപിറ്റൽ എം. അപ്പോൾ റിമൂവ്ഡ് ഡിസ്കിന്റെ മാസ് 1/4 ആണ്. അപ്പോൾ അവശേഷിക്കുന്ന ഡിസ്കിന്റെ മാസ് എത്രയായിരിക്കും? 3m/4. ഒറിജിനൽ ഡിസ്കിന്റെ മാസ് m/4, അവശേഷിക്കുന്ന ഡിസ്കിന്റെ മാസ് 3m/4. അങ്ങനെ m/4 പ്ലസ് 3m/4 ആണ് m. മനസ്സിലായോ? ഓക്കെ ആണല്ലോ. അപ്പോൾ m1 എന്ന് പറയുന്നത് m/4 ആണ്. r1 എന്ന് പറയുന്നത് a/2 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു m2 ആണെങ്കിൽ എന്താണ്? 3m/4 ഇൻറ്റു r2. m ക്യാൻസൽ ചെയ്യാം, 4 ക്യാൻസലായി. സോ r2 ഈക്വൽ ടു a ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടി. r2 a/6 ആണ്. അത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. ഇതാണ് r2. ഇതാ ഈ ഡിസ്റ്റൻസ് ആണ് r2. r2 ഈക്വൽസ് a/6. നമുക്ക് ഓപ്ഷൻസിൽ a/6 ഉണ്ട്, പക്ഷെ അതല്ല കറക്റ്റ് ആൻസർ. കാരണം എന്താണ്? വിത്ത് റെസ്പെക്ട് ടു പോയിന്റ് O ആണ് വേണ്ടത്. അപ്പോൾ പോയിന്റ് ഓയിൽ നിന്നും റിമൂവ്ഡ് പോർഷന്റെ സെന്റർ ഓഫ് മാസിലേക്കുള്ള ദൂരമാണ് വേണ്ടത്. പോയിന്റ് O എന്ന് പറയുന്നത് ചിത്രത്തിൽ ഇതാണ്. ഓക്കെ, ഒറിജിനാണ്. ഒറിജിനിൽ നിന്ന് ഇതാണ് ഒറിജിൻ. 0 0 y ആക്സിസ് ആണ്. 0 0യിൽ നിന്ന് ഇങ്ങോട്ട് എത്ര ദൂരം ഉണ്ടാവും? നോക്കൂ, ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് a. അതിൽ തന്നെ ഇവിടെ മുതൽ ഇവിടെ വരെ a/6 ആണ്. അപ്പോൾ ഈ ബാക്കി വരുന്ന ദൂരം എന്തായിരിക്കും? a മൈനസ് a/6 ആയിരിക്കും. ദാറ്റ് ഈസ് 5/6a. സോ 5a/6 ആണ് കറക്റ്റ് ആൻസർ. അത് ഓപ്ഷനിൽ ഡിയിലാണ് ഉള്ളത്. നല്ല ക്വസ്റ്റ്യൻ ആണ് ഇത്. NCERT തന്നെ ബാക്ക് സൈഡിൽ ഒരു എക്സസൈസിനകത്തെ ചോദ്യമാണ്. അതിൽ പക്ഷെ ആൻസർ a/6 ആയിരുന്നു. അതിന് കാരണം അതിൻ്റെ ഒറിജിനായി ചൂസ് ചെയ്തിരിക്കുന്നത് അൺറിമൂവ്ഡ് ഡിസ്കിന്റെ സെന്റർ തന്നെയാണ്. ഇവിടെ ഒറിജിൻ മാറി. അപ്പോൾ ഒറിജിൻ മാറുമ്പോൾ സെന്റർ ഓഫ് മാസിന്റെ ലൊക്കേഷന് മാറ്റമൊന്നും ഉണ്ടാവില്ല, പക്ഷെ കോർഡിനേറ്റ്സ് മാറും. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ക്ലിയർ ആയല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 3 point masses 1 kg, 1.5 kg, 2.5 kg are placed at 3 corners of a right angle triangle. Sides 4, 3 and 5 centimeter are shown in figure. Center of mass of the system is at a point. ഇത് 3 particle system ആണ്. ഡിസ്ക്രീറ്റ് ലംപ് ഓഫ് പാർട്ടിക്കിൾസിന്റെ സെന്റർ ഓഫ് മാസ് കാണുന്നത് എങ്ങനെയാണ്? ഈ 3 പാർട്ടിക്കിൾസും ചേർന്ന് ഉണ്ടാക്കുന്ന ഷേപ്പ് ഒരു ട്രയാങ്കിളിൻ്റെതാണ്. സെന്റർ ഓഫ് മാസ് എന്തായാലും ആ ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലുമാണ് വരിക. അതൊക്കെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് തീരുമാനിക്കുക ഒറിജിനാണ്. അതുകൊണ്ട് ഒറിജിൻ എവിടെയായിരിക്കണമെന്ന് ആദ്യമേ തീരുമാനിക്കണം. ഇവിടെ 1 കിലോഗ്രാം മാസാണ് എല്ലാ ഓപ്ഷൻസിലും നോക്കുമ്പോൾ കോമൺ ആയി കാണുന്നത്. 1 കിലോഗ്രാം മാസിനെയാണ് റെഫറൻസ് ആക്കി വെച്ചിരിക്കുന്നത്, അല്ലേ? 1 കിലോഗ്രാം മാസിന് മുകളിൽ മുകളിലേക്ക് എന്നൊക്കെ പറയുന്നു. അപ്പോൾ 1 കിലോഗ്രാം മാസിനെ നമുക്ക് ഒറിജിനിൽ വെക്കാം. അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ 1 കിലോഗ്രാം മാസ് ആയിരിക്കും ഒറിജിനിൽ ഉണ്ടാവും. അപ്പോൾ 1 കിലോഗ്രാം മാസിനെ ഒറിജിനിൽ വെച്ചു. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് 0,0 ആണ്. ഈ 1.5 കിലോഗ്രാം മാസ് കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഇത് 1.5 കിലോഗ്രാം ആണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 3,0. ഇവിടെ ഒരു 2.5 കിലോഗ്രാം ഉണ്ട്. അതിൻ്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? 0,4 ആണ്. അതൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇത് 4, ഇത് 5, ഇത് 3. ഓക്കെ, അപ്പോൾ ആദ്യത്തെ മാസ് ഒറിജിനിൽ M1 എന്നെടുക്കാം, രണ്ടാമത്തതിനെ M2 എന്നും മൂന്നാമത്തതിനെ M3 എന്നും വിളിച്ചാൽ എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റിന്റെ ഫോർമുല NCERT എന്ന് പഠിച്ചിട്ടുണ്ട്. ഡിസ്ക്രീറ്റ് പാർട്ടിക്കിളുകളുടെ സെന്റർ ഓഫ് മാസിന്റെ ഫോർമുല
എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിലും നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാം. ഇവിടെ 3 പാർട്ടിക്കിൾസേ ഉള്ളൂ. ഫോർമുല ആദ്യം എഴുതാം. m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 ഓൾ ഡിവൈഡഡ് ബൈ എന്താണ് m1 പ്ലസ് m2 പ്ലസ് m3 ദാറ്റ്സ് ഈക്വൽ ടു എന്താണ് m1. m1ന്റെ മാസ് ആണ് 1 kg. x1 കോർഡിനേറ്റ് 0 ആണ്, ഇവിടെ എഴുതിയിട്ടുണ്ട് 0,0. m2ന്റെ മാസ് ആണ് 1.5, അതിന്റെ എക്സ് കോർഡിനേറ്റ് ആണ് 3 പ്ലസ് m3യുടെ മാസ് 2.5, അതിന്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, കാരണം അത് y ആക്സിസിലാണ്. ഡിവൈഡഡ് ബൈ ആഡ് ചെയ്യുക എല്ലാ മാസം കൂടി 2 2 3 1 4 4 1 5 ആണ് വരിക അല്ലേ. ദാറ്റ് ഈസ് ഈ രണ്ട് ടേംസ് ക്യാൻസൽ ആയി പോയി 0 ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇത് 0.9 സെന്റിമീറ്റർ എന്നാണ് വരിക. 0.9 സെന്റിമീറ്റർ റൈറ്റ് 0.9 സെന്റിമീറ്റർ റൈറ്റ് ഓഫ് 1 kg മാസ്. 0.9 ആണ് എക്സ് കോർഡിനേറ്റ്. അപ്പൊ എക്സ് കോർഡിനേറ്റ് 0. ഇത് 1.5 അല്ലേ, 0.75 ആണ് അതിന്റെ പകുതി. 0.9 കുറെ കൂടെ അടുത്തേക്ക് വരും. ഇവിടെയാണ്. അപ്പൊ ഇവിടെയാണ് സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് വരിക. സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് വരുന്നത് ഇവിടെയാണെന്ന് മനസ്സിലായി. ഇതേപോലെ സെന്റർ ഓഫ് മാസിന്റെ വൈ കോർഡിനേറ്റ് എവിടെയാണ് വരിക നോക്കാം. സെന്റർ ഓഫ് മാസിന്റെ എക്സ് കോർഡിനേറ്റ് കിട്ടി, ഇനി വൈ കോർഡിനേറ്റ് എവിടെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി വൈ സെന്റർ ഓഫ് മാസ് വൈ സി ഈക്വൽ ടു അതേപോലെ m1 1 into y1 0, m2 1.5, y2 0 ആണ്, കാരണം m2 എന്ന് പറയുന്ന മാസ് എക്സ് ആക്സിസിലാണ്, അതിന്റെ വൈ കോർഡിനേറ്റ് 0 ആണ്, പ്ലസ് m3 2.5 ആണ്, അതിന്റെ വൈ കോർഡിനേറ്റ് 4 ആണ്, ഡിവൈഡഡ് ബൈ വീണ്ടും ടോട്ടൽ മാസ് 5 തന്നെ മാറില്ലല്ലോ. അപ്പോൾ 2.5 into 4 വാട്ട് അല്ലേ, 2.4 5 into 4 10, 10 by 5 is equal to 2 centimeter. So 2 centimeter above 1 kilogram mass. ഓൾറെഡി നമുക്ക് ഇപ്പോൾ തന്നെ ആൻസർ കിട്ടി കഴിഞ്ഞിരുന്നു, എന്നാലും വൈ കോർഡിനേറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് ഒന്ന് ചെയ്തു എന്നുള്ളൂ. ഓക്കെ, മനസ്സിലായല്ലോ. നൗ ലെറ്റ് us മൂവ് ടു ദി നെക്സ്റ്റ് വൺ. ക്വസ്റ്റ്യൻ നമ്പർ 3. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വായിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുമായിരിക്കും, ഞാൻ ഇത്തിരി ഒന്ന് വലുതാക്കാം. ക്വസ്റ്റ്യൻ നോക്കൂ. 2 identical particles move towards each other with velocity 2v and v respectively. 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് അടുത്തേക്ക് മൂവ് ചെയ്യാണ്. ഒരെണ്ണം 2vയും അടുത്തത് vയുമാണ് വെലോസിറ്റി. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ്. ഓക്കെ, ഐഡന്റിക്കൽ ആകുമ്പോൾ മാസുകൾ സെയിം ആയിരിക്കും. വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസിന്റെ ഫോർമുല വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 ആണ് അല്ലേ. അതിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് മാസ് m, അതിന്റെ വെലോസിറ്റി 2v. സെക്കൻഡ് മാസും m തന്നെയാണ്, അതിന്റെ വെലോസിറ്റി v ആണ്. പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായതുകൊണ്ട് അതിന്റെ വെലോസിറ്റിക്ക് നെഗറ്റീവ് സൈൻ കൊടുത്തു. ഓക്കെ, 2v എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷനിലാണെന്ന് ചൂസ് ചെയ്തു. അത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ ഓപ്പോസിറ്റ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 2v എക്സിലും v മൈനസ് എക്സിലുമാണെന്ന് സങ്കല്പിച്ച് മൈനസ് mv ഡിവൈഡഡ് ബൈ m പ്ലസ് m 2m. m gets cancelled. So what you get? 2v minus v, v by 2. So velocity of center of mass is v by 2. ശ്രദ്ധിക്കണം, 0 ഓപ്ഷനിൽ ഉണ്ട്. 0 ഓപ്ഷൻ ഉണ്ട്, അതിൽ 0 ആൻസർ വരുന്ന ചോദ്യവും ഇതിൽ നിന്ന് ചോദിക്കാം. ആ ചോദ്യം ഇങ്ങനെയാവും: 2 identical particles approach each other due to their mutual attraction. 2 ഐഡന്റിക്കൽ മാസുകൾ അവരുടെ മ്യൂച്വൽ അട്രാക്ഷൻ വഴി, ഒന്നുകിൽ ഇലക്ട്രിക്കൽ അട്രാക്ഷൻ ആയിരിക്കാം ഓപ്പോസിറ്റ് ചാർജുകളായതുകൊണ്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആയിരിക്കാം, മ്യൂച്വൽ ഫോഴ്സുകൾ വഴി, പരസ്പരമുള്ള ഫോഴ്സ്, ഇന്റേണൽ ഫോഴ്സ് വഴി ഇവർ തമ്മിൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. ഓക്കെ, വെലോസിറ്റി ഓഫ് സെന്റർ ഓഫ് മാസ് റിമെയിൻസ് 0 ഇഫ് ദ ഫോഴ്സ് ഈസ് മ്യൂച്വൽ, ഇന്റേണൽ. കാരണം എക്സ്റ്റേണൽ ഫോഴ്സിന് മാത്രമേ സെന്റർ ഓഫ് മാസിന്റെ സ്റ്റേറ്റിൽ മാറ്റം വരുത്താൻ കഴിയൂ. ഇന്റേണൽ ഫോഴ്സിന് സെന്റർ ഓഫ് മാസിന്റെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വരുത്താൻ കഴിയില്ല. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. v by 2 ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ, അതും ഇത്തിരി സൈസ് കുറവാണ്, നിന്ന് വലുതാക്കി ചെയ്യാം. സെന്റർ ഓഫ് മാസ് ഓഫ് എ സോളിഡ് ഹെമിസ്ഫിയർ ഓഫ് റേഡിയസ് 8 centimeter is x centimeter from center of a flat surface. Value of x is. ഓക്കെ, ഒരു സോളിഡ് ഹെമിസ്ഫിയറിന്റെ സെന്റർ ഓഫ് മാസ് എന്താണ് എന്ന് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കേണ്ടതാണ്.
സമയമുണ്ടെങ്കിൽ ഞാനത് ചെയ്യാം. സോളിഡ് ഹെമിസ്ഫിയർ എടുക്കുക. സോളിഡ് ഹെമിസ്ഫിയറിൻ്റെ റേഡിയസ് 6 ആണ്. 6 റേഡിയസ് ഉള്ള ഒരു സോളിഡ് ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് വൈ ആക്സിസിലായിരിക്കും. കാരണം അതിന് സിമെട്രിക് ആക്സിസ് എന്ന് പറയുന്ന വൈ ആക്സിസ്, അതിനെ ഒരു മിറർ റിഫ്ലക്ഷൻ സിമെട്രി ഉണ്ടാവുന്ന തരത്തിൽ 2 തുല്യ ഭാഗങ്ങളായി വിഭജിക്കണമെങ്കിൽ അതിനെ വൈ ആക്സിസിലൂടെ തന്നെ കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ 2 കണ്ണാടി, ആ വൈ ആക്സിസിൽ ഒരു കണ്ണാടി വെച്ചാൽ ഐഡന്റിക്കൽ ആയിട്ട് കഷ്ണങ്ങൾ കിട്ടി. അപ്പോൾ അങ്ങനെ വന്നാൽ വൈ ആക്സിസിലായിരിക്കും, ആക്സിസ് ഓഫ് സിമെട്രി ഉള്ള ആക്സിസിലാണ്, സിമെട്രിക് ആക്സിസിലാണ് സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് വൈ ആക്സിസിലായിരിക്കും. ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് എന്ന് വിചാരിക്കുക. ഇവിടെയാണ് കുറച്ചുകൂടി ഹെവി ആയിട്ടുള്ള പാർട്ട് താഴേക്കാണ്. സെൻറ്റർ ഓഫ് മാസ് എപ്പോഴും ഹെവി ആയിട്ടുള്ള പാർട്ടിലേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് സെൻറ്റർ ഓഫ് മാസ് എങ്കിൽ ആ പോയിന്റിലായിരിക്കും ആ ഹെമിസ്ഫിയറിൻ്റെ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നതായി കരുതപ്പെടുന്നത്. ആ സെൻറ്റർ ഓഫ് സോളിഡ് ഹെമിസ്ഫിയറിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും? അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും ആ മുഴുവൻ മാസും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. ആ പോയിന്റ് ഫ്ലാറ്റ് ബേസിനോട് കുറച്ച് അടുത്തായിരിക്കും. ആ ഡിസ്റ്റൻസിനെ ഞാൻ YC എന്ന് വിളിക്കാം. YCയുടെ വാല്യൂ 3/8 R ആണ് കേട്ടോ. സോളിഡ് ഹെമിസ്ഫിയർ ആണെങ്കിൽ 3R/8 ആണ്. ഹോളോ ഹെമിസ്ഫിയർ അല്ലെങ്കിൽ തിൻ സ്ഫെറിക്കൽ ഷെൽ, ഹാഫ് സ്ഫെറിക്കൽ ഷെൽ, തിൻ ഹാഫ് സ്ഫെറിക്കൽ ഷെൽ അല്ലെങ്കിൽ ഹോളോ ഹെമിസ്ഫിയർ ആണെങ്കിൽ R/2 ആണ്. ഓർമ്മിക്കാൻ എളുപ്പമുണ്ട്. R/2 ഇതാണ് 3R/8 കേട്ടോ. ഇത് ഒരുപാട് പരീക്ഷകൾക്ക് ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിച്ചിരിക്കുകയാണ്. 2020 ഓർമ്മിക്കുക. അപ്പോൾ 24 ഏപ്രിൽ സെഷനിലും ഒരു ചോദ്യം നമുക്ക് ഇതിന് പ്രതീക്ഷിക്കാം. ഓക്കെ റൈറ്റ്. അപ്പോൾ ഇത് എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കൂ. ഈസ് എക്സ് സെൻറ്റിമീറ്റർ അല്ലേ, ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 3/8 ഇൻറ്റു റേഡിയസ് 8 ആണ്. 8 and 8 ക്യാൻസൽ, സോ എക്സ് ഈക്വൽ ടു 3 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് 3. ഓക്കെ, അപ്പോൾ കാണാതെ പഠിക്കണം. ഒരു സോളിഡ് ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ ഫ്ലാറ്റ് ബേസിൽ നിന്നും എത്ര ദൂരത്തിലാണ്? 3R/8 ദൂരത്തിലാണ്. എന്നാൽ അതിൻ്റെ ടോപ്പിൽ നിന്നും ഈ ഡിസ്റ്റൻസ് കൂടി ഒന്ന് കാണാതെ പഠിക്കുക. അത് 5R/8 ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും അപ്ലൈ ചെയ്യുന്ന ഒരു ചോദ്യവും മുമ്പ് മെയിൻസിന് ചോദിച്ചിട്ടുണ്ട്. അത് ഒരു ടേർട്ടിലിനെ പറ്റിയാണ്. നിങ്ങൾ ടേർട്ടിലിനെ പറ്റി കേട്ടിട്ടുണ്ടാവും. ടേർട്ടിൽ എന്ന് പറഞ്ഞാൽ കടലാമയാണ്, വലിയ ആമയാണ്. കടലാമയാണ്. ഈ കടലാമ നോർമലി കടലാമ ഇങ്ങനെയാണ് ഇരിക്കുക, ഇങ്ങനെയാണ് നടന്നു പോവുകയൊക്കെ ചെയ്യുക, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഓൾമോസ്റ്റ് അതൊരു സോളിഡ് ഹെമിസ്ഫിയർ ആണ്, ഓഫ് യൂണിഫോം ഡെൻസിറ്റി ആയി പരിഗണിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ടേർട്ടിലിനെ അതിൻ്റെ മൊബിലിറ്റി തടസ്സപ്പെടുത്താൻ വേണ്ടി തമാശയ്ക്ക്, അങ്ങനെ ചെയ്യാൻ പാടില്ല, ഉപദ്രവിക്കാൻ പാടില്ല, അതിനെ എടുത്ത് തിരിച്ചു വയ്ക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യം ഞാൻ പറയുന്നത്, ഉപദ്രവിക്കണം എന്നല്ല. അപ്പോൾ സോളിഡ് ഹെമിസ്ഫിയർ ഇങ്ങനെ ഇരിക്കുന്നതിന് പകരം അതിനെ എടുത്ത് തല തിരിച്ചു വയ്ക്കും. ഓക്കെ, അങ്ങനെ തല തിരിച്ചു വയ്ക്കുന്നതിന് വേണ്ടി എക്സ്റ്റേണൽ ഏജന്റിന് ചെയ്യേണ്ടി വരുന്ന മിനിമം വർക്ക് എത്രയാണ്? വർക്ക് എനർജി തിയറമാണ് അവിടെ അപ്ലൈ ചെയ്തിരുന്നത്. വർക്ക് ഡൺ ഈക്വൽ ടു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തെ പൊട്ടൻഷ്യൽ എനർജി MgH തന്നെ, MgH ആണല്ലോ, എമ്മും ജിയും ഒന്നും മാറുന്നില്ല, H മാത്രമാണ് മാറുക. ഇവിടെ ഫ്ലാറ്റ് ബേസ് ആണ് അടിയിലുള്ളത്. ഫ്ലാറ്റ് ബേസിൽ നിന്ന് ഹൈറ്റ് 3/8 R ആണ്. തിരിച്ചു വയ്ക്കുമ്പോൾ ആ ടോപ്പാണ് അടിയിൽ വരിക അല്ലേ, ഗ്രൗണ്ടിൽ വരിക. ഇവിടെ ഫ്ലാറ്റ് ബേസ് ആണ് ഗ്രൗണ്ടിൽ, മറ്റേത് ടോപ്പാണ് ഗ്രൗണ്ടിൽ വരിക അല്ലേ. അപ്പോൾ 5R/8 അല്ലേ. അപ്പോൾ 5/8 മൈനസ് 3/8 ആയിരിക്കും ഹൈറ്റിൻ്റെ ഡിഫറൻസ്. എത്രയത്? 5/8 മൈനസ് 3/8, 5 മൈനസ് 3 2, 2/8/4 അല്ലേ. അപ്പോൾ mgr/4 ആയിരിക്കും മിനിമം വർക്ക് ഡൺ. ഓക്കെ, ന്യൂമറിക്കൽ വാല്യൂ. അതും മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഈ റിസൾട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഞാൻ വേഗം ഒന്ന് പറയാം, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. സോളിഡ് ഹെമിസ്ഫിയറിന് പലതരത്തിൽ അത് വർക്ക് ചെയ്യാറുണ്ട്. അതിൽ ഏറ്റവും എളുപ്പത്തിൽ പെട്ടെന്ന്, ഇപ്പോൾ നമുക്കത് നമ്മുടെ പർപ്പസ് അല്ല, ഈ ചോദ്യം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ വേഗം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. അതിന് ഹോളോസ് ഹെമിസ്ഫിയറിൻ്റെ സെൻറ്റർ ഓഫ് മാസ് നിങ്ങൾക്ക് അറിയാമല്ലോ, R/2 ആണ്. അത് ഉപയോഗിച്ചുകൊണ്ടാണ്. അതല്ലാതെയും നമുക്കിത് ചെയ്യാം. അപ്പോൾ സോളിഡ് ഹെമിസ്ഫിയറിനെ കാൽക്കുലസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി ചെറിയ എലമെൻ്ററി സ്ട്രിപ്പുകളാക്കി ഡിവൈഡ് ചെയ്ത് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഒരു സോളിഡ് ഹെമിസ്ഫിയർ കിട്ടണമെങ്കിൽ അതിലെ എലമെൻ്ററി മാസ് എന്ന് പറയുന്നത് ഒരു ഹോളോ ഹെമിസ്ഫിയർ ആയിരുന്നാൽ മതി. അപ്പോൾ ഒരു ഹോളോ ഹെമിസ്ഫിയർ ഇവിടെയുണ്ട്. ഹോളോ ഹെമിസ്ഫിയർ, അതിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കും. ആ ഹോളോ ഹെമിസ്ഫിയറിൻ്റെ മാസാണ് dm.
ഈ സോളിഡ് ഹെമിസ്ഫിയറിന്റെ റേഡിയസ് ആണ് ആർ, അതിന്റെ മാസാണ് ക്യാപിറ്റൽ എം. ഓക്കെ, അപ്പോൾ ഈ ഡി എം എന്ന് പറഞ്ഞാൽ ഒരു ഹെമിസ്ഫെറിക്കൽ ഷെല്ലാണ്. ഓക്കെ, ആ ഷെല്ലിന്റെ മാസിന് നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? ഈ ഹെമിസ്ഫിയറിന്റെ ഡെൻസിറ്റി ഒരു കോൺസ്റ്റന്റ് ആണ്, അത് മാസ് ഡെൻസിറ്റിയാണ്, മാസ് ബൈ വോളിയം. അപ്പോൾ മാസ് പെർ യൂണിറ്റ് വോളിയം, ടോട്ടൽ മാസ് എം അല്ലേ, വോളിയം 2/3 പൈ ആർ ക്യൂബ് ആണ്. മാസ് പെർ യൂണിറ്റ് വോളിയം ആണ് ഡെൻസിറ്റി. ആ സ്ഫെറിക്കൽ ഷെല്ലിന്റെ, ഹോളോ ഹെമിസ്ഫെറിക്കൽ ഷെല്ലിന്റെ എലമെന്ററി മാസ് ആണ് ഡി എം. അത് മാസ് പെർ വോളിയം ഇൻറ്റു വോളിയം ഓഫ് ദ ഷെല്ലാണ്. ആ ഷെല്ലിന്റെ വോളിയം എന്താണ്? ഏരിയ ഇൻറ്റു തിക്നെസ്. ഏരിയ എന്താ? 4 പൈ സ്മോൾ ആർ സ്ക്വയർ, സ്മോൾ ആർ ആണ് അതിന്റെ റേഡിയസ്, ഇൻറ്റു തിക്നെസ്. ഇത്രയാണ് ഡി എം. സെന്റർ ഓഫ് മാസ് ലൊക്കേറ്റ് ചെയ്യുന്ന ഫോർമുല വൈ സി ഈക്വൽ ടു 1/m ഇന്റഗ്രൽ വൈ സി ഡി എം ഉപയോഗിക്കാം. 1/m ഇന്റഗ്രേഷൻ ഓഫ് 0 ടു ക്യാപിറ്റൽ ആർ ആണ്. ഈ ഹോളോ ഹെമിസ്ഫെറിക്കൽ ഷെല്ല് 0യിൽ നിന്നും ക്യാപിറ്റൽ ആർ വരെ എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ലിമിറ്റ് 0 ടു ക്യാപിറ്റൽ ആർ ആണ്. വൈ സെന്റർ ഓഫ് മാസ് നമുക്കറിയാം r/2 ആണ്. ഈ ഹോളോ ഹെമിസ്ഫിയറിന്റെ റേഡിയസ് r അല്ലേ, അതിന്റെ സെന്റർ ഓഫ് മാസ് എന്തായിരിക്കും? അതിന്റെ സെന്റർ ഓഫ് മാസ് r/2 ആണ്, കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുക, അല്ലാതെയും ചെയ്യാം. r/2 ഇൻറ്റു ഡി എം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 3m ഡിവൈഡഡ് ബൈ 2 പൈ ക്യാപിറ്റൽ ആർ ക്യൂബ് ഇൻറ്റു 4 പൈ സ്മോൾ ആർ സ്ക്വയർ ഡി ആർ. അതിൽ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? എം പൈ ഒക്കെ ക്യാൻസൽ ചെയ്യാം. സോറി, എമ്മും പൈയും ക്യാൻസൽ ചെയ്യാം അല്ലേ. ഓ, ഇത് 4 പൈ ആർ സ്ക്വയർ ഉണ്ടാവില്ല കേട്ടോ, ഇവിടെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 2 പൈ ആർ സ്ക്വയർ, കാരണം ഒരു സ്ഫിയറിന്റെ സർഫസ് ഏരിയ ആണ് 4 പൈ ആർ സ്ക്വയർ. ഇതൊരു സ്ഫിയർ ഇല്ല, ഹാഫ് സ്ഫിയറേ ഉള്ളൂ. അപ്പോൾ 2 പൈ ആർ സ്ക്വയർ. ഒരു 2 ഇവിടെ കട്ടായി പോയി, ഒരു പൈ ക്യാൻസലായി അല്ലേ. ഇനി ആർ സ്ക്വയറും ആറും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആർ ക്യൂബ് ആവും. അപ്പോൾ ഇവിടെ എഴുതാം വൈ സി ഈക്വൽ ടു, ഇതിൽ ബാക്കിയുള്ളത് എന്താ? 3/2 ഇൻറ്റു ബാക്കി എന്താ ഉള്ളത്? 1/r ക്യൂബ്. ബാക്കി എന്താ ഉള്ളത്? ഇന്റഗ്രൽ ആർ സ്ക്വയർ ഇൻറ്റു ആർ ഉണ്ട്, മറക്കരുത്. ഇന്റഗ്രൽ r⁻³ dr ആണ്. ഇന്റഗ്രൽ r ക്യൂബ് dr എന്താ കിട്ടുക? r⁻4/4 ആണ്. ലിമിറ്റ് കൊടുക്കുമ്പോൾ അത് ക്യാപിറ്റൽ r⁻4 ആവും, ആർ ക്യൂബും r⁻4ഉം ക്യാൻസൽ ആവും. അങ്ങനെ 3/8 r എന്ന് കിട്ടും കേട്ടോ. ഇത് കാണാതെ പഠിക്കുക റിസൾട്ട്. ഇതുപോലെ ഒരു ഹാഫ് റിങ്, ഹാഫ് ഡിസ്ക് തുടങ്ങിയവയുടെയും സെന്റർ ഓഫ് മാസ് അറിഞ്ഞിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ പെട്ടെന്ന് പറയാം. ഹാഫ് റിങ്ങിന്റെ സെന്റർ ഓഫ് മാസ് എന്താണ്? ആർക്കെങ്കിലും പറയാമോ? സെന്റർ ഓഫ് മാസ് ഓഫ് ഹാഫ് റിങ്, സെന്റർ ഓഫ് മാസ് ഓഫ് ഹാഫ് റിങ്. (2r/π). Center of mass of half ring 2r/π. Half disk 4r/3π. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്തത് ഇത്തിരി സൈസ് കുറവാണ്, ഞാനൊന്ന് വലുതാക്കാം. Magnitude of torque on a particle of mass 1 kilogram is 2.5 Newton meter about the origin. If the force acting on it is 1 Newton and the distance of particle from origin is 5 meter, angle between force and position vector is. അപ്പോൾ ഇത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, പക്ഷെ നല്ല ചോദ്യമാണ്, തിയറി ബേസ്ഡ് ആണ്. ടോർക്കിന്റെ ഫോർമുല ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ആണ്. ദാറ്റ് ഈസ് ടോ ഈക്വൽ ടു ആർ എഫ് സൈൻ തീറ്റ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ദാറ്റ് ഈസ് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടോർക്ക് ഡിവൈഡഡ് ബൈ ആർ എഫ്. ആ ടോർക്ക് 2.5 ആണ്, ഡിവൈഡഡ് ബൈ ആർ ഡിസ്റ്റൻസ് ഓഫ് പാർട്ടിക്കിൾ, അത് എത്രയാ? 5 ആണ്. ഇനി ഫോഴ്സ് എത്രയുണ്ട്? ആർ ക്രോസ് എഫ് ആണ് ടോർക്ക്, ഫോഴ്സ് 1 ന്യൂട്ടൺ അല്ലേ. ദാറ്റ് ഈസ് സൈൻ തീറ്റ. സൈൻ തീറ്റ ഈക്വൽ ടു 25, ദാറ്റ് ഈസ് 0.5, 1/2. തീറ്റ ഈക്വൽ ടു 30 ഡിഗ്രി. തീറ്റ 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രി മീൻസ് 5/6 റേഡിയൻ. സോ ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ചോയ്സ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. ടോർക്കിന്റെ ഫോർമുല ടോർക്ക് ഇസ് ഈക്വൽ ടു ആർ ക്രോസ് എഫ് ക്രോസ് ആർ അല്ല, കാരണം ക്രോസ് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ. Sixth one. A system consists of two identical spheres
each 1.5 kg, radius 50 centimeter at the ends of a light rod. So there are two identical spheres connected at the ends of a light rod. We have a very light rod, and there are two spheres, two identical spheres kept at both the ends of the light rod, and the distance of separation between centers of these two spheres is 5 meter. That means this distance, total distance is 5 meter between the centers of this. Mass of each 1.5 kg. Yep, small m 1.5 kg. Small m equals 1.5 kg. Then what else? Radius 50 centimeter. Radius r equal to 50 centimeter. This is the case. Now, moment of inertia about an axis perpendicular to the rod passing through its midpoint. Neglect the mass of the rod. Okay. എങ്ങനെയാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കാണാം? നമുക്കറിയാം, ഒരു എം മാസുള്ള പാർട്ടിക്കിൾ ആയിരുന്നെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ മാസ് ഓഫ് പാർട്ടിക്കിൾ ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് സ്ക്വയർ, MR സ്ക്വയർ അല്ലേ? എന്നാൽ ഈ ബോഡിക്ക് ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, ആക്സിസിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ രണ്ട് കാരണങ്ങൾ കൊണ്ട് മൊമെന്റ് ഓഫ് ഇനേഷ്യയ്ക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ ഒന്നാമത്തത് ഷേപ്പ്, സൈസ്. ഷേപ്പ് സ്ഫിയർ ആണ്. ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ, ഒരു സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഫോർമുല 2/5 MR സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. അങ്ങനത്തെ രണ്ട് സ്ഫിയറുകളുണ്ട്, 2/5 MR സ്ക്വയർ, 2/5 MR സ്ക്വയർ. ഓക്കെ. പക്ഷേ ആ രണ്ട് സ്ഫിയറുകളും ആക്സിസിലല്ല സെന്റർ ഇരിക്കുന്നത്. സ്ഫിയറുകളുടെ സെന്റർ ആക്സിസിലായിരുന്നെങ്കിൽ, സ്ഫിയറിന്റെ സെന്റർ ആക്സിസിലായിരുന്നെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഇത്ര മതിയായിരുന്നു. അതായത് രണ്ട് സ്ഫിയറുകളും സെന്ററുകൾ ആക്സിസിലായിരുന്നെങ്കിൽ 2/2 × 2/5 MR സ്ക്വയർ മതിയായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ല, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കുന്ന റേഡിയസ് ഓഫ് ഗൈറേഷൻ 0 അല്ല. റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉണ്ട്, ആക്സിസിൽ നിന്നും സെന്റർ ഓഫ് മാസിലേക്ക് ദൂരമുണ്ട്. അപ്പോൾ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഉള്ളത് കൊണ്ട് എക്സ്ട്രാ മൊമെന്റ് ഓഫ് ഇനേഷ്യ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യണം. പ്ലസ് ഇത് ഒരു പാർട്ടിക്കിളായിട്ട് പരിഗണിക്കുക. സ്ഫിയറിനെ ഒരു പാർട്ടിക്കിളായി പരിഗണിക്കുക. സ്ഫിയറിന്റെ സെന്ററിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ആ പാർട്ടിക്കിളിലേക്ക് എം മാസ് തന്നെയാണ്, ഉള്ള ഡിസ്റ്റൻസ് എത്രയാണ്? എം ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. ഈ ഡിസ്റ്റൻസ് 2.5 മീറ്റർ ആണ്, ഡി സ്ക്വയർ. അങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട്, രണ്ട് സ്ഫിയറുകളുണ്ട്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ആൻസർ. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് ഈ ഓപ്ഷൻസിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇത്തിരി ബുദ്ധിമുട്ടുള്ളത്. പ്രാക്ടീസ് ചെയ്യണം. എം എന്താണ്? എം 1.5 ആണ്. ഞാൻ ഇതിനെ 3/2 എന്ന് എഴുതി. റേഡിയസ് എത്ര? 50 സെന്റിമീറ്റർ ആണ്. അത് 1/2 മീറ്റർ ആണ്. പക്ഷെ R സ്ക്വയർ വേണം. 1/4 എന്ന് എഴുതി. ഞാൻ മീറ്ററിലാണ് ചെയ്യാം. ഇൻറ്റു 2 പ്ലസ് വീണ്ടും മാസ് 3/2 ആണ്. ഡിസ്റ്റൻസ് ആണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റ. ഡിസ്റ്റൻസ് 5 അല്ല, സെന്ററിൽ നിന്ന് എൻഡ് വരെയുള്ള ദൂരമാണ് നമുക്ക് എടുക്കേണ്ടത്. അത് എത്രയാ? 2.5. അപ്പോൾ 2.5 സ്ക്വയർ ആണ്. ഈ 2.5നെ 5/2 എന്ന് എഴുതാം. ദാറ്റ് ഈസ് 25/4 ഇൻറ്റു 2 അവിടെയുണ്ട്. നമുക്ക് ക്യാൻസലേഷൻസ് എങ്ങനെ എളുപ്പം ചെയ്യാൻ പറ്റുക? ഇവിടെ ഒരു 4 ഉണ്ട്, ഈ രണ്ട് 2 കൂടി കട്ട് ചെയ്യും അല്ലേ? അതുപോലെ ഇവിടെയോ, ഇവിടെ ഒരു 2 ഉണ്ട്, ഈ 2 കൂടി കട്ട് ചെയ്തു. ദാറ്റ് ഈസ് 3/10. 3/10 ശരിയല്ലേ? 3/10 പ്ലസ് 75/4 ആണ്. 3/10 പ്ലസ് 75/4 അല്ലേ? അപ്പോൾ ഇതിനെ നോക്കാം. 3/10 is 0.3 പ്ലസ് 75ന്റെ പകുതി എത്രയാണ്? 37.5ആണ്. 37.5യുടെ ഏകദേശം കിട്ടിയാൽ മതി. 38 ആയിട്ട് എടുക്കാം. 38ന്റെ പകുതി 19 ആണ്. അപ്പോൾ 19, നിയർലി 19.3 വരണം. 19.3 ഇത് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അതല്ല, കാരണം അതിൻ്റെ പവർ 10⁵5 ഉണ്ട്. സോ കറക്റ്റ് ആൻസർ ഷുഡ് ബി ഓപ്ഷൻ സി. അപ്രോക്സിമേറ്റ് ചെയ്തതാണ്, കറക്റ്റ് ആൻസർ അല്ല, അപ്രോക്സിമേഷൻ. ഇങ്ങനെ അപ്രോക്സിമേഷൻസ് എടുത്ത് ഓപ്ഷൻസിൽ നിന്ന് കുറച്ചുകൂടി വേഗം റിലയബിൾ ആയിട്ടുള്ള ആൻസർ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 7. 7 റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് L
about an axis passing through point L/4 away from center of the road and perpendicular to it is. എന്താണ് ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്നൊക്കെ പറഞ്ഞാൽ? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റിജിഡ് ബോഡിയുടെ മാസ് എം ആണ്, അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ആണ് എന്ന് വിചാരിക്കുക. ഓക്കെ, ആ റിജിഡ് ബോഡിയെ കൊണ്ട് അതിൻ്റെ മാസ് മാറാതെ അതിനെ സൈസ്ലെസ് ആക്കി മാറ്റുക, അതായത് അതിനെ ഒരു പാർട്ടിക്കിൾ ആക്കി മാറ്റുക. ഒരു ഇറഗുലർ ഷേപ്പുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷേപ്പുള്ള റെഗുലറോ ഇറഗുലർ ഷേപ്പുള്ള ഒരു റിജിഡ് ബോഡി എടുക്കുക. ആ റിജിഡ് ബോഡിയുടെ മാസ് എം ആണ്. ഓക്കെ, ആ ബോഡിയുടെ മാസ് മാറാതെ അതിനെ സൈസ്ലെസ് ആക്കുക എന്ന് വെച്ചാൽ അതിനെ ഒരു പാർട്ടിക്കിൾ ആക്കി മാറ്റുക. ഓക്കെ, ആ പാർട്ടിക്കിളിനെ ആ റിജിഡ് ബോഡിയുടെ ഏത് ആക്സിസിനനുസരിച്ചായിരുന്നോ മുമ്പ് ഐ എന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ നമ്മൾ പറഞ്ഞിരുന്നത്, ആ ആക്സിസിൽ നിന്നും എത്ര ദൂരത്തിൽ വെക്കുമ്പോഴാണോ ആ പാർട്ടിക്കിൾ ഓഫർ ചെയ്യുന്ന മൊമെന്റ് ഓഫ് ഇനേഷ്യ ആ റിജിഡ് ബോഡിയുടേതാവുക, ആ ഡിസ്റ്റൻസിന്റെ പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതായത് ഒരു റിജിഡ് ബോഡിയുടെ ആക്സിസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിൽ അതേ റിജിഡ് ബോഡിയുടെ മാസ് ഉള്ള ഒരു പാർട്ടിക്കിളിനെ വെക്കുന്നുവോ, ഒരേ മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടുന്നതിന് വേണ്ടി ആ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. മനസ്സിലാവുന്നല്ലോ? റേഡിയസ് ഓഫ് ഗൈറേഷൻ കണ്ടുപിടിക്കാൻ പക്ഷേ ഒരു വളരെ എളുപ്പ വഴിയുണ്ട്. ആ മെൻഷൻ ചെയ്തിരിക്കുന്ന ആക്സിസിന് അനുസരിച്ചുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണോ അത് എഴുതുക, എന്നിട്ട് അതിനോട് എം കെ സ്ക്വയർ എന്ന് ഇക്വേറ്റ് ചെയ്യുക. കെ ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇത് തന്നെ എക്സാമ്പിൾ കാണിച്ചു തരാം. യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് എൽ, യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് എൽ, യൂണിഫോം റോഡ് ഓഫ് ലെങ്ത് എൽ ആണ് കേട്ടോ. എൽ ആണ് ലെങ്ത്, എം ആണ് മാസ്. അതിൻ്റെ ആക്സിസ് സെൻറ്ററിൽ കൂടി കടന്നു പോകുന്ന ആക്സിസ് ആണെങ്കിൽ അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എം എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 ആണ്. ഐ സെൻറ്റർ ഓഫ് മാസ് എം എൽ സ്ക്വയർ ബൈ 12 ആണ്. പക്ഷെ നമ്മളോട് അതല്ല പറഞ്ഞിരിക്കുന്നത്, about an axis passing through point L/4 away from center of the road ആണ്. അപ്പോൾ L/4 away from center of the road പുതിയൊരു ആക്സിസ് കൺസ്ട്രക്ട് ചെയ്യുക. ആ ഡിസ്റ്റൻസ് D ഈക്വൽ ടു L/4 ആണ്. എം എൽ സ്ക്വയർ ബൈ 12 ആണ് സെൻറ്റർ ഓഫ് മാസിനനുസരിച്ചുള്ളത്. ഇവിടെ നമുക്ക് പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. എന്താണ് പാരലൽ ആക്സിസ് തിയറം? ഐ ഈക്വൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് axis passing through a point distant L/4 from the axis passing through center of mass equal to I center of mass plus mass into distance square. That is I equal to I center of mass നമുക്ക് എല്ലാവർക്കും അറിയാം ml square by 12 ആണ്, plus m into ആ ഡിസ്റ്റൻസ് L/4 ആണ്. അപ്പോൾ അത് L square by 16 ആവും. ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം എത്ര കിട്ടുമെന്ന്. 16 2 32 160 32 192 16 12 28 ml സ്ക്വയർ. ഓക്കെ അല്ലേ? ഇത് എത്രയുള്ള ക്യാൻസൽ ചെയ്യുക? 4 കൊണ്ട് ക്യാൻസൽ ചെയ്യുക അല്ലേ? 7 into 4 28. ഇവിടെ എത്ര വരിക? 4 4 16 3 8 48 അല്ലേ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി എഴുതാം? I equal to 7 divided by 48 ml സ്ക്വയർ. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനെ എം കെ സ്ക്വയർ എന്ന് ഇക്വേറ്റ് ചെയ്യും. ആ എം ക്യാൻസൽ ചെയ്ത് കളയും. അപ്പോൾ കെ എന്താ കിട്ടുക? √7/48 ടൈംസ് എൽ. സോ കറക്റ്റ് ആൻസർ ഇസ് √7/48 ടൈംസ് എൽ. മനസ്സിലായോ? √7/48 ടൈംസ് എൽ ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എപ്പോഴും റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ആക്സിസിനനുസരിച്ചാണോ റേഡിയസ് ഓഫ് ഗൈറേഷൻ ചോദിക്കുന്നത്, അതേ ആക്സിസിനനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ ഇക്വേഷൻ എഴുതുക. ഓക്കെ, അതിന് എം കെ സ്ക്വയറിന് ഇക്വേറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതായത് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആക്സിസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നർത്ഥം. മൊമെന്റ് ഓഫ് ഇനേഷ്യ റേഡിയസ് ഓഫ് ഗൈറേഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നു. ആൻസർ കിട്ടിക്കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. ഇനിയുള്ളത് നമുക്ക് ചെയ്യാനുള്ള 8ാമത്തെ ചോദ്യം. 7 ഐഡന്റിക്കൽ സർക്കുലർ പ്ലാനാർ ഡിസ്ക്സ് ഓഫ് മാസ് എം ആൻഡ് റേഡിയസ് ആർ. Mass m and radius r.
സിമെട്രിക്കലി അറേഞ്ച്ഡ് ആസ് സ്റ്റോൺ. ഇത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന ഒരു കളിയുണ്ട്, ക്യാരംസ് അല്ലേ. ക്യാരം ബോർഡിൽ സെൻറ്ററിലെ ക്യാരം കോയിന് ചുറ്റും 6 ക്യാരം കോയിൻസ് കൂടിയാണ് നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുക. അങ്ങനെ ടോട്ടൽ അവിടെ 7 ക്യാരം കോയിൻസ് ഉണ്ടാവും. നമുക്കിവിടെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് കാണേണ്ടത്. എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ എ പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് പി. പി എന്ന് പറഞ്ഞ പോയിന്റ് ഞാൻ ഒന്നുകൂടെ വ്യക്തമായിട്ട് കാണിക്കാം. പി എന്ന് പറഞ്ഞ പോയിന്റ് ഇതാണ് കേട്ടോ, പി. ഇത് ഒ ആണ്. ഇവിടെ വേറൊരു പോയിന്റ് ഉണ്ടായിക്കോട്ടെ, സി. അപ്പോൾ 3 പോയിന്റുകളുണ്ട്. ഈ 3 പോയിന്റുകൾക്കനുസരിച്ചും മൊമെന്റ് ഓഫ് ഇനേഷ്യ വളരെ സ്പെസിഫിക് ആയി 3 ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള 3 പോയിന്റുകളാണ് ഒയും സിയും പിയും. ഇത് 3 വ്യത്യസ്ത പരീക്ഷകൾ ചോദിച്ചിട്ടുണ്ട്. ഇത് 2018 മെയിൻസിനാണ് പിയുടെ ചോദിക്കുന്നത്. ഓക്കെ, 2017 KVPYക്ക് സിയിൽ കൂടിയുള്ളതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ചോദിച്ചിട്ടുണ്ട്. ഒയുടേതും അതിന് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഞാനത് കൃത്യമായി വർഷം ഓർമ്മയില്ല. ഈ 3 മൊമെന്റ് ഓഫ് ഇനേഷ്യകൾ നമുക്കൊന്ന് പഠിച്ചു നോക്കാം. ആദ്യം ഞാൻ പറയാൻ പോവാ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് ഒ ആണ്. ഒ ആണ് ആദ്യം പറയാം കേട്ടോ, ഒയ്ക്ക് അനുസരിച്ചിട്ട്. ഫസ്റ്റ് കേസ് മൊമെന്റ് ഓഫ് ഇനേഷ്യയുടെ 2 കാരണങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന് സൈസ് ഷേപ്പ്, മറ്റൊന്ന് ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ്, റേഡിയസ് ഓഫ് ഗൈറേഷൻ. അപ്പോൾ ഇവിടെ മൊത്തം 7 ഡിസ്കുകളുണ്ട്. അതിൽ ഒരു ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് mr²/2. അങ്ങനത്തെ 7 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിസ്റ്റത്തിന്റെ ജോമെട്രിക് മൊമെന്റ് ഓഫ് ഇനേഷ്യ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് അതിന്റെ ജോമെട്രി കൊണ്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ. സൈസ് ഷേപ്പ് ഒക്കെ കൊണ്ടുള്ള മൊമെന്റ് ഓഫ് ഇനേഷ്യ ആണ് ഈ ജോമെട്രിക് മൊമെന്റ് ഓഫ് ഇനേഷ്യ. അതാണ് 7/2 mr². കഴിഞ്ഞിട്ടില്ല. ഓക്ക് അനുസരിച്ചുള്ളത് കിട്ടണമെങ്കിൽ ഓക്ക് അനുസരിച്ച് എല്ലാത്തിൻ്റെയും സെന്റർ ഒ അല്ല, എല്ലാ ഡിസ്കുകളുടെയും സെന്റർ ഒ ആയിരുന്നെങ്കിൽ, അതായത് നമ്മൾ ക്യാരംസ് കളിക്കുമ്പോൾ അങ്ങനെയും കളിക്കാറുണ്ട്. ഒരു ഡിസ്ക്, ഒരു കോയിൻ്റെ മേലെ മറ്റു കോയിനുകൾ എടുത്ത് പൊക്കി വയ്ക്കും. അങ്ങനെ ആയിരുന്നെങ്കിൽ ആ കോയിനുകളുടെ എല്ലാം സെന്ററുകളിലൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ ആയിരുന്നു ആക്സിസ് എങ്കിൽ 7 × mr²/2 എന്ന് എഴുതിയാൽ മതിയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. ഈ നടുവിലുള്ള കോയിൻ്റെ സെന്ററും മറ്റു 6 കോയിനുകളുടെ സെന്ററും കോയിൻസൈഡിങ് അല്ല. അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോൾ നമുക്ക് പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യണം. ഇപ്പോൾ 2 ആക്സിസുകൾ ഉണ്ടല്ലോ, അതിൽ ഒരു ആക്സിസ് ആണ് ഒയിലൂടെ പാസ് ചെയ്യുന്നത്, അടുത്ത ആക്സിസ് ആണ് സിയിലൂടെ പാസ് ചെയ്യുന്നത്. 2 ആക്സിസുകളും കോയിനുകളുടെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. മാത്രവുമല്ല 2 ആക്സിസുകളും തമ്മിൽ പാരലലുമാണ്. അതിൽ ഒരു ആക്സിസ് എങ്കിലും സെന്റർ ഓഫ് മാസിൽ കൂടി കടന്നുകൂടി പോയാൽ പാരലാക്സ് തിയറത്തിന് ആപ്ലിക്കബിലിറ്റിക്ക് സാധ്യതയായി. പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് ടൈപ്പ് ബോഡിക്കും നമുക്ക് അപ്ലൈ ചെയ്യാം. 1 ഡയമെൻഷണൽ ആയാലും 2 ഡയമെൻഷണൽ ആയാലും 3 ഡയമെൻഷണൽ. ഇതിപ്പോൾ 2 ഡയമെൻഷനൽ അല്ല, പ്ലാനാർ ബോഡിയാണ്. ഒരു ലാമിനാർ ഷേപ്പിലാണ് ബോഡി സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. XY പ്ലെയിനിൽ, ഒരു പ്ലെയിനിലാണ് ബോഡി ഉള്ളത്. പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ 2 ആക്സിസുകൾ വേണം. അതിൽ ഒന്നെങ്കിലും സെന്ററിലൂടെ പാസ് ചെയ്യണം, സെന്റർ ഓഫ് മാസിൽ കൂടി പാസ് ചെയ്യണം. രണ്ടാമത്തത് ആക്സിസുകളുടെ ദൂരം അറിയണം. ഓക്കെ, അപ്പോൾ mr²/2 × 7 ആണ്. So moment of inertia about an axis passing through O. Moment of inertia about an axis passing through O is 7/2 × mr² or 7 × mr²/2. കഴിഞ്ഞിട്ടില്ല. Apply parallax theorem. Now this distance we know that is 2r. This distance is 2r. OC distance is 2r. ആ 2r ഡിസ്റ്റൻസിൽ എത്ര മാസുകളുണ്ട്? 6 മാസുകളുണ്ട്. How many masses are at 2r distance from O? 1, 2, 3, 4, 5, 6. That is plus 6 into mass, 6 into m, 6m into 6 into mass into distance square, d square. Okay, അല്ലെങ്കിൽ 6m, mass of center of mass. 6m ആണ്. 6mന്റെ 6 മാസുകളുടെ സെന്റർ ഓഫ് മാസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ 6m ആണ്. മാസ് ഓഫ് സെന്റർ ഓഫ് മാസ് ഇൻറ്റു ഡിസ്റ്റൻസ് സ്ക്വയർ. മാസ് ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് ഓൾ ദ 6 ബോഡീസ് at 2r distance from center into distance square. ആ ഡിസ്റ്റൻസ് 2r ആണ്, ഹോൾ സ്ക്വയർ. അത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? ഇവിടെ കിട്ടുക 6 × 4 24, 24 × 2 48, 48 plus 7 55. That is 55 mr² divided by 2. 55 mr²/2 is the right
ആൻസർ ഇഫ് ക്വസ്റ്റ്യൻ വാസ് അബൌട്ട് ഓ. പക്ഷെ ഓക്ക് അനുസരിച്ചല്ല ഈ ചോദ്യം കേട്ടോ, ഇതിന്റെ ആൻസർ അല്ല അത്. അപ്പോൾ ഓ ആണ് ചോദിച്ചതെങ്കിൽ 55 mr²/2 ആണ്. സി അത് ഓപ്ഷനിൽ ഉണ്ടേ, 55/2 മാർക്ക്. അത് മുമ്പ് ചോദിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അത് ഓപ്ഷനിൽ ഇട്ടത്. ഓക്കെ. എന്നാൽ രണ്ടാമത്തേത് ഞാൻ പറയാൻ പോവാണ്. മൊമെന്റ് ഓഫ് ഇനേഷ്യ എബൌട്ട് സി ആണ് ആക്സിസ് എങ്കിൽ, അപ്പോ ഓക്കെ അനുസരിച്ചുള്ളത് എഴുതാം. ഇനി വീണ്ടും പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യാം. ഓക്കെ അനുസരിച്ചുള്ളത് എത്രയാ? 55 mr²/2. 55 mr²/2 ആണ് ഓക്കെ അനുസരിച്ചുള്ളത്. Moment of inertia about axis passing through O. What is that? 55 mr²/2 plus. Okay, we need the point C. വീണ്ടും അപ്ലൈ ചെയ്യാം. എത്ര എണ്ണം ഉണ്ട് ആ പോയിന്റിൽ? എത്ര എണ്ണം ഉണ്ട്? Total number of discs. How many number of discs are there? There are 7 discs. So 7 into m into 2r whole square. That is 7 into 4, 48. 48 into 2, how much? 7 into 4, 28. 28 into 2, 56. 56 plus 55. 56 plus 55, 111. So 111 mr² divided by 2. That is not in options. So you may make a note of it. I see. Now the last one, third one, IP, and that is asked here. P is asked here. IP. What is IP? Again 55 mr²/2 plus. How many are there total in number at distance between O and P? Distance between O and P is how much? It is 3r plus 7 into m into 3r whole square. That is 7 into 9, 63. 63 into 2, 63 into 2, 126. 126 plus 55. 126 plus 55. How much? 126 plus 55. 181, right? So 181 divided by 2 mr². So 181 divided by 2 mr² is the right answer. So our answer is option D. By head, center of 7 discs are there. It's a very peculiar question and may be repeatedly asked. Okay. Center 55/2, 111/2, 181/2. Okay, right? Next one. Let me make this question also slightly bigger in size. Here, again about moment of inertia. From a circular disc of radius r and mass 9m, a small disc of radius r/3 is removed from the disc. Moment of inertia of the remaining disc about an axis perpendicular to the plane of the disc and passing through O is. Okay, moment of inertia of the remaining portion. Center of mass of remaining portion already we have done. So moment of inertia of remaining portion is what? So for that, let us find out the moment of inertia of the unremoved disc about the same axis O, same axis passing through O. It's JEE asked in 2005. So moment of inertia of that disc about an axis passing through O is what? Mass into mass. What is the mass? It's not m but 9m. So 9m into radius r square. It's a disc or sphere. Disc divided by 2. 9m r²/2. 9m r²/2 is the moment of inertia of the thin uniform disc about the center of mass perpendicular to the plane. Mass into r²/2. Mass is 9m, so 9m r²/2. Okay, minus. We have to find out the moment of inertia about the remaining portion. So original moment of inertia minus removed one. We have to subtract the removed one. What is the removed one? Removed one is also a disc, but its radius is r/3. As earlier, mass proportional to area. So mass proportional to radius square.
Original disk radius R. Removed disk radius R by 3. Radius 1/3. Area 1/9. Mass also 1/9. That's why the removed portion has a mass 9m divided by 9. 1/9 of the original mass. Original mass 9m. 9m by 9. 9 gets cancelled. You get m. So mass of the removed disk is m. Now what's the moment of inertia of the removed disk? That's m r square by 2. Mass into r square by 2. But it is not removed from the center. If it was removed from the center, it would have been m r square by 2. സെന്ററിൽ നിന്നായിരുന്നു മാറ്റിയിരുന്നത് എങ്കിൽ അതിനെ നിങ്ങൾ എം ആർ സ്ക്വയർ ബൈ 2 കൊടുക്കണമായിരുന്നു. ഒരറ്റത്തു നിന്നാണ് അല്ലെ, ഒരു സൈഡിൽ നിന്നാണ്. അപ്പൊ അവിടെ നിങ്ങൾ പാരലാക്സ് തിയറം അപ്ലൈ ചെയ്യണം. പ്ലസ് എം ഇൻടു ആ ഡിസ്റ്റൻസ് എത്രയാണ് നോക്കണം, ഡി സ്ക്വയർ. ആ ഡിസ്റ്റൻസ് 2r/3 ആയിരിക്കുമല്ലോ, കാരണം സെന്ററിൽ നിന്ന് അറ്റം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് r/3. അപ്പോൾ രണ്ട് സെന്ററുകൾ തമ്മിലുള്ള ദൂരം r minus r/3 2r/3 ആയിരിക്കും. സോ m ഇൻറ്റു 2r/3 ഹോൾ സ്ക്വയർ. ഇത്രയും വർക്ക് ചെയ്യണം. ദാറ്റ് ഈസ് 9 mr സ്ക്വയർ ബൈ 2 മൈനസ് ഓഫ് mr സ്ക്വയർ ബൈ 2 പ്ലസ് 4/9 mr സ്ക്വയർ. ദാറ്റ് ഈസ് 9 mr സ്ക്വയർ ബൈ 2 മൈനസ് LCM എടുക്കുമ്പോൾ 18 അല്ലേ, ഇവിടെ എത്ര കിട്ടുക 17 അല്ലേ, 9 × 2 9 പ്ലസ് 8 mr സ്ക്വയർ അല്ലേ. ഓക്കെ, ദാറ്റ് ഈസ് ഇവിടെ നമുക്കൊരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 81 mr സ്ക്വയർ ബൈ 18 minus 17 mr square by 18, that you will get some mistakes has happened in calculation. Anyway, 9 mr square by 2 minus mr square by 2 plus m into 2/3 r whole square. That's correct. mr square by 2 plus 4/9 mr square. 4/9 mr square. Okay. And that on calculating you're supposed to get answer A. You can check it out. The calculation part you can check it out. So moment of inertia of the remaining portion is 4 mr square is the correct answer. Okay, you can check the calculation part. Go through the next one. Question number 10. A flywheel is accelerated uniformly from rest, rotates through 5 radian in first second. Angle rotated by the wheel in the next second will be, here we can apply Galilean law of odd numbers. That law can be applied when the system starts from rest and moves with constant acceleration. It has a constant acceleration. So flywheel accelerated uniformly from rest. In first 1 second it's angle 5 radian. So next 1 second angle will be 3 times. So 15 radian. Correct answer should be option B. Otherwise you can try, that's a lengthy step, using rotational kinematic equations. Formula theta is equal to theta 0 plus omega 0 t plus half alpha t square. Theta 0 0 omega 0 0 starts from rest. That's why theta 5 radian half alpha t square. So alpha you will get 10 radian per second square. Then again next theta dash is equal to half alpha t square. In first 1 second angle 5 radian. In first 2 seconds angle is theta dash, and that is equal to 20 radian. Therefore, theta dash minus theta equal to 20 radian minus 5 radian, that is equal to 15 radian. So the correct answer is option B. But we can easily get into the answer by using Galilean law of odd numbers. Next one. See the next one.
a root 34 meter ladder weighing 10 kilogram leans on a frictionless wall. Its feet rest on the floor 3 meter away from the wall as shown in figure. FF and FW are the reaction forces on the floor and the wall. Ratio of FW and FF will be root 34 meter is the length. Root 34 meter is the length of root 34 meter is the length of the ladder mentioned. Okay, length of ladder is root 34 meter, and here is the ladder. This green colored one is the ladder, and its length is root 34 meter, and this side is 3 meter. Then mass 10 kg. Here the ladder comes in contact with the vertical wall. It is given there is no friction. As there is no friction, the resultant contact force will be normal to the wall. It is a normal contact, normal reaction. As there is no friction. As there is no friction, resultant contact force is the vector sum of friction as well as normal reaction. Here friction is missing, so normal reaction is to be perpendicular to the wall. And here normal force will be along this line. Here there should be friction, otherwise it cannot stay in equilibrium. For keeping it in equilibrium, friction is necessarily there, and that friction is towards right. Why? Because impending motion of the bottom end of the rod is towards left. The tendency of the rod to slide is towards left, so static friction prevents it. So static friction is to act towards right. So static friction is F, normal force N1. Let this normal force be N2. Let us give different names. The other important force that is acting is weight acting through the center of gravity. So weight mg, which is acting through the center of gravity. Center of gravity is this point C. Let this point be O. Okay, here the concept is that case of equilibrium, the rigid body, the ladder, is in both translational as well as rotational equilibrium. What is the condition for translational equilibrium? Sum total of all forces should be 0. For as per vector resolution methods, we used to simplify by taking vector sum of all horizontal forces to be 0, vector sum of all vertical forces to be 0, like that. Here, for that, all horizontal forces are to be summed up to 0, for which the horizontal forces acting on this ladder are only 2 in number. One is F towards right, other is N2 towards left. So that we can say F is equal to N2, equation number 1. Similarly, for vertical forces, N1 upward, Mg downward. N1 upward and Mg downward. So Mg equal to N1, F is equal to N2. Okay. Now, rotational equilibrium concept. Net torque 0. We need to choose some point about which we have to take torque. I am purposefully choosing point O as the turning point. So about O. Why should I choose O? Because two forces are acting through O. Then it is easy to calculate torque and write down condition for rotational equilibrium, because that forces are excluded. Because that forces do not bring about any torque about that point. Any force acting through the turning point does not bring about any torque. So F and N1 does not bring about a torque. So what forces will bring about torque about O? The forces which are acting away from O. Oil in the agalathil act in the force eda ഒന്ന് mg മറ്റൊന്ന് n2. അപ്പോൾ mgക്കും n2വിനും മാത്രമേ ഓയ്ക്ക് അനുസരിച്ച് ടോർക്ക് ഉള്ളൂ. ഓയ്ക്ക് അനുസരിച്ച് mg ഉണ്ടാക്കുന്ന ടോർക്ക് ക്ലോക്ക് വൈസ് സെൻസിലാണ് ഉള്ളത്. n2 ഉണ്ടാക്കുന്നത് ആന്റി ക്ലോക്ക് വൈസ് ആണ്. ഈ രണ്ട് ടോർക്കുകളെയും ഇക്വേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് mg ഇൻറ്റു എന്താണ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ടു ബി മെഷേർഡ് by dropping perpendicular from turning point onto the line of action of the force. Weight in the line of action like turning point il ninnu oru perpendicular drop cheyyam. എന്നിട്ട് ആ പെർപെൻഡിക്കുലറിന്റെ നീളം അളക്കുക. എത്രയായിരിക്കും ആ പെർപെൻഡിക്കുലറിന്റെ നീളം? O മുതൽ C വരെയുള്ള നീളം എന്താണ്? L/2 ആണ്.
ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ ഈ നീളം L/2 കോസ് തീറ്റ ആയിരിക്കും അല്ലേ? അപ്പോൾ mg ഇൻറ്റു L/2 കോസ് തീറ്റ ആണ് ഓക്ക് അനുസരിച്ച് ഉള്ള ഗ്രാവിറ്റേഷണൽ ടോർക്ക്. ഓക്ക് അനുസരിച്ചുള്ള ഗ്രാവിറ്റേഷണൽ ടോർക്കാണ് mg L/2 ഇൻറ്റു കോസ് തീറ്റ. ഓക്കെ, മനസ്സിലായല്ലോ? OC റൈറ്റ് ട്രയാങ്കിൾ L/2 ആണ്, അഡ്ജസൻറ്റ് സൈഡ് L/2 കോസ് തീറ്റയാണ്. അപ്പോൾ mg L/2 കോസ് തീറ്റയാണ് ആ ടോർക്ക്. ഇനി N2 ഉണ്ടാക്കുന്ന ടോർക്കിനോട് അത് ഇക്വേറ്റ് ചെയ്താൽ മതി. N2 ഉണ്ടാക്കുന്ന ടോർക്ക് എന്താ? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. N2വിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒന്ന് നോക്കൂ. N2വിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ, അതിലേക്ക് ടേണിംഗ് പോയിന്റിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്താൽ അതിൻ്റെ നീളമാണ് എടുക്കേണ്ടത്. ഇത് 90 ആയിരിക്കണം. ഈ നീളം, ആ നീളം എന്ന് പറഞ്ഞാൽ വോളിൻ്റെ ഹൈറ്റാണ് അല്ലേ? വോളിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? ഹൈറ്റ് ഓഫ് ദി വോൾ. ഇത് √34, ഇത് 3. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? √34 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ. √34 സ്ക്വയർ എന്ന് വെച്ചാൽ 34 ആണ്. 34 മൈനസ് 9. 34 34 നിന്ന് 5 പോയാൽ 34 നിന്ന് 9 പോയാൽ 25. 25ന് റൂട്ട് 5. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 5 മീറ്ററാണ്. ഇൻറ്റു 5 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ റിക്വയർഡ് റേഷ്യോ വേണം. FW എന്ന് പറഞ്ഞാൽ വോളിലത്തെ റിയാക്ഷനാണ്. വോളിലത്തെ റിയാക്ഷൻ N2 ആണല്ലോ. സോ ആൻസർ എന്താ വേണ്ടത്? റിക്വയർഡ് ആൻസർ വോളിലത്തെ റിയാക്ഷൻ. എന്താണ് വോളിലത്തെ റിയാക്ഷൻ? വോളിൽ ഫ്രിക്ഷൻ ഇല്ലല്ലോ. അപ്പോൾ വോളിലത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ N2 മാത്രമാണ് ഡിവൈഡഡ് ബൈ എന്താണ് ഈ FF എന്ന് പറഞ്ഞാൽ ഫ്ലോറിലത്തെ റിയാക്ഷൻ ആണ് അല്ലേ? റിയാക്ഷൻ ഫോഴ്സസ് ഓൺ ഫ്ലോർ ആൻഡ് വോൾ. ഫ്ലോറിലത്തെ റിയാക്ഷൻ ആണ് FF. ഫ്ലോറിലത്തെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ N1ൻ്റെയും Fൻ്റെയും റിസൾട്ടൻ്റ് ആണ്. ദാറ്റ് ഈസ് √N1 സ്ക്വയർ പ്ലസ് F സ്ക്വയർ ആണ് അല്ലേ? പക്ഷെ നമുക്കറിയാം F എന്ന് പറഞ്ഞാൽ N2 ആണ്. ദാറ്റ് ഇംപ്ലൈസ് N2 ഡിവൈഡഡ് ബൈ √N1 സ്ക്വയർ പ്ലസ് F(N2) ആണല്ലോ. N2 സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. ഇതാണ് ആൻസർ. ഇനി ഇതൊന്ന് കണ്ടുപിടിക്കാം. എന്താണ് N2? N2 എന്ന് പറഞ്ഞാൽ F ആണ്. അപ്പോൾ അത് ഇതിന്ന് കണ്ടുപിടിക്കാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. M എത്രയാണ്? M 10 kg. G എത്ര? 10. L എത്ര? √34/2. കോസ് തീറ്റ എത്രയായിരുന്നു? കോസ് തീറ്റ. ഈ ട്രയാങ്കിളിൽ കോസ് തീറ്റ എടുത്താൽ കോസ് തീറ്റ ഈക്വൽ ടു അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അഡ്ജസൻറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പട്ടന്യൂസ്. അഡ്ജസൻറ്റ് 3 ആണ്. സോ ഇവിടെ നമുക്ക് എഴുതാം 3/√34 ഈക്വൽ ടു N2 ഇൻറ്റു 5. √34 സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഇനി എങ്ങനെ ക്യാൻസൽ ചെയ്യാം? N2 ഈക്വൽ ടു 3 ഇൻറ്റു 10 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 5. അതിൽ ഒരു 10 ക്യാൻസൽ ആവും. അങ്ങനെ N2 30 എന്ന് കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് 30 ഡിവൈഡഡ് ബൈ √N1 എത്രയാണ്? N1 എന്ന് പറഞ്ഞാൽ mg ആണ്. അപ്പോൾ N1 mg കണ്ടുപിടിക്കാം. M എത്രയുണ്ട്? 10 ഇൻറ്റു 10 ദാറ്റ് ഈസ് 100. N1 100 ആണല്ലോ. അപ്പോൾ 100 സ്ക്വയർ പ്ലസ് 30 സ്ക്വയർ. ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഇംപ്ലൈസ് 30 ഡിവൈഡഡ് ബൈ സ്ക്വയർ √100ൻ്റെ സ്ക്വയർ 10,000. 10,000 പ്ലസ് 900 10,900 ശരിയല്ലേ? 10,900. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സീറോയും ഈ 2 സീറോയും കൂടി ക്യാൻസൽ ചെയ്ത് റൂട്ടിലായതുകൊണ്ട് അപ്പോൾ 3/√109. 3/√109 ഓപ്ഷൻ സി. സോ 11 ആൻസർ ക്യാറ്റ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ റൊട്ടേഷണൽ ഇക്വിലിബ്രിയം ആണ് കൺസെപ്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. എ തിൻ റോഡ് MN. A thin rod MN free to rotate in a vertical plane about fixed and N held horizontal. അപ്പോൾ എന്നിനനുസരിച്ച് ഈ റോഡിനെ ഫ്രീ എൻഡാണ് M, ഹൊറിസോണ്ടലായി വെച്ചിരിക്കുന്നു. വെൻ M is released, ആ എമ്മിനെ ഒന്ന് റിലീസ് ചെയ്തു. സ്പീഡ് ഓഫ് ഡിസെൻഡ് വെൻ ദ റോഡ് മേക്സ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ദ ഹൊറിസോണ്ടൽ വിൽ ബി പ്രൊപ്പോർഷണൽ ടു. ആ റോഡിനെ ഹൊറിസോണ്ടലായി വെച്ചിട്ട് അവിടെ നിന്ന് വിടുകയാണ്. വിടുമ്പോൾ അത് താഴേക്ക്
എൻ ഫിക്സഡ് ആയതുകൊണ്ട് ഫിക്സഡ് ആക്സിസ് റൊട്ടേഷന് വിധേയമാവുകയും താഴേക്ക് ആക്സലറേറ്റ് ചെയ്യുകയും ചെയ്യും. ആംഗുലർ ആക്സലറേഷൻ, റൊട്ടേഷൻ ഓൺലി പ്യുവർ റൊട്ടേഷനാണ്. ദെൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ആൽഫ പ്രൊപ്പോർഷണൽ ടു ആംഗുലർ ആക്സലറേഷൻ, ആക്സലറേഷൻ അല്ല, when rod makes an angle horizontal, when end m released the speed of this end. ഏത് എൻഡിൻ്റെ? ആ എൻഡിൻ്റെ സ്പീഡ്, എമ്മിൻ്റെ സ്പീഡ്, എം എന്ന് പറഞ്ഞാൽ എൻഡിൻ്റെ സ്പീഡാണ് വേണ്ടത്. അപ്പോൾ എപ്പോഴും അതിൻ്റെ സ്പീഡ്, വെലോസിറ്റി അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയായിരിക്കും ആ വെലോസിറ്റി ഉണ്ടാവുക. ആ വെലോസിറ്റി ആൽഫയുമായി എങ്ങനെ ബന്ധപ്പെടുന്നു? കോസ് ആൽഫയാണോ സൈൻ ആൽഫയാണോ റൂട്ട് കോസ് സൈൻ ആണോ? അതാണ് ഇവിടെ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റ്. എനർജി കൺസർവേഷൻ ആണ്. ലോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണലി ഈക്വൽ ടു ഗെയിൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ലോസ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഈക്വൽസ് ഗെയിൻഡ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. പ്യുവർ റൊട്ടേഷൻ, അപ്പോൾ ട്രാൻസ്ലേഷൻ ഇല്ല. സെന്റർ ഓഫ് മാസിന് ട്രാൻസ്ലേഷൻ ഇല്ല. ലോസ്റ്റ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? ഇതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് മാസ് ആണ്. ഡിസ്ട്രിബ്യൂട്ടഡ് മാസിനെ സംബന്ധിച്ച് സെന്റർ ഓഫ് ഗ്രാവിറ്റി പ്രിഫർ ചെയ്യണം. അപ്പോൾ സെന്റർ ഓഫ് ഗ്രാവിറ്റി ഇത് കറങ്ങുമ്പോൾ അത് എവിടെ എത്തിയിട്ടുണ്ടാവും? ഇങ്ങനെ കറങ്ങുകയാണ് ചെയ്യുക. ഈ ഓ സെന്റർ ആവുന്ന ഒരു ആർക്ക് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. സെന്റർ ഓഫ് ഗ്രാവിറ്റി ആദ്യം ജി ആണ്, ഇപ്പോൾ അത് ജി ഡാഷ് എന്ന് പറയുന്ന പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ജിയിൽ നിന്ന് ജി ഡാഷിലേക്കുള്ള വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ്? എച്ച് ആണ്. അപ്പോൾ എം ജി എച്ച് ആണ്. സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ ഫോൾ ആണ് എച്ച്. അപ്പോൾ എം ജി എച്ച് ആയിരിക്കും ലോസ്റ്റ് പൊട്ടൻഷ്യൽ എനർജി. എം ആണ് അതിന്റെ മാസ് എങ്കിൽ എം ജി എച്ച്. ആ എച്ച് എത്രയാണ്? ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ട്. ആ റൈറ്റ് ട്രയാങ്കിളിൽ ഇതാ ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ, ഈ നീളം L/2 ആണ് അല്ലേ? ഇതിന്റെ നീളം L ആണെങ്കിൽ ആ പകുതിയാണ് സെന്റർ ഓഫ് ഗ്രാവിറ്റി. യൂണിഫോം റോഡാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തിൻ റോഡ് യൂണിഫോം L/2 ആണ്. അപ്പോൾ ഈ ഹൈറ്റ്, ഈ ആംഗിൾ ആൽഫ ആണെങ്കിൽ എന്തായിരിക്കും? എച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇത് L/2 അല്ലേ? അപ്പോൾ ഇതും L/2 തന്നെയാണ്. ഇതും L/2 തന്നെയാണ്. ഇത് L/2 ആണെങ്കിൽ ഇതും L/2 ആണ്. ദിസ് ടു L/2, രണ്ടും L/2 ആണ്. അപ്പോൾ L/2 സൈൻ ആൽഫ ആയിരിക്കും അല്ലേ? എച്ച് ഇസ് ഈക്വൽ ടു L/2. എച്ചിനെ L/2 സൈൻ ആൽഫ എന്ന് വിളിക്കാം. L/2 സൈൻ ആൽഫ. അപ്പോൾ എം ജി L/2 സൈൻ ആൽഫയാണ് റൊട്ടേഷണൽ എനർജി, ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ഒന്നുകൂടി, എം ജി L/2 സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു ഹാഫ് ഐ എത്രയാണ്? എം എൽ സ്ക്വയർ ബൈ 3. തിൻ റോഡ് ഒരു എൻഡിനനുസരിച്ച് കറങ്ങുകയാണ്. എൽ ലെങ്തുള്ള റോഡ് ഒരു എൻഡിനനുസരിച്ച് കറങ്ങുമ്പോൾ എം എൽ സ്ക്വയർ ബൈ 3 ആണ്. ഇൻടു ഒമേഗ സ്ക്വയർ. അതിൽ എമ്മിനെ ക്യാൻസൽ ചെയ്യാം, ഒരു എല്ല് ക്യാൻസൽ ചെയ്യാം, 2 ക്യാൻസലായി. അങ്ങനെ ഒമേഗ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 3g സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ എൽ അല്ലേ? ഒമേഗ കിട്ടി. ഇതിങ്ങനെ കറങ്ങി വീണോണ്ടിരിക്കുമ്പോൾ ഒമേഗ കൂടുകയാണ് ചെയ്യുക. ഒമേഗ കൂടും, സ്പീഡും കൂടും ഓരോ പോയിന്റുകളുടെയും. പക്ഷേ ഒരു ഗിവൺ ആംഗിളിൽ, ആൽഫ എന്ന ഒരു ഫിക്സഡ് ആംഗിളിൽ അത് എത്തി നിൽക്കുമ്പോൾ ആ റോഡിലുള്ള എല്ലാ പോയിന്റുകളുടെയും ഒമേഗ സെയിം ആയിരിക്കും. എന്നാൽ സ്പീഡ് ഡിഫറൻ്റ് ആയിരിക്കും. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ കേട്ടു നോക്കാം. അതുകൊണ്ട് ഈ ഒമേഗ ഇപ്പോൾ ഈ ആൽഫ ആംഗിളിൽ എത്തുമ്പോൾ ജി ഡാഷിൻ്റെയും ഈ ടിപ്പായ എമ്മിൻ്റെയും ഒക്കെ ഒമേഗ സെയിം ആയിരിക്കും, പക്ഷെ സ്പീഡ് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ സ്പീഡ് ഓഫ് ടിപ്പ് എം ഈസ് ഈക്വൽ ടു ആർ ഒമേഗ യൂസ് ചെയ്യാം, എൽ ഇൻറ്റു ഒമേഗ യൂസ് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് എൽ ഇൻറ്റു ഒമേഗ. എൽ അല്ലേ ടോട്ടൽ ലെങ്ത്, ഓയിൽ നിന്ന് എമ്മിലേക്കുള്ള ദൂരം എൽ ഒമേഗ. എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് റൂട്ട് ഓഫ് 3gl സൈൻ ആൽഫ. സോ വി പ്രൊപ്പോർഷണൽ ടു വി എം പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് സൈൻ ആൽഫ. റൂട്ട് സൈൻ ആൽഫ ഓപ്ഷൻ ഡി ആണ്. എന്നാൽ കുറച്ചുകൂടെ കൃത്യമായി ചിലപ്പോൾ ചോദിക്കാം, വി ജി ഡാഷ് എന്താണ്? വി ജി സെന്റർ ഓഫ് ഗ്രാവിറ്റിയുടെ വെലോസിറ്റി എന്താണ്? അത് നിങ്ങൾ ചെയ്യുമ്പോൾ L/2 ഇൻറ്റു ഒമേഗ എന്ന് എഴുതണം. അതായത് എമ്മിന്റെ വെലോസിറ്റിയുടെ പകുതി വെലോസിറ്റി ആയിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി ഉണ്ടാവുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. അതും ഇത്തിരി സൈസ് പ്രശ്നമുണ്ടൊന്ന് വലുതാക്കാം. Homogeneous solid cylindrical roller of radius r, mass m, pulled on cricket pitch by horizontal forces, assuming rolling without slipping, angular acceleration of the cylinder. ഒരു സിലിണ്ടറിനെ എടുക്കാം. സിലിണ്ടറിനെ വരച്ചിട്ടുണ്ട്. ക്രിക്കറ്റ്
പിച്ച് റോളറാണ്. പിച്ച് റോളർ പിടിച്ച് വലിക്കുക. ഹൊറിസോണ്ടലാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എൻ്റെ ആക്സിലിൽ കൂടിയാണ് വലിക്കുക. ഇതാണ് എഫ്. റേഡിയസ് ആവട്ടെ ആർ, മാസ് എം ആണ്. റേഡിയസ് ആർ, മാസ് എം, ഹോമോജിനസ് ആണ്, ആർ എം. അസ്യൂമിങ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, പ്യുവർ റോളിംഗ് ആണ്. പ്യുവർ റോളിംഗിന്റെ കണ്ടീഷൻ വി ഈക്വൽ ടു ആർ ഒമേഗ, എ ഈക്വൽ ടു ആർ ആൽഫ, എസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഓഫ് സെന്റർ ഓഫ് മാസ്, എസ് ഇസ് ഈക്വൽ ടു 2πr ആണ്. ഒരു തവണ കറങ്ങുന്ന സമയം കൊണ്ട് സെന്റർ ഓഫ് മാസിന് ഉണ്ടാകുന്ന ട്രാൻസ്ലേഷൻ 2πrൻ്റെതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗുലർ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ, ഇവിടെ ആ ആൻസർ ആൽഫ എഫിന്റെ ടേംസിലാണ്, ക്യാപിറ്റൽ എഫിന്റെ ടേംസിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്നറിയാമോ, ഇതിന്റെ ബോട്ടത്തിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. താഴെ ഫ്രിക്ഷൻ ആക്ട് ചെയ്യാം, ഉണ്ടാവാം. ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അത് ഈ പോയിന്റിലാണ് ആക്ട് ചെയ്യുക. മുമ്പിലേക്കോ പിന്നിലേക്കോ ആയിരിക്കാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. ഓക്കെ, ഫ്രിക്ഷൻ ഇനാക്റ്റീവ് ആയിരിക്കാം. അപ്പോൾ അതൊന്നും ഇവിടെ ഇപ്പോൾ ഒരു മാറ്റർ അല്ല, നമുക്ക് ആംഗുലർ ആക്സലറേഷൻ കാണാൻ. അപ്പോൾ ബോട്ടം മോസ്റ്റ് പോയിന്റ് ആണ് ഒ. ഓക്ക് അനുസരിച്ച് ഈ സി സെന്ററിൽ കൂടി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എക്സർട്ട് ചെയ്യുന്ന ടോർക്ക് എന്താണെന്ന് നോക്കാം. ആർ എഫ് ആണ്. ടോർക്ക് ആർ ക്രോസ് എഫ് ആണല്ലോ. ഫോഴ്സ് എഫ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ ആണ്. അപ്പോൾ ആർ എഫ് ആണ് അപ്ലൈഡ് ഫോഴ്സ് ഈ സിലിണ്ടറിൽ ഉണ്ടാക്കുന്ന ടോർക്ക്. ആ ടോർക്കിന് നെറ്റ് ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. ന്യൂട്ടൺസ് ലോ, സെക്കൻഡ് ലോ. നെറ്റ് ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ, എഫ് ഈക്വൽ ടു എം എയുടെ റൊട്ടേഷണൽ വെർഷൻ. നെറ്റ് ടോർക്ക്, അൺബാലൻസ് ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ. സോ ആൽഫ ഈക്വൽ ടു ആർ എഫ് ഡിവൈഡഡ് ബൈ ഐ, ദാറ്റ് ഈസ് ആർ എഫ് ബൈ ഐ. എന്താണ്? ഇതൊരു സിലിണ്ടർ ആണ്. ഹോളോ ആണോ സോളിഡ് ആണോ? സോളിഡ്. പിച്ച് റോളർ സോളിഡ് ആയിരിക്കും. സോളിഡ് സിലിണ്ടർ ആണ്. സോളിഡ് സിലിണ്ടറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ വേണം, പക്ഷേ എബൌട്ട് ആക്സിസ് ഓ ആണ്. ഓക്കെ അനുസരിച്ചാണ് വേണ്ടത്. ഓക്കെ അനുസരിച്ച് മൊമെന്റ് ഓഫ് ഇനേഷ്യ ഐ ഒ ഈ ചിത്രത്തിൽ 3/2 mr² ആണ്. സെന്റർ ഓഫ് മാസിനനുസരിച്ചായിരുന്നെങ്കിൽ, ഐ സെന്റർ ഓഫ് മാസ് ആയിരുന്നെങ്കിൽ അത് mr²/2 ആയിരുന്നേനെ. പക്ഷെ നമുക്ക് ഐ ഒ ആണ് പ്രിഫർ ചെയ്യേണ്ടത്. ഐ ഒ എന്താണ്? 3/2 mr². ഒരു 6 കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ആൽഫ 2f/3mr. 2f/3mr. ഓപ്ഷൻ സി ഇസ് ദി റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ 14ാമതാണ്. The mass m is supported by massless string wound around uniform hollow cylinder of mass m, radius r. String does not slip on the cylinder. With what acceleration will mass fall on release? എത്ര ആക്സലറേഷനിലായിരിക്കും ആ മാസ് റിലീസ് ചെയ്താൽ താഴേക്ക് വീഴുക? ഓക്കെ, അതിന് ആദ്യം ഞാൻ അതിനൊരു ഷോർട്ട് കട്ട് ഉണ്ട് എന്ന് ആദ്യമേ പറയട്ടെ. ആ ഷോർട്ട് കട്ട് ഡയറക്റ്റ് അപ്ലൈ ചെയ്താൽ വളരെ പെട്ടെന്ന് കുട്ടികൾ ആൻസർ കണ്ടുപിടിക്കാറുണ്ട്. A equal to G divided by 1 plus I divided by m r². സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. G by 1 plus I. ഇതെന്താണ് ഷേപ്പ്? ഹോളോ സിലിണ്ടർ. ഹോളോ സിലിണ്ടർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് റിംഗ് ഫോർ സെയിം ആക്സിസ്. അതിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ എന്താണ്? mr² ആണ്. ഈ റിങ്ങിനും പാർട്ടിക്കിളിനും ഒരേ മാസാണ്. റിങ്ങിനും ഫോളിംഗ് ബോഡിക്കും ഒരേ മാസാണ്. അപ്പോൾ I mr² എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ mr². അപ്പോൾ ഇത് mr² കട്ടായി പോയിട്ട് 1 വരും. ദാറ്റ് ഇംപ്ലൈസ് G/2. G/2 ആയിരിക്കും കറക്റ്റ് ആൻസർ. അഡ്വാൻസ് 2014 ആണ്. എന്നാൽ ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ വളരെ പെട്ടെന്ന് പറയാം. ഈ മാസിന്റെ ഫോളിംഗ് ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രത്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുകൾ ഒന്ന് mg താഴോട്ടും മറ്റൊന്ന് t മുകളിലേക്കുമാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി പഠിക്കുക. mg - t ഈസ് ഈക്വൽ ടു ma എന്ന് എഴുതാം. mg - t ഈക്വൽ ടു ma എന്ന് എഴുതാം. ഇനി ഇതാണ് ട്രാൻസ്ലേഷന്റെ ഡൈനാമിക്സ്. ഇനി റൊട്ടേഷണൽ ഡൈനാമിക്സിൽ നിന്ന് നെറ്റ് ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫ എന്ന് എഴുതാം. ഇവിടെ ഈ സെന്ററിനനുസരിച്ച്, സെന്റർ ഓക്കെ അനുസരിച്ച് ടോർക്ക് കെടുക്കുന്ന ഒരു ഫോഴ്സേ ഉള്ളൂ, അത് ടെൻഷനാണ്. അപ്പോൾ ആ ടോർക്ക് R/T ആണ്. R/T ഈസ് ഈക്വൽ ടു ഐ ആൽഫ ആണ്. നോ സ്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രിങ് ഡസ് നോട്ട് സ്ലിപ്പ് ആയതുകൊണ്ട് A ഈക്വൽ ടു ആർ ആൽഫ യൂസ് ചെയ്യാം. സോ ആൽഫ ക്യാൻ ബി റിട്ടൺ ആസ് A/R. ആൽഫ A/R ആണ്. ഓക്കെ, ദാറ്റ് ഈസ് T ഈക്വൽ ടു IA ഡിവൈഡഡ് ബൈ R². ദാറ്റ് ഈസ് mg - IA/R² ഈക്വൽ ടു ma. അതിൽ നിന്ന് A ഈക്വൽ ടു എന്ന് എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ഇത് കിട്ടുക. അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഫോമുലയാണ് ഏതായാലും ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 15ാമത്തെ ചോദ്യമാണ്. സ്ഫിയർ ഈസ് റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്. പ്യുവർ റോളിംഗ് ആണ്. ചിത്രത്തിലുണ്ട്. A is the point of contact, B is the center of the sphere, C is the topmost point. Then which of the following comes true? 2009 JEE question ആണ്.
അതിൽ ആ ചിത്രം ഞാൻ ഒന്നുകൂടി വലുതായി വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഗ്രൗണ്ട്, റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗ്, ഇതാണ് സെന്റർ ഓഫ് മാസ്, ടോപ്പ് മോസ്റ്റ് പോയിന്റ്, ബോട്ടം മോസ്റ്റ് പോയിന്റ്. റോളിംഗ് വിത്തൗട്ട് സ്ലിപ്പിംഗിൽ നമുക്കറിയാം സെന്റർ ഓഫ് മാസിന്റെ വെലോസിറ്റി ആണ് VC ഈക്വൽ ടു R ഒമേഗ എന്ന് പറയുന്നത്. അതേ വെലോസിറ്റിയിൽ തന്നെ എല്ലാ പോയിന്റുകളും പോകുന്നുണ്ട്. ഒപ്പം ടോപ്പ് മോസ്റ്റ് പോയിന്റിന് അത്ര തന്നെ ടാൻജൻഷ്യൽ വെലോസിറ്റി കൂടി ഉള്ളത് കൊണ്ട് അത് 2VC ആയിരിക്കും. 2VC അതായത് 2R ഒമേഗ ആയിരിക്കും, VC പ്ലസ് VC. എന്നാൽ ബോട്ടം മോസ്റ്റ് പോയിന്റിന്റെ വെലോസിറ്റി 0 ആയിരിക്കും. കാരണം അവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി R ഒമേഗ ലെഫ്റ്റിലേക്കാണ്, ട്രാൻസ്ലേഷൻ കൊണ്ടുള്ളത് R ഒമേഗ റൈറ്റിലേക്കാണ്. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 വരും. ഓക്കെ, അപ്പോ ഇനി ഇത് ആൻസർ ചെയ്യാനുള്ള മതിയാവും VC മൈനസ് VA. അപ്പോൾ അടിയിലത്തെ പോയിന്റ് O അല്ല A ആണ്. ഇത് സെന്റർ B ആണ്, ടോപ്പാണ് C. VC മൈനസ് VA, VC മൈനസ് VA ഈക്വൽ ടു VC മൈനസ് VA എത്രയാ? VC മൈനസ് VA 2R ഒമേഗ മൈനസ് 0, 2R ഒമേഗയാണ്, ഈക്വൽ ടു 2 ടൈംസ് VB മൈനസ് VC. VB മൈനസ് VC എന്ന് പറഞ്ഞാൽ എന്താ? ഇത് 2R ഒമേഗയാണ് കേട്ടോ, 2R ഒമേഗ ടുവേർഡ്സ് റൈറ്റ്. ഇനി VB മൈനസ് VC എന്താണെന്ന് എഴുതാം. VB മൈനസ് VC എന്താ? R ഒമേഗ മൈനസ് 2R ഒമേഗ അല്ലേ? അത് മൈനസ് R ഒമേഗയാണ്. സോ ദേ ആർ നോട്ട് ഈക്വൽ. സോ A ഇൻകറക്റ്റ്. 2 ടൈംസ് ആണെങ്കിലും ന്യൂമറിക്കലി സെയിം ആണ്. പക്ഷെ ഇത് VC മൈനസ് VB എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിരുന്നു. പക്ഷെ ന്യൂമറിക്കലി അത് സെയിം ആണ്. അതുകൊണ്ട് VC മൈനസ് VA ഈക്വൽ ടു 2 ടൈംസ് മോഡുലസ് ഓഫ് VB മൈനസ് VC ശരിയാണ്. C കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇതില് VC ഒന്നുകൂടെ ചെക്ക് ചെയ്യുക, ബാക്കിയുള്ളതും കൂടി എന്തുകൊണ്ടല്ലെന്ന് നോക്കാം. VC മൈനസ് VB, VC മൈനസ് VB എന്താണ്? 2R ഒമേഗ മൈനസ് R ഒമേഗ, ദാറ്റ് ഈസ് R ഒമേഗ. VB മൈനസ് VA എന്താണ്? VB മൈനസ് VA R ഒമേഗ മൈനസ് 0, R ഒമേഗ. അപ്പൊ അതും ശരിയാ, ബിയും ശരിയാണ്. ശരി, രണ്ട് ശരിയുണ്ട്. ശരിക്കും ഇതൊരു JEE അഡ്വാൻസ് ക്വസ്റ്റ്യൻ ആയിരിക്കും. പ്രാക്ടീസിന് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ അഡ്വാൻസിന് ഉണ്ടല്ലോ. മെയിൻസിന് ഇങ്ങനത്തെ ഓപ്ഷൻസ് ഇല്ല, ഒരെണ്ണം മാത്രമേ ഉണ്ടാവൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ശരി വരുള്ളൂ. അടുത്തത് തെറ്റിച്ചിടുമോ ഓപ്ഷൻ. ഓക്കെ, അടുത്തത് VC മൈനസ് VA. VC മൈനസ് VA എന്ന് പറഞ്ഞാൽ എന്താ? VC മൈനസ് VA 2R ഒമേഗ മൈനസ് 0, 2R ഒമേഗയാണ്. 4 ടൈംസ് VB ആണോ? VB R ഒമേഗ അല്ലേ? അപ്പൊ 4 ടൈംസ് VB എന്ന് വെച്ചാൽ 4R ഒമേഗ. 2R ഒമേഗ ഈക്വൽ ടു 4R ഒമേഗ തെറ്റാ. അപ്പൊ ഡിയും തെറ്റാണ്. അപ്പൊ കറക്റ്റ് ആൻസേഴ്സ് രണ്ടെണ്ണം ഉണ്ട്, C ആൻഡ് B. അടുത്ത ക്വസ്റ്റ്യൻ 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അതിനും സൈസ് ഇത്തിരി കൂട്ടാം. Question നോക്കുക. A solid sphere mass 2 kg. You are rolling horizontal surface with kinetic energy 2240 joule. Velocity of center of mass of sphere will be. Rolling body has total kinetic energy, which is the sum of translational as well as rotational kinetic energies. And total kinetic energy is the sum of rotational and translational kinetic energies. That is half I omega square plus half m v square. ഇതിനെ ക്ലബ് ചെയ്തിട്ട് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. half m v square into 1 plus k square by r square. That is C equal to half m v square into 1 plus beta. ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജിക്ക് ഉപയോഗിക്കാവുന്ന ഷോർട്ട് കട്ട്. That is half into m2 into v square into 1 plus beta. ഏതാണ്? സോളിഡ് സ്ഫിയർ. സോളിഡ് സ്ഫിയറിന്റെ ബീറ്റ 2/5 ആണ്. ബീറ്റ സോളിഡ് സ്ഫിയറിന്റെ ബീറ്റ. വാട്ട് ഈസ് ദ മൊമെന്റ് ഓഫ് ഇനേഷ്യ ഓഫ് സോളിഡ് സ്ഫിയർ? 2/5 mr square while rolling. ആ 2/5 ആണ് കോഎഫിഷ്യന്റ്, അതാണ് ബീറ്റ. 1 plus 2/5 equal to half mv square into 1 plus 2/5 equal to 2240. That is ഈ 2 cancel ആയി. v square equal to 2240
into 5 divided by 7 and v square equal to how much? ഇത് വർക്കൗട്ട് ചെയ്ത് എത്ര കിട്ടുക? 5 × 4 20 2 2 10 2 12 11 divided by 7 എത്ര വരിക? 5 × 4 ശരിയല്ലേ? 20 2 12 11 ശരി. v square 11 200 by 7 v equal to square root of 11200 divided by 7 will get 1 സ്ക്വയർ റൂട്ടിനകത്ത് 6 അല്ലേ? So you will get 40. 1600 and you will get 40 meter per second. So correct answer should be 40 meter per second. Next one. Two identical particles each mass m go around circle of radius A under action of mutual gravitational attraction. So we have come to the chapter gravitation. Okay, rotational dynamics and gravitation ചേർത്താണ് gravitation കൂടി വന്നു. The angular speed of each particle. അപ്പോൾ രണ്ട് പാർട്ടിക്കിൾസ് ഐഡന്റിക്കൽ ആണ്. അവർക്ക് തമ്മിലുള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ കൊണ്ട് രണ്ടും കൂടി ഗോ അറൗണ്ട് എ സർക്കിൾ ഓഫ് റേഡിയസ് എ. ആംഗുലർ സ്പീഡ് എന്താ? അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഒരു സർക്കിൾ വരച്ചിടേ. സർക്കിൾ വരയ്ക്കും. ആ സർക്കിളിൻ്റെ രണ്ട് ഡയമെട്രിക്കൽ എൻസിൽ ആ മാസുകൾ ഇരുന്നാൽ മാത്രമേ മ്യൂച്വൽ അട്രാക്ഷൻ കൊണ്ട് ഇവർക്ക് പരസ്പരം കറങ്ങാൻ കഴിയൂ. മ്യൂച്വൽ അട്രാക്ഷൻ കൊണ്ട് പരസ്പരം കറങ്ങണമെങ്കിൽ ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ആയിരിക്കണം സെൻട്രിപെറ്റൽ ഫോഴ്സ്. ഒരാളിൽ കിട്ടുന്ന സെൻട്രിപെറ്റൽ ഫോഴ്സ് ഇവർ തമ്മിലുള്ള അട്രാക്ഷൻ ആയിരിക്കണം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ആ സർക്കിളിന്റെ ഡയമെട്രിക്കൽ എൻഡുകളിലായിരിക്കണം ഈ രണ്ട് മാസുകൾ ഉണ്ടായിരിക്കേണ്ടത്. രണ്ട് മാസുകളും ഐഡന്റിക്കൽ ആണെങ്കിൽ രണ്ടുപേരും കൂടി ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു കോൺസെൻട്രിക് സർക്കിൾ ആയിരിക്കും. രണ്ടുപേരും ഒരു സർക്കുലർ പാത്തിൽ കൂടി മൂവ് ചെയ്യും, ഒരേ റേഡിയസ് ഉള്ള ഒരേ സെന്റർ ഉള്ള. എന്നാൽ മാസുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ രണ്ടുപേരുടെയും സർക്കിളുകളുടെ സെന്ററുകൾ സെയിം ആയിരിക്കും, പക്ഷെ റേഡിയസുകൾ ഡിഫറൻ്റ് ആയിരിക്കും. വലിയ മാസ് ചെറിയ റേഡിയസും ചെറിയ മാസ് വലിയ റേഡിയസും ഡിസ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോഴും ഡയമെട്രിക്കൽ എൻസിലായിരിക്കും രണ്ടുപേരുടെയും റിലേറ്റീവ് പൊസിഷൻ. ഓക്കെ, ഈ കൺസെപ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് മെയിൻസ് പരീക്ഷകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് വി ആണെങ്കിൽ ഇതിൻ്റെ സ്പീഡും വി തന്നെ ആയിരിക്കും. സ്പീഡ് സെയിം ആയിരിക്കും. മാസ് സെയിം ആണെങ്കിൽ, മാസ് ഡിഫറൻ്റ് ആണെങ്കിൽ സ്പീഡ് ഡിഫറൻ്റ് ആയിരിക്കും. മാസ് സെയിം ആണെങ്കിൽ സ്പീഡും റേഡിയസും സെയിം ആയിരിക്കും. മാസ് ഡിഫറൻ്റ് ആണെങ്കിൽ സ്പീഡും റേഡിയസും ഡിഫറൻ്റ് ആയിരിക്കും. ഇതിൻ്റെ സെൻറ്റർ കോൺസെൻട്രിക് സെൻറ്റർ ആണ്, റേഡിയസ് എ ആണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു മാസിലുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്താണ്? എം ഒമേഗ സ്ക്വയർ ടൈംസ് റേഡിയസ്. എം ഒമേഗ സ്ക്വയർ എ ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആണ്. അതുകൊണ്ടാണ് ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ന്യൂട്ടൺസ് ലോ, ജി എം സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ. അവിടെ വേണ്ടത് സെൻട്രൽ ഫോഴ്സ് ആണ്. മാസുകളുടെ സെന്റേഴ്സ് ഓഫ് ഗ്രാവിറ്റീസിന് ഇടയ്ക്കുള്ള ദൂരമാണ്. അത് എ പ്ലസ് എ 2a ആണ്, എ അല്ല. അപ്പോൾ 2a ഹോൾ സ്ക്വയർ എടുക്കണം. അപ്പോൾ അതിൽ ഒരു എം ക്യാൻസൽ ചെയ്യാം. സോ ഒമേഗ ഈക്വൽ ടു എന്താണ് കിട്ടുക? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു ജി എം ഡിവൈഡഡ് ബൈ 4a ക്യൂബ്. ജി എം ബൈ 4a ക്യൂബ് ആണ്. ഒമേഗ എന്തായിരിക്കും ഇപ്പോൾ? റൂട്ട് ഓഫ് ജി എം ബൈ 4a ക്യൂബ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കൂ, അടുത്ത ക്വസ്റ്റ്യൻ 18ാമത്തെ. 2 stars m and 2m distance d between them rotate about their common center of mass in free space period of revolution. ഇതേപോലെ തന്നെ കഴിഞ്ഞ ചോദ്യം പോലത്തെ തന്നെ ചോദ്യമാണ്, പക്ഷെ മാസുകൾ ഡിഫറൻ്റ് ആണെങ്കിൽ എങ്ങനെയാണ് എന്ന് നോക്കാം. മാസുകൾ ഡിഫറൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ മാസുകൾ ഡിഫറൻ്റ് ആണ്, പക്ഷേ എന്താണ്? സർക്കിൾ കോൺസെൻട്രിക് ആണ്. രണ്ട് സർക്കിൾസ് കോൺസെൻട്രിക്കും ആണ്. അപ്പോൾ ഇങ്ങനെയായിരിക്കും ഇവർ കറങ്ങുക. ഇതാണ് കോമൺ ഡയമീറ്റർ. അതിൽ
മാസ് കൂടുതലുള്ളത് ചെറിയ റേഡിയസിലും മാസ് കൂടുതലുള്ളത് ചെറിയ റേഡിയസിൽ കറങ്ങും. മാസ് കൂടുതലുള്ളത് ചെറിയ റേഡിയസിൽ കറങ്ങും. മാസ് കുറവുള്ളത് വലിയ റേഡിയസിലും കറങ്ങും. ഇതിൽ സ്മോൾ എം ആണ് ചെറുത്. ഇതാണ് സ്മോൾ എം അല്ലേ? ഇതാണ് 2m. ഇതാണ് സർക്കിളിന്റെ സെന്റർ. സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് എപ്പോഴും സെന്റർ ഓഫ് ഗ്രാവിറ്റി, സെന്റർ ഓഫ് മാസ് ഒക്കെ ഹെവി ആയിട്ടുള്ള പാർട്ടിലേക്കായിരിക്കും. അപ്പോൾ ആ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി ആയിരിക്കും ഈ രണ്ട് സർക്കിളുകളുടെയും കോമൺ സെന്റർ. അപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞിരിക്കുന്നത് d ആണ്. ആ ടോട്ടൽ ഡിസ്റ്റൻസ് d യെ 1:2 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഈ ഡിസ്റ്റൻസ് d/3 ഉം റിമൈനിങ് ഡിസ്റ്റൻസ് 2d/3 ആയിരിക്കും. O ആണ് സർക്കിളിന്റെ സെന്റർ. ഓക്കെ, അപ്പോൾ ഇവർക്കിടയിൽ കറങ്ങുമ്പോൾ ഉള്ള ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ എന്താണ്? ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ G × 2m × m ഡിവൈഡഡ് ബൈ d² ആണ്. G m1 m2 by r² ആണ്. G × 2m × m ഡിവൈഡഡ് ബൈ d². ഈ ഗ്രാവിറ്റേഷണൽ അട്രാക്ഷൻ ആയിരിക്കും ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന്റെ സെന്റിപെറ്റൽ ഫോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൽ ഈ m മാസ് ഉള്ളതിന്റെ സെന്റിപെറ്റൽ ഫോഴ്സ് എന്താണ്? mv²/r. m × ഒമേഗ പീരീഡ് ആണ് വേണ്ടത്. അപ്പോൾ ഒമേഗ എഴുതാം. ഒമേഗ² × r. r എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന്റെ റേഡിയസ് 2d/3 ആണ്. അതിന്റെ റേഡിയസ് 2d/3 ആണ്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് ഇതിൽ നിന്ന് ഒമേഗ² കണ്ടുപിടിക്കാം. ഒരു m കട്ട് ചെയ്ത് കളയാം. ഇവിടുന്ന് ഒരു 2 കട്ട് ചെയ്ത് പോയി അല്ലേ? സോ ഒമേഗ² = 3gm. ഒമേഗ² = 3gm ഡിവൈഡഡ് ബൈ എന്താണ്? d³. 3gm/d³. സോ ഒമേഗ = √3gm ഡിവൈഡഡ് ബൈ d³. നമുക്ക് വേണ്ടത് പീരിയോഡിക് ടൈം ആണ്. 2π/ω. ദാറ്റ് ഈസ് 2π × √d³ ഡിവൈഡഡ് ബൈ 3gm. 2π √d³/3gm. 2π √d³/3gm. ഓപ്ഷൻ ബി ആയിരിക്കും റൈറ്റ് ചോയ്സ്. ഓക്കെ, അതിൽ ഓപ്ഷൻസ് തെറ്റിച്ചിടാൻ വേണ്ടി നമുക്ക് 1/2π √d³/3gm എല്ലാം ഉണ്ട്. കറക്റ്റ് ആൻസർ ഇല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. അടുത്ത ക്വസ്റ്റ്യൻ 19ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. സോളിഡ് സ്ഫിയർ മാസ് m, radius a, surrounded by a uniform concentric spherical shell of thickness 2a and mass 2m. Gravitational field at distance 3a from the center. Solid sphere mass m, radius a. Solid sphere. ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട്. അതിൻ്റെ റേഡിയസ് a ആണ്, മാസ് m ആണ്. Surrounded by a uniform concentric spherical shell of thickness 2a and mass 2m. തിക്നെസ് 2a. അപ്പോൾ അതെങ്ങനെയാ വരിക? അതിന് മുകളിൽ ഇതാ കോൺസെൻട്രിക് ആണ്, തിക്നെസ് 2a. ഇത് a ആണ്, ബാക്കി വരുന്നത് 2a ആയിരിക്കും. സറൗണ്ടഡ് ബൈ എ യൂണിഫോം കോൺസെൻട്രിക് സ്ഫെറിക്കൽ ഷെൽ ഓഫ് തിക്നെസ് 2a ആൻഡ് മാസ് 2m. ഇതിന്റെ മാസ് മാത്രം m ആണ്, ഇതിന്റെ മാസ് മാത്രം 2m ആണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് 3a. ഫീൽഡ് അറ്റ് ഡിസ്റ്റൻസ് 3a. ഇതാണ് പോയിന്റ്. ആ ഡിസ്റ്റൻസ് ആണ് 3a ഫ്രം ദി സെന്റർ. ഓക്കെ, ഇത് യൂണിഫോം സ്ഫിയറുകളാണ്. യൂണിഫോം ഡെൻസിറ്റി ആയതുകൊണ്ട് ഈ മാസുകളെല്ലാം ആ സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്തതുപോലെ നമുക്ക് പരിഗണിക്കാം. അങ്ങനെ ഇത് എളുപ്പത്തിൽ സോൾവ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ മാസ് 2m, ഇതിന്റെ മാസ് m. അപ്പോൾ 2m + m 3m ആണ് സെന്ററിലത്തെ മാസ്. ഈ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ മാസ് 3m ആണ്. അപ്പോൾ സെന്റർ ഓഫ് മാസിൽ ഒരു പാർട്ടിക്കിൾ ഇരിക്കുന്നത് പോലെ പാർട്ടിക്കിളിന്റെ ഇന്റൻസിറ്റി എഴുതിയാൽ മതി. സോ ഗ്രാവിറ്റേഷണൽ ഇന്റൻസിറ്റി ഈക്വൽ ടു ഫോർമുല G × മാസ്. മാസ് m അല്ല 3m ആണ്, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് സ്ക്വയർ 9a² ആണ്. 3a². 3a ആണ് ഡിസ്റ്റൻസ്, ഇന്റൻസിറ്റി സ്ക്വയർ ആണ്, 9a² വേണം. അപ്പോൾ 3 9 കൂടി ക്യാൻസൽ ആയാൽ gm/3a². സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. 2019 ചോദ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Suppose
gravitational force varies inversely as nth power of distance. Periodic time of planet in circular orbit of radius r around the sun will be proportional to. Options കണ്ടാൽ r raised to n plus 1 by 2 പാറ്റേണിലാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വേരീസ് ഇൻവേഴ്സ്ലി ആസ് nth പവർ ഓഫ് ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ അത് ആ കണ്ടീഷൻ തന്നിരിക്കുന്ന ഡാറ്റ എഴുതുക 1 by r raised to n. F പ്രൊപ്പോർഷണൽ 1 by r raised to n. അതിൽ നിന്ന് പീരീഡിലേക്ക് വരണമെങ്കിൽ ഫോഴ്സിന് m⍵² r എന്ന് എഴുതാം. കാരണം ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിനെ കൗണ്ടർ ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരിക്കും സെൻട്രിപെറ്റൽ ഫോഴ്സ്. m⍵² ആണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സിന്റെ ഫോർമുല. പ്രൊപ്പോർഷണൽ 1 by r raised to n. r സ്മോൾ ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് പീരിയഡ് ആണ്. m ഇൻറ്റു ഒമേഗയ്ക്ക് 2π/t എന്ന് എഴുതിയാൽ 4π² r പ്രൊപ്പോർഷണൽ 1 by r raised to n. That is t² proportional to r raised to n plus 1, t proportional r raised to n plus 1 by 2. So option A is the right answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ അത് 21ാമത്തെ ചോദ്യമാണ്. അത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ പറ്റിയിട്ടുള്ള ചോദ്യമാണ്. വെയിറ്റ് ഓഫ് എ ബോഡി ഓൺ സർഫസ് ഓഫ് എർത്ത് 100 ആണ്. 100 ന്യൂട്ടൺ ആണ് കേട്ടോ. 100 ന്യൂട്ടൺ. It is taken at a height from surface of earth equal to 1/4 of the radius of earth. സെൻട്രൽ ഫോഴ്സ് ഫീൽഡുകളിലൊക്കെ ദൂരങ്ങൾ അളക്കുക സെന്ററുകൾക്കിടയിലാണ്. അപ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്നും സർഫസിലേക്കുള്ള ദൂരം 6 ആണ്. എർത്തിന്റെ സെന്ററിൽ നിന്നും സർഫസിലേക്കുള്ള ദൂരം 6 ആണ്. അസ്യൂമിങ് എർത്ത് ആസ് എ യൂണിഫോം സ്ഫിയർ. സെന്ററിൽ നിന്ന് സർഫസിലേക്കുള്ള ദൂരം ആ റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. എന്നാൽ സർഫസിൽ നിന്നും r/4 ഡിസ്റ്റൻസിൽ ഉയരം കൂടുതലുണ്ട്. r/4 ഉണ്ട്. ഇത് ഓൾറെഡി 6 ആണ്. അപ്പോൾ r പ്ലസ് r/4 1 പ്ലസ് 1/4 5/4 ആണ്. 5/4 r. അപ്പോൾ ആദ്യത്തെ റേഡിയൽ ഡിസ്റ്റൻസ് ക്യാപിറ്റൽ R ആണെങ്കിൽ രണ്ടാമത്തെ റേഡിയൽ ഡിസ്റ്റൻസ് 5/4 r ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് എത്ര ടൈംസ് ആയി? 5/4 ടൈംസ് ആയി. ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പ്രൊപ്പോർഷണൽ 1 by r² ആണ്. ഔട്ട്സൈഡ് സർഫസിന് മുകളിലേക്ക് ഓൾട്ടിറ്റ്യൂഡിലേക്ക് പോകുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി റേഡിയൽ ഡിസ്റ്റൻസിനനുസരിച്ച് മാറുന്നത് 1 by r². ആ റേഡിയൽ ഡിസ്റ്റൻസ് എത്ര ടൈംസ് ആയി? 5/4 ടൈംസ് ആയി. 1 by r² അല്ലേ? r becomes 5/4 times. That means g becomes inverse ആണ്. 5/4 അല്ല, അതിന് സ്ക്വയർ വേണം. r becomes 5/4 times. So g becomes 4/5² times. r becomes 5/4 times. That's correct. r becomes 5/4 times. So g becomes 1 by r². So 4/5². That is 16 divided by 25 times. അപ്പോൾ g becomes 16/25 times. 16/25 into സർഫസിലത്തെ വാല്യൂ എത്രയാ? 100 അല്ലേ? So 100 4 16 into 4 64. 64 ആയിരിക്കും ന്യൂട്ടൺ. 64 ന്യൂട്ടൺ. g 16/25 ടൈംസ് ആയാൽ വെയിറ്റും 16/25 ടൈംസ് ആവും. 16/25 ടൈംസ് g ആയതുകൊണ്ടാണ് വെയിറ്റ് അത്രയാവുന്നത് കേട്ടോ. അപ്പോൾ ആൻസർ 64 ആയിരിക്കും. 2023 വെരി റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 22. 2 planets A and B, radius r and 1.5 r, density rho and rho by 2 respectively, ratio of acceleration due to gravity at surface B 2a. Density, radius, acceleration due to gravity, proportion വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. G is equal to gm/r² ആണ്. സർഫസിലുള്ള ഒരു പോയിന്റിലെ പ്ലാനറ്റിന്റെ സർഫസിലുള്ള ഒരു പോയിന്റിലെ ജിയുടെ വാല്യൂ. അതിലെ ഡെൻസിറ്റിയുടെ ടേംസിൽ എഴുതണമെങ്കിൽ ഇങ്ങനെ എഴുതാം. മാസിനെ വോളിയം ഇൻറ്റു ഡെൻസിറ്റി എന്ന് എഴുതാം. പ്ലാനറ്റ് ഒരു യൂണിഫോം സ്ഫിയർ ആണ്, ഹാവിംഗ് യൂണിഫോം ഡെൻസിറ്റി. മാസ് ഈക്വൽ ടു വോളിയം ഇൻറ്റു ഡെൻസിറ്റി. 4/3πr³ വോളിയം ഇൻറ്റു ഡെൻസിറ്റി. ഓക്കെ, gm/r² എഴുതി കഴിഞ്ഞു. അതിൽ r² സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. അങ്ങനെ ജിക്ക് ഒരു ഫോർമുല കിട്ടും നമുക്ക്. 4/3πr rho capital G. That is g proportional to r rho. g proportional r rho ആണ്. നമുക്ക് വേണ്ടത് GB divided by GA ആണ്. That is RB/RA into rho B divided by rho A. What is RB/RA? A and B. A R B 1.5 R. A R B
B 1.5 R. 1.5 I have written 3 by 2 into rho B, rho B, rho by 2. Rho B, rho by 2, rho A, rho. Rho cancels, R cancels. You get 3 by 4. Option D is the right answer. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, ഈ ഫോമുല ബൈ ഹാർട്ട് ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ 23ാമത്തെ ചോദ്യത്തിലേക്ക് വരാം. 23. At certain depth D, below surface of Earth, value of acceleration due to gravity becomes 4 times that at value at height 3r above Earth's surface, where r is the radius of Earth. Depth D is equal to, ഒരു നിശ്ചിത ഡെപ്തിൽ ഉള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ 4 ടൈംസ് ആണ് എർത്തിന്റെ സർഫസിൽ നിന്ന് 3r ഉയരത്തിലുള്ള വേറൊരു പോയിന്റുമായി കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെയാണെങ്കിൽ ഏത് ഡെപ്തിലാണ് അത്? ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? ഡെപ്തിലുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഫോർമുല നമുക്കറിയാം. വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത് 1 മൈനസ് ഡി ബൈ ആർ ആണ്. ഇനി വേരിയേഷൻ ഓഫ് ജി വിത്ത് ഓൾട്ടിറ്റ്യൂഡിൽ നമ്മൾ 2 ഫോർമുലകൾ സാധാരണയായി പറയാറുണ്ട്. അതിൽ എക്സാക്ട് സൊല്യൂഷൻ, വളരെ കൃത്യമായ സൊല്യൂഷൻ ഏതാണ്? ഒരുപാട് ഉയരത്തിലൊക്കെ 3r എന്ന് പറയുന്നതൊക്കെ വലിയ ഉയരമാണ്. എർത്തിന്റെ റേഡിയസ് തന്നെ 6400 കിലോമീറ്റർ ഉണ്ട്. 3 ടൈംസ് എന്ന് പറയുമ്പോൾ വളരെ വലിയ റേഡിയസുമായി കമ്പയറബിൾ അല്ലാത്ത, റേഡിയസിനേക്കാൾ വളരെ ചെറിയ നീളങ്ങളല്ല. അങ്ങനെ വരുമ്പോൾ ജനറൽ ഫോർമുല എക്സാക്ട് സൊല്യൂഷൻ യൂസ് ചെയ്യാം. വാട്ട് ഈസ് ദാറ്റ് എക്സാക്ട് സൊല്യൂഷൻ? ജി ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. അത് 4 ടൈംസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ബിക്കംസ് 4 ടൈംസ്. So value of G at depth equals 4 times value of D at altitude. ആ H എത്രയാണ്? ഹൈറ്റ് 3r. H is equal to 3r ആണ്. ആ Hന് 3r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് H is equal to 3r. That is G ക്യാൻസൽ ചെയ്യാം. 1 minus D by R equal to 4 times R square by R plus 3r. 4r whole square. 4 square 16. അപ്പോൾ നമ്മളിവിടെ 16 തന്നെ എഴുതാം എളുപ്പത്തിന്. 16 r square ക്യാൻസൽ ആയി. 1 minus d by r equal to 4 by 16, 1 by 4. That is d by r is equal to 1 minus 1 by 4, that is 3 by 4. That is d is equal to 3 by 4 r. That is 3 by 4 into radius of earth 6400 kilometer given. That's equal to 16 × 3 48, 4800 കിലോമീറ്റർ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 4800 കിലോമീറ്റർ. അപ്പൊ 23ന്റെ ആൻസർ എ ആണ് കേട്ടോ, 4800 കിലോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ 24. Percentage decrease in weight of rocket when taken to height 32 kilometer above surface of earth will be 1%. ഇതൊക്കെ കാണാതെ പഠിച്ചു വയ്ക്കുന്നത് വളരെ എസെൻഷ്യൽ ആണ് കേട്ടോ. എന്നാലും ഇതെങ്ങനെയാണ് ചെയ്യുക? 32 കിലോമീറ്റർ ഉയരത്തിൽ മാത്രമേ ഉള്ളൂ, വളരെ ചെറിയ ഉയരം. എർത്തിന്റെ റേഡിയസുമായി കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ്. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ് ഫോർമുല യൂസ് ചെയ്യാം. ജി ഡാഷ് ഇസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് 2h ബൈ ആർ യൂസ് ചെയ്യാം. ദാറ്റ് ഈസ് ജി ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു എച്ച് എത്രയാണ്? 32 കിലോമീറ്റർ. ആർ എത്രയാണ്? 6400 കിലോമീറ്റർ. That is G into 1 minus 1 by 100. That is G into 100 minus 1, 99. 99 by 100. That means 99% of G. അപ്പോൾ എർത്തിന്റെ സർഫസിൽ നിന്ന് 32 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ എർത്തിന്റെ സർഫസിലുള്ളതിന്റെ 99% മാറും. അപ്പോൾ എത്ര ശതമാനം കുറഞ്ഞു? 1% കുറഞ്ഞു. സോ ദ പെർസെൻറ്റേജ് ഡിക്രീസ് in value of acceleration due to gravity is 1 when the point is at 32 kilometer from surface. So a person loses his weight by 1% when he travels 32 kilometer over surface of earth to higher altitudes. 2022 question ആണ്. 24 answer apple. Next one. Simple pendulum has a time period t1 when on surface of earth. എർത്തിന്റെ സർഫസിലെ പീരീഡ് നമുക്കറിയാം 2π√L/G. ആൻഡ് പീരിയഡ് T2 when taken to a height R, H is equal to R.
അപ്പോൾ എച്ച് എന്ന് പറയുന്നത് സർഫസിൽ നിന്നുള്ള ഹൈറ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതാണ് രീതി. ഈ ഹൈറ്റ് ആണ് എച്ച്. എച്ച് ഈസ് ഈക്വൽ ടു ആർ. ഓൾറെഡി അത് ആർ ആണ്. റേഡിയസ് ആർ ആണ്. സർഫസിൽ നിന്നുള്ള എക്സ്ട്രാ ഹൈറ്റ് ആണ് ആർ. അതാണ് എച്ച് ഈക്വൽ ടു ആർ. അപ്പോൾ എച്ച് ഇസ് ഈക്വൽ ടു എൻ ആർ ആണെങ്കിൽ എൻ ഈസ് ഈക്വൽ ടു 1 ആണ് ഹിയർ. അപ്പോൾ എച്ച് ഈക്വൽ ടു എൻ ആറിനുള്ള ഒരു ഷോർട്ട് കട്ട് നമുക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കാം. അതാണെങ്കിൽ പൊതുവേ എല്ലാത്തിലും നമുക്ക് ഉപയോഗിക്കാൻ കൂടി ചെയ്യാം. മനസ്സിലായല്ലോ? അപ്പോൾ T2 എഴുതി നോക്കാം. T2 ഈക്വൽ ടു 2π√L/G' ആണ്. ഓൾട്ടിറ്റ്യൂഡിലെ ജിയുടെ ഫോർമുല എന്താ? G ഇൻറ്റു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ ആണ്. ആ എച്ച് എൻ ആർ ആണ്. That is T2 equal to 2π√L/G into ഈ ആർ സ്ക്വയർ ക്യാൻസൽ ചെയ്താൽ ബാക്കി എന്താ ഉണ്ടാവുക? 1/1 + n ഹോൾ സ്ക്വയർ അല്ലേ? ദാറ്റ് ഈസ് T2 ഈക്വൽ ടു 2π√L/G T1 എന്ന് ഫിക്സ് ചെയ്യാം. T1 അല്ലേ ഡിവൈഡഡ് ബൈ ശരിയല്ലേ 1 + n. ഓക്കെ, 2π√L/G ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 + r സ്ക്വയർ അല്ലേ? ശരിയല്ലേ? T2 2π√L/G ഇൻറ്റു ആർ സ്ക്വയർ ബൈ ആർ സ്ക്വയർ കോമൺ എടുക്കാം. ഡിനോമിനേറ്ററിലാണ് 1/1 + n വരേണ്ടത്. ഇവിടെയാണ് 1/1 + n വരേണ്ടത് കേട്ടോ. അവിടെ ഒരു റെസിപ്രോക്കൽ ചെയ്യണം. L/G 1/1 + n ഹോൾ സ്ക്വയർ. അത് മേലെ വരും. അപ്പോൾ this quantity will come up. So T1 into 1 + n. That's T2 by T1 is equal to 1 + n. Here n is equal to 1. That's 1 + 1 is equal to 2. So correct answer is option 2. 1/2 ആയി പോകും. അല്ലെങ്കിൽ 1/2 ഓപ്ഷൻ ഇല്ല, ഉണ്ടെങ്കിൽ തെറ്റിക്കുകയും ചെയ്യും. കെയർഫുൾ ആയി ചെയ്യുക. ഓൾട്ടിറ്റ്യൂഡിലേതാണ് T2 എങ്കിൽ T2 ഈക്വൽ ടു T1 into 1 + n. ഓക്കെ, ഓൾട്ടിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ ജിയുടെ വാല്യൂ കുറയുന്നത് കൊണ്ട് പീരീഡ് കൂടുകയാണ് ചെയ്യാന്ന് ഓർത്താലും തെറ്റാതെ എഴുതാൻ വേണ്ടി സാധിക്കും. ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കുക. എച്ച് ഈക്വൽ ടു എൻ ആർ വേറെ N1, അതുകൊണ്ട് ഈ N-ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ 26ാമത്തെ ചോദ്യമാണ് അടുത്തത്. ഇതിലൊരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് ഉണ്ട്. സണ്ണാണ് എസ്. അതിനെ ചുറ്റി ഒരു പ്ലാനറ്റ് കറങ്ങുകയാണ്. അതിൽ CSA എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എലിപ്സിന്റെ ടോട്ടൽ ഏരിയയുടെ 1/4 ആണെന്ന് പറയുന്നുണ്ട്. DB സെമി മേജർ ആക്സിസും CA സെമി മൈനർ ആക്സിസും ആണ്. T1 ടൈം ടേക്കൺ ഫോർ പ്ലാനറ്റ് ടു ഗോ ഓവർ പാത്ത് ABC. നോക്കൂ, ഈ ചിത്രത്തിൽ ഈ പാത്ത് ABC എന്ന പാത്ത് പോകുന്ന ടൈമാണ് T1. ഓക്കെ, CDA പാത്ത് എന്താണ്? CDA പാത്ത് ഇതാണ്. CDA പാത്ത് ആ ടൈമാണ് T2. ഓക്കെ, അപ്പോൾ സൺ ഇരിക്കുന്നത് ഇവിടെയാണ്. അപ്പൊ നോക്കൂ, അപ്പൊ ഇങ്ങനെ ചെയ്യണം. ഈ നോക്കൂ, ഇത്രയും ഈ യെല്ലോ ഏരിയ നോക്കൂ, ആ ഏരിയയാണ് ABC പാത്ത് കവർ ചെയ്യുമ്പോൾ കവർ ചെയ്യുക. ABC പാത്ത് കവർ ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയ ആണ് ഇത് ഏരിയ. ഓക്കെ, എന്നാൽ CDA പാത്ത് കവർ ചെയ്യുമ്പോൾ കവർ ചെയ്യുന്ന ഏരിയ ആണ് ബാക്കിയുള്ളത് ചെറിയ ഏരിയ. ഓക്കെ, ഏരിയൽ വെലോസിറ്റി കോൺസ്റ്റന്റ്, അതാണ് കൺസെപ്റ്റ്. dA/dt ആണ് ഏരിയൽ വെലോസിറ്റി, ഈസ് എ കോൺസ്റ്റന്റ്. ഏരിയൽ വെലോസിറ്റിയുടെ ഫോമിലേക്ക് ഒന്ന് ഓർമ്മിക്കാം. dA/dt ഈക്വൽസ് L/2m, where L is the angular momentum, m is the mass of the planet. dA/dt കോൺസ്റ്റന്റ് ആണ്. dA പ്രൊപ്പോർഷണൽ ടു dt ആണ്. ഏരിയ കൂടുതലുള്ളപ്പോൾ ടൈം കൂടും. അപ്പൊ T1 ആണ് വലുത്, അതുകൊണ്ട് D അല്ല, T1 ആയിരിക്കും വലുത്. മറ്റേതും ആവാം. അത് എഴുതി നോക്കണം. ഏരിയയുടെ റേഷ്യോ നോക്കണം. ഓക്കെ, അതിനു വേണ്ടി ഒരു എളുപ്പവഴി ഇതാണ്, ശ്രദ്ധിക്കുക. ഇത് എലിപ്സിന്റെ പകുതിയാണല്ലോ, പകുതി ഏരിയ ആണ്. അപ്പൊ എലിപ്സിന്റെ ഏരിയ ടൈം പ്രൊപ്പോർഷണൽ ടു ഏരിയ ആണ്. നമുക്ക് വേണ്ടത് T1/T2 ആണ്. T1/T2 ഈക്വൽ ടു A1/A2 ആണ്. സോ T1 ഈക്വൽ ടു T2 ഇൻറ്റു A1. A1 എന്ന് പറയുന്ന ആ വലിയ ഏരിയ ആണ്. ആ വലിയ ഏരിയ എലിപ്സിന്റെ ഏരിയയിൽ നിന്ന് എലിപ്സിന്റെ ഏരിയയുടെ പകുതിയോട് 1/4 ഓഫ് ഏരിയ ഓഫ് എലിപ്സ് ആഡ് ചെയ്താൽ മതി. ഇത് എലിപ്സിന്റെ ഏരിയയുടെ പകുതിയാണ്. എലിപ്സിന്റെ ഏരിയ A0 ആണെന്ന് വിചാരിക്കുക. ലെറ്റ് A0 ബി ദ ഏരിയ ഓഫ് എലിപ്സ്. ഓക്കെ, അപ്പോ
പകുതി ഏരിയ എത്രയായിരിക്കും? A0/2 ആണ്. അപ്പോൾ പകുതി ഏരിയ എടുക്കും. A0/2 പ്ലസ് പോരല്ലോ, ഇതും കൂടി വേണ്ടേ? അത് A0/4 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എലിപ്സിന്റെ ഏരിയയുടെ 1/4 ആണെന്ന് പറഞ്ഞു. ഡിവൈഡഡ് ബൈ A2 എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതാ. അത് എലിപ്സിന്റെ ഏരിയയുടെ പകുതിയിൽ നിന്ന് A0/4 കുറച്ചാൽ മതി. That is A0/2 minus A0/4. That implies T2 into ഇത് അര പ്ലസ് കാല് മുക്കാലാണ്, ഇത് അര മൈനസ് കാല് കാലാണ്. അപ്പോൾ എത്ര കിട്ടുക? 3. സോ T1 ഈക്വൽ ടു 3 times T2. ഓപ്ഷൻ സി ആയിരിക്കും റൈറ്റ് ആൻസർ. ഏരിയൽ വെലോസിറ്റി ഈസ് എ കോൺസ്റ്റന്റ്. കെപ്ലേഴ്സ് സെക്കൻഡ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ 27ാമത്തെ ചോദ്യമാണ് അടുത്തത്. Geostationary satellite orbiting around arbitrary planet P at height 11 r above surface r being radius, time period of another satellite in hours at height 2r from surface P. P has time period 24 hours. അപ്പോൾ ആദ്യത്തെ സാറ്റലൈറ്റിന്റെ പീരീഡ് 24 മണിക്കൂറാണ്. രണ്ടാമത്തെ സാറ്റലൈറ്റിന്റെ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് പീരിയഡ്സ്, T സ്ക്വയർ പ്രൊപ്പോർഷണൽ ടു r ക്യൂബ് ആണ്. T പ്രൊപ്പോർഷണൽ r raised to 3/2. r റേഡിയൽ ഡിസ്റ്റൻസ് ആയിരിക്കണം. സോ T dash by T ഈക്വൽ ടു r dash by r all raised to 3/2. T dash is equal to T into T 24 hours ആണ്. r dash എത്ര? പുതിയ റേഡിയൽ ഡിസ്റ്റൻസ് അറ്റ് ഹൈറ്റ് 2r ഫ്രം സർഫസ്. ഹൈറ്റ് 2r ഫ്രം സർഫസ് എന്ന് വെച്ചാൽ 2r plus r 3r വേണം. അപ്പോൾ 3r ഡിവൈഡഡ് ബൈ അടുത്തതോ 11r above സർഫസ് മീൻസ് 11r plus r 12r. റേസ് ടു 3/2 എടുക്കാൻ മറന്നാലും തെറ്റിപ്പോവും. 24 into ഒരു 6 കട്ട് ചെയ്യാം. 3/12 1/4 ആണ്. 1/4 റേസ് ടു 3/2. ദാറ്റ് ഇംപ്ലൈസ് 24 into 1/4 റേസ് ടു 3/2 എത്രയാ? 4 ക്യൂബ് 64. 64 ന്റെ റൂട്ട് 8. 24/8 3. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ഫോർ ബോക്സ്. സോ 27 കറക്റ്റ് ആൻസർ ഈസ് ബോക്സ്. കെപ്ലേഴ്സ് തേർഡ് ലോ ഓഫ് പീരിയഡ്സ്, T സ്ക്വയർ പ്രൊപ്പോർഷണൽ r ക്യൂബ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 28, സെക്കൻഡ് ലാസ്റ്റ്. Two bodies of masses m and 4m are placed at distance small r. Gravitational potential at a point on the line joining them where gravitational field is 0. Gravitational field 0 ആവുന്നത് നൾ പോയിന്റ് ആണ്. രണ്ട് മാസുകൾക്കിടയിലുള്ള നൾ പോയിന്റ് വരിക മാസുകൾക്കിടയിൽ ലൈൻ ജോയിനിങ്ങിലാണ്. നൾ പോയിന്റ് എപ്പോഴും ചെറിയ മാസിനടുത്തായിരിക്കും. ഓക്കെ, നൾ പോയിന്റിൽ റിസൾട്ടന്റ് ഫീൽഡ് 0 ആയിരിക്കും. ഫീൽഡിന്റെ ഫോർമുല Gm/r² ആണ്. ഓക്കെ, ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കണം, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കണം, മാഗ്നിറ്റ്യൂഡ് വൈസ് ഈക്വൽ ആയിരിക്കണം എന്നുള്ളത് കൊണ്ട് m/r² കോൺസ്റ്റന്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് m പ്രൊപ്പോർഷണൽ r². അതായത് r പ്രൊപ്പോർഷണൽ റൂട്ട് m. മാസിന്റെ റേഷ്യോ എന്താണ്? മാസിന്റെ റേഷ്യോ 1:4 ആണ്. റൂട്ട് എമ്മിന്റെ റേഷ്യോ 1:2 ആണ്. അപ്പോൾ മാസിന്റെ റേഷ്യോയുടെ റൂട്ടിന്റെ റേഷ്യോയിൽ ഡിസ്റ്റൻസിനെ ഡിവൈഡ് ചെയ്യാം. ഡിസ്റ്റൻസ് r ആണ്. അപ്പോൾ യു ഡിവൈഡ് r ഇൻറ്റു ദ റേഷ്യോ 1:2. അപ്പോൾ ഏതൊക്കെ കിട്ടും? r/3, 2r/3 അല്ലേ? അപ്പോൾ എവിടെയായിരിക്കും? ഒരു മാസ് m, അടുത്ത മാസ് ഒരു മാസ് m ആണ്, അടുത്ത മാസ് 4m ആണ്. ഫസ്റ്റ് മാസ് ഈസ് m, സെക്കൻഡ് മാസ് ഈസ് 4m. ലൈൻ ജോയിനിങ് ദ ടു സ്മോൾ r. അപ്പോൾ നൾ പോയിന്റ് ഏത് മാസിനടുത്തായിരിക്കും വരിക? ചെറുതിനടുത്താണ്. ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? r/3. ബാക്കി ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2r/3. അപ്പോൾ ആ പോയിന്റിലെ ഓയിലെ നൾ പോയിന്റിലത്തെ പൊട്ടൻഷ്യൽ എന്തായിരിക്കും? ഒരു മാസ് ഉണ്ടാക്കുന്ന ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എന്താ? -Gm/r ആണ് അല്ലേ? -Gm/r. സോ -Gm ഡിവൈഡഡ് ബൈ r/3 പ്ലസ് -G into 4m divided by 2r/3. 2r/3 ആണല്ലോ ആ ഡിസ്റ്റൻസ്. അതിൽ തന്നെ ഈ 2 അവിടെ സ്ട്രൈക്ക് ഔട്ട് ചെയ്ത് കളയാം. ദാറ്റ് ഈസ് എത്ര കിട്ടുക? -9gm divided by 6 plus 3. -9gm/r. ഓപ്ഷൻ ഡി ഈസ് ദി റൈറ്റ് ചോയ്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ 29. Planet A has mass m, radius r. Planet B has half the mass and half the radius of planet A. Escape velocity from planets A and B are VA and VB. VA by VB equal to n/4. For density
മാസ് ആൻഡ് റേഡിയസ് ആണ് അല്ലേ. എസ്കേപ്പ് വെലോസിറ്റിയുടെ ഫോർമുല എഴുതുക. സ്ക്വയർ റൂട്ട് ഓഫ് 2gm ഡിവൈഡഡ് ബൈ r. ഇതാണ് വേണ്ടത്. ഡെൻസിറ്റി റിലേഷൻ അല്ല, മാസും റേഡിയസും ആണ് വേരിയബിൾ. ഹാഫ് ദി മാസ് ഹാഫ് ദി റേഡിയസ്. നോക്കൂ, മാസ് ന്യൂമറേറ്ററിലും റേഡിയസ് ഡിനോമിനേറ്ററിലും. മാസ് ഹാവ്ഡ് റേഡിയസ് ഓൾസോ ഹാവ്ഡ്, അത് ക്യാൻസൽ ആയി പോയി. മാസ് ഹാവ്ഡ് റേഡിയസ് ഹാവ്ഡ് എന്ന് പറഞ്ഞാൽ ആ മാസിന്റെ എഫക്ട് റേഡിയസിന്റെ എഫക്റ്റിനെ നള്ളിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് എസ്കേപ്പ് വെലോസിറ്റിക്ക് മാറ്റം ഉണ്ടാവില്ല. എസ്കേപ്പ് വെലോസിറ്റി സെയിം ആവണമെങ്കിൽ VA ബൈ VB ഈക്വൽ ടു 1 ആയിരിക്കണം. അത് 1 ആയിരിക്കണമെങ്കിൽ n ഈക്വൽ ടു 4 ആയിരിക്കണം. n ഈക്വൽ ടു 4 ആയിരിക്കണം. അപ്പൊ n-ന്റെ വാല്യൂ 4 ആവണം, 1 അല്ല. n/4ന്റെ വാല്യൂ ആണ് 1. കണ്ടോ, ഓപ്ഷനിൽ 1 ഉണ്ട്. അതൊക്കെ തെറ്റിക്കാൻ വേണ്ടി തരുന്നതാണ്, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തെറ്റിപ്പോവും. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 30, ലാസ്റ്റ് വൺ. Escape velocity of body on planet A is 12 km per second. Escape velocity of body of another planet B, whose density is 4 times the radius half that of A is. So escape velocity, density, radius ആണ് റിലേഷൻ വേണ്ടത്. എസ്കേപ്പ് വെലോസിറ്റിയുടെ വേറൊരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് √2gr ഫ്രം സർഫസ്. അതിൽ ജിക്ക് നമ്മൾ വേറൊരു ഫോർമുല ഡെൻസിറ്റിയുടെ ടേംസിൽ കുറച്ചു മുമ്പ് എഴുതിയിരുന്നു, 4/3 πr ρg. 4/3 πr ρg ഇൻറ്റു r ഉണ്ട്, ഒരു r² ഉണ്ട്. അപ്പോൾ VE പ്രൊപ്പോർഷണൽ ടു r². റൂട്ടിന് വെളിയിൽ വരുമ്പോൾ r വരും. r √ρ ആണെന്ന് ഓർക്കുക. ഓക്കെ, റേഡിയസ് എത്ര ടൈംസ് ആയി? റേഡിയസ് ഹാഫ് ആണ് അല്ലേ. എസ്കേപ്പ് വെലോസിറ്റി ഓൺ അനദർ പ്ലാനറ്റ് ബി ആണ് വേണ്ടത്. അപ്പൊ ബിയുടെ റേഡിയസ് ഹാഫ് ആണ്, റേഡിയസ് 1/2 ആണ്. ഡെൻസിറ്റി എത്ര ടൈംസാ? 4 ടൈംസ് ആണ് അല്ലേ. റേഡിയസ് 1/2 ആണ്, ഡെൻസിറ്റി 4 ടൈംസ് ആണ് അല്ലേ. അപ്പൊ സെയിം ആയിരിക്കുമല്ലോ. √4 2 അല്ലേ, 2/2 1. സോ ആൻസർ വിൽ ബി സെയിം, 12 km per second. സെയിം എസ്കേപ്പ് വെലോസിറ്റി ആണ് കേട്ടോ. എസ്കേപ്പ് വെലോസിറ്റിയും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ഡിഫറെൻറ്റ് ഇക്വേഷൻസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ സാറ്റലൈറ്റിൻ്റെ ടൈം പീരീഡ്, കെപ്ലേഴ്സ് സെക്കൻഡ് ലോയും തേർഡ് ലോയും വന്നിട്ടുണ്ട്, ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. പരമാവധി ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഈ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷകളിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഇൻവോൾവ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഫിസിക്സ് പേപ്പറിൻ്റെ ഡിസ്കഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ദിവസത്തെ പേപ്പറുമായി വീണ്ടും കാണാം. താങ്ക് യു. ഹലോ ചിൽഡ്രൻ, നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, പേപ്പർ 2. Straight away we can go to the question. We'll start the question. The function, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പറയണത്. The function f of x equals mod x minus 3. നോക്കൂ, കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ, കണ്ടിന്യൂസ് ഡിഫറൻഷ്യബിൾ. യു നോ വെൻ എപ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുക? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവുക, അത് ഫംഗ്ഷൻ്റെ വാല്യൂനോട് സെയിം ആവുക. എപ്പോഴാണ് ഡിഫറൻഷ്യബിൾ ആണെന്ന് പറയുക? വെൻ വിൽ യു സേ ദ ഫംഗ്ഷൻ ഇസ് ഡിഫറൻഷ്യബിൾ? ഇഫ് ലെഫ്റ്റ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് ഈക്വൽ ടു റൈറ്റ് ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ ഇവിടെ മോഡ് x minus 3 ഉണ്ട്. അപ്പോൾ മോഡ് x minus 3 വാട്ട് ഇസ് ദ നേച്ചർ ഓഫ് x minus 3? മോഡ് x minus 3യുടെ പ്രത്യേകത നമ്മളെ
ഇത് 3 ആണെങ്കിൽ whenever x is bigger than 3, mod x minus 3 is x minus 3 itself. Whenever x is less than 3, it is minus of x minus 3 or it is 3 minus x. That you have to replace. Therefore, the function f of x can be written as, write here, it will be x minus 3 itself if it is between 1 and 3. If it is between 1 and 3, if x is between 1 and 3, if x is bigger than 3, between 1 and 3 ആണെങ്കിൽ, it is more than 1, less than 3 ആണെങ്കിൽ, it will be 3 minus x. If it is bigger than 3, if it is less than 1, if x is less than 1, if it is bigger than 3, it will be x minus 3. And if it is less than 1, it is given. It is x square by 4 minus 3x by 2 plus 13 by 4. But first we have to ആദ്യം തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആ ഫംഗ്ഷനെ സ്പ്ലിറ്റ് ചെയ്യാം. 3ൽ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. യു ഫസ്റ്റ് ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് 3 and 1. അപ്പോൾ 1ൽ ആദ്യം ചെക്ക് ചെയ്യുക കണ്ടിന്യൂറ്റി അറ്റ് 1. Now what is left limit? 1ൽ ലെഫ്റ്റ് ലിമിറ്റ് ഇതിൽ കൊടുക്കാം. ഇതിൽ കൊടുക്കുമ്പം 1/4 minus 3/2 plus 13/4 is equal to 14/4, 7/2, 7/2 minus 3/2, that is 4/2, it is 2. Now what is right limit? For all values of x which is bigger than 1, you have to put here x equals 1. It is 3 minus x. 3 minus 1 is also 2. Therefore, left limit is equal to right limit. It is continuous at x equals 1. Now you take the differentiability at x equals 1. Differentiability at 1. What is left derivative at x equals 1? What is left derivative? You take the derivative of this. It is 2x by 2 by 4 minus 3/2 at x equals 1. If you put x equals 1, it is x by 2. 1/2 minus 3/2, it is minus 1. What is right derivative? Right derivative is, on the right side of 1, right derivative is minus 1. Here also, left derivative and left derivative same. Therefore, the function is continuous as well as differentiable at x equals 1. Therefore, continuous at x equals 1 is correct. Differentiable at x equals 1 is correct. More than one answer. Actually, this is more than one answer. Continuous at x equals 1 is correct. Differentiable at x equals 1 is correct. Now you have to check the continuity at x equals 3. Now, continuity at x equals 3. 3. What is left limit? What is left limit? Left limit is 3 minus 3, that is 0. Now, what is right derivative? Right limit. Right limit is more than 3. Right side of 3, it is 3 minus 3, again 0. Therefore, the function is continuous at x equals 3. The function is continuous at x equals 3. This is also correct. Now you take the derivative at x equals 3. Left derivative at x equals 3. You know, left derivative is, what is left derivative at x equals 3? It is minus 1. Left derivative is minus 1. Now what is right derivative? Above 3, right derivative is 1. Right derivative is 1. Therefore, left derivative not equal to right derivative. Therefore, it is not differentiable at x equals 3. Over here, the question can be, which of the following is false? Here, A is correct, B is correct, C is correct, and D is not correct, right? Over here, the problem deals with continuity as well as differentiability. For continuity, left limit and right limit should be the same. It should be equal to the value of the function at x equals that point. Left derivative should be equal to right derivative at that point for function to become differentiable. You know, every differentiable function will be continuous and every continuous function need not be differentiable. Second question. The K and M are points. Let K and M are positive numbers
such that f of x equals 3x square plus k into root x plus 1 by mx square plus kx square. 0 less than x less than 1 is differentiable for all x greater than 0. Then what is the value of 8f dash x? The question is 8f dash 8. 8f dash 8 divided by f dash 1. 8f dash 8 by f dash 1. For that, we have to take the derivative of function at x equals 1. Differentiable everywhere. Differentiable everywhere. Therefore, if it is differentiable everywhere, what should be the case? Differentiable everywhere means what is left derivative? If it is differentiable, the function should be continuous. Without continuity, that function cannot be differentiable. Now, first it should be continuous. F should be continuous. If f is continuous, what is the condition? Left limit is equal to right limit. That is, what is left limit? X tends to 1. It is 3 plus k into root 2. X in the 1 kodukka is equal to, x in the 1 kodutha m plus k square. This is one condition. Now, differentiability. You take the derivative of this. This is 6x plus, what is derivative? 6x. F is differentiable. F is differentiable at x equals 1. Now, what is left derivative at x equals 1? This is 6x plus k into 1 by 2 root x plus 1. That is left derivative at x equals 1. That is 6 plus k by 2 root 2. That is left derivative at x equals 1. Now, what is right derivative? You take the derivative of this. This is 2mx plus k square is 0. Therefore, 2mx. Put x equals 1. It is 2m. But this is the relation between k and m for differentiability. This is the relation between k and m for continuity. These two equations k and m കാണാം. You find the value of k and m. അപ്പോൾ k and m കാണും നോക്കാം. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താ കിട്ടുക? 3 plus k root 2 is equal to, instead of m you can write, this can be written this way also. It is 6 plus k by 2 root 2 is equal to 2 into, instead of m you can write, m in പകരം എന്ത് എഴുതാം? 3 plus k root 2 minus k square. അപ്പോൾ ഈ 6ഉം 6ഉം ക്യാൻസൽ ആവും. k by 2 root 2 is equal to 2k root 2 minus 2k square. K can be cancelled. K പുറത്തേക്ക് എടുക്കാം. K is a positive real number ആണ്. അപ്പോൾ k can be cancelled. അപ്പോൾ 1 by 2 root 2 is equal to 2 root 2 minus 2k. അതിന് kയുടെ വാല്യൂ കാണാം. What is the value of k? Therefore, 2k equals 2 root 2 minus 1 by 2 root 2, or k equals, in the k value kita, k equals 2k equals 8 minus 1 by 2 root 2. This is 2k, or k equals 7 by 4 root 2. But you got the value of k. What k kitti? This k plug in m in the value. What is the value of m? നോക്കാം. m ന്റെ വാല്യൂ എന്താ? ഏതെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മതി. You find the value of m. But k is 7 by 4 root 2. It is 6 plus 7 by 8 into 2. It is 16 equals 2m. Or it was 16 into 6. 16 into 66 is 3. 9 into 6. 9 into 6 plus 7 is 103 divided by 32 is m. Well, you get the value of m as 103 by 32. But you got the value of k is 7 by 4 root 2 and m equals 103 by 32. Okay, that's all. Now, but the function is, what is the function now? The function is this. അപ്പോൾ ഫംഗ്ഷൻ എന്താവും മക്കളെ?
Therefore, function is f of x equals 3x square plus, instead of k, you can write 7 by 4 root 2 into root x plus 1 when x is between 0 and 1. And it is equal to 103 by 32 into x square plus k square. It is 7 by 4, into 2, 32. This will be continuous as well as differentiable. No. Now the question is 8 f dash 8 by f dash 1. 8 f dash 8 by f dash 1. See, as far as this problem is concerned, f dash 8, this is a case when x is greater than or equal to 1. If x is equal to 1 as well as when x is equal to bigger than 1, the function is this. But you need to differentiate only this. Therefore, there is no need to find m and k. Why I have ഞാൻ ഈ എമ്മും കെയും കണ്ടത് എന്താ വെച്ചാൽ ഈ പ്രോബ്ലം ഇംപ്രൊവൈസ് ചെയ്താൽ ചോദിക്കാം വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എം, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കെ ചോദിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇംപ്രൊവൈസ് ചെയ്ത് ചെയ്തത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഈ ആസ് ഫർ ആസ് ഈ ചോദ്യമാണ് ചോദിക്കുന്നത്. ഇപ്പം എഫ് ഡാഷ് 8 ബൈ എഫ് ഡാഷ് ഹാഫ് ആണെങ്കിൽ ഇത് കാണണം. ഇവിടെ എഫ് ഡാഷ് 8 ബൈ എഫ് ഡാഷ് 1 ആയതുകൊണ്ട് ഇതൊന്നും ആവശ്യമില്ല. കാരണം എന്താ, എഫ് ഡാഷ് 8 ആണെങ്കിലും എഫ് ഡാഷ് എം ആണെങ്കിലും ഇത് മാത്രം എടുത്താൽ മതി. വാട്ട് ഇസ് എഫ് ഡാഷ് 8? 103 by 32 into 2x ആണ്. അപ്പോൾ 2 into 8 ആണ്. Divided by what is f dash 1? This is differential of the 103 by 32 into 2x into 1. അപ്പോൾ ഈ സാധനം എന്തായാലും വെട്ടാനുള്ളതാണ്. ആൻസർ ഇസ് 8. 103 into 32 into 2x. ഇവിടെ 103 into 2x ആണ്, into 1 വരും. അപ്പോൾ 8 ആണ് ആൻസർ. പക്ഷേ ഇത് എഫ് ഡാഷ് ഹാഫ് ആണെങ്കിൽ ഇത് സിനറിയോ മാറും. എഫ് ഡാഷ് ഹാഫ് ആണെങ്കിൽ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എക്സിന് പകരം ഹാഫ് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ലെങ്തി ആവും കേട്ടോ. അപ്പോൾ അത് ഈ എമ്മും എന്നും കാണേണ്ടതായിട്ട് വരും. അതുപോലെ എഫ് ഡാഷ് 8 ബൈ എഫ് ഓഫ് 1 ആണെങ്കിലും ഇതൊക്കെ കാണേണ്ടി വരും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് ഈ ചോദ്യം വളരെ സിമ്പിളാണ്. എഫ് ഡാഷ് 8 ബൈ എഫ് ഡാഷ് 1 ആണ് സിമ്പിളാണ്. പക്ഷേ എഫ് ഓഫ് 8 ബൈ എഫ് ഓഫ് 1 പറഞ്ഞാൽ സിമ്പിൾ അല്ല. എഫ് ഓഫ് 8 ബൈ എഫ് ഓഫ് 1 ആണെങ്കിൽ എമ്മും എന്നും കാണണം, അല്ല എമ്മും കെയും കാണണം. അപ്പോൾ അതെന്തായാലും ഈ കെയും എമ്മും കണ്ടോളൂ. നിങ്ങൾക്ക് കണ്ടിന്യൂറ്റി എന്നൊരു റിലേഷൻ കിട്ടും, ഡിഫറൻഷ്യബിലിറ്റി എന്നൊരു സാധനം കിട്ടും, കെയും എമ്മും കാണും. ഓക്കെ, ദാറ്റ്സ്. അടുത്ത ചോദ്യം 58. Bracket x denotes greatest integer less than equal to x. Number of points at which the function f of x equals 4 into 2 mod 2x plus 1 mod 2x plus 3 plus 9 box x plus half minus 12 into box x plus 22. ഈ ബോക്സ് എന്താ, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ ആണ്. ഇപ്പം നമ്മൾ ഇപ്പോൾ ബോക്സ് എക്സ് ബിറ്റ്വീൻ 0 and 10 ഇതിൽ എത്ര പോയിന്റ്സ് ഉണ്ടാവും നോൺ ഡിഫറൻഷ്യബിലിറ്റി ആയിട്ട്? അതായത് ബോക്സ് എക്സ് ഇൻറ്റിജർ പോയിന്റ്സിലൊക്കെ നോൺ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഈ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനൊക്കെ ആ പോയിന്റ്സിൽ നോൺ ഡിഫറൻഷ്യബിളും ആണ്. അപ്പോൾ 0-10 എന്നുള്ള പോയിന്റ് ഓപ്പൺ ഇന്റർവെല്ലിൽ എത്ര ഇൻറ്റിജേഴ്സ് ഉണ്ടാവും? 1, 2, 3 എക്സെട്ര അപ് ടു 9. അപ്പം 9 പോയിന്റ്സ് ഓഫ്, ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽസ് ബോക്സ് എക്സ് ആണെങ്കിൽ ഇൻ ദ ഇന്റർവെൽ 0-10 എത്ര പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവും? 9 പോയിന്റ്സ്. കാരണം 9 പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം ഇതിനുള്ളിൽ 9 ഇന്റഗ്രൽ വാല്യൂസ്, 1-ലും 2-ലും 3-ലും 9-ലും ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ആ പോയിന്റ്സ് ഒക്കെ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പം എഫ് ഓഫ് എക്സ് ഈക്വൽസ് ബോക്സ് എക്സ് ഇൻ ദ ഇന്റർവെൽ 0-10 എത്ര പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്? 9 പോയിന്റ്സ്. എത്ര പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ട്? 9 പോയിന്റ്സ്. ഇപ്പോൾ വേറൊരു ചോദ്യം ചോദിക്കാം. ഇതിപ്പം ബോക്സ് എക്സിന് പകരം എക്സ് സ്ക്വയർ ആച്ചോ, ഇതിപ്പോൾ എക്സ് സ്ക്വയർ ആച്ചോ. And suppose the interval is, say, open interval 0-2 ആച്ചു. അപ്പോൾ എത്ര പോയിന്റ്സിൽ ബ്രേക്ക് ഉണ്ടാവും? എത്ര പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും? അല്ലെങ്കിൽ എത്ര പോയിന്റ്സിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും? എക്സ് സ്ക്വയർ ബോക്സ് എക്സിൻ്റെ ഉള്ളിൽ ഇൻറ്റിജർ വരുന്ന സ്ഥലത്തൊക്കെ സ്പ്ലിറ്റ് വരും. ബോക്സ് എക്സിൻ്റെ ഉള്ളിൽ ഇൻറ്റിജേഴ്സ് വരുന്ന സ്ഥലത്തൊക്കെ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. ബോക്സിൻ്റെ പ്രത്യേകതയാണ്. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ വിൽ ബി നോൺ ഡിസ്കണ്ടിന്യൂസ് at the points where the function, the expression inside the box is an integer. അപ്പോൾ എക്സ് സ്ക്വയർ എപ്പോഴൊക്കെ ഇൻറ്റിജർ ആവുക? 1-ലൊരു ഇൻറ്റിജർ ആവും. പിന്നെയോ √2 സ്ക്വയർ 2 അല്ലേ, 2-ൽ ഇൻറ്റിജർ ആവും. പിന്നെ √3 വരുന്ന 2-ൻ്റെ അപ്പുറത്താണ്, 1.732 ആണ്. അപ്പോൾ √3 സ്ക്വയർ, √3-ലൊരു ബ്രേക്ക് വരും. അപ്പോൾ ദിൽ ബി 3 പോയിന്റ്സ് ഓഫ് ബ്രേക്സ്. അപ്പോൾ 3 പോയിന്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ 3 പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവും. Right? There will be 3 points of discontinuity, there will be 3 points of non-differentiability.
അപ്പോൾ ബോക്സ് എക്സിന് എപ്പോഴും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതെപ്പോഴും ഓർക്കാം. ബോക്സ് എക്സിന് എപ്പോഴും അപ്പോൾ ദ പോയിന്റ്സ് വേർ ദ ഫംഗ്ഷൻ എക്സ്പ്രഷൻ ഇൻസൈഡ് ദ ബ്രാക്കറ്റ് ഇൻഡിജർ ആകുമ്പോഴാണ് ആ ഫംഗ്ഷൻ സ്പ്ലിറ്റ് വരിക, ബ്രേക്ക് വരിക. ബ്രേക്ക് വന്നാൽ ഡിസ്കണ്ടിന്യൂസ് ആവും. ഡിസ്കണ്ടിന്യൂസ് പോയിന്റ്സിൽ നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, എക്സ് -20യുടെയും 20യുടെയും ഇടയിലാണ്. അപ്പോൾ എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ -20 ആൻഡ് +20. അപ്പോൾ ഇതിൻ്റെ സ്ഥിതി നോക്കൂ, എക്സ് +20 എവിടെയാണ് കിടക്കുക? അപ്പോൾ എക്സ് +20 എവിടെയാണ് കിടക്കുക? 20 ഒന്നായിട്ട് ആഡ് ചെയ്താൽ 0ൻ്റെയും 20 + 20 40യുടെയും ഇടയിലാണ് കിടക്കുക അല്ലേ? അപ്പം ഈ ബ്രാക്കറ്റിനുള്ളിൽ ഇത് ബോക്സാണ്, ബോക്സ് ഫംഗ്ഷനാണ്, മോഡല്ല ബോക്സ് ഫംഗ്ഷനാണ്. അപ്പോൾ ഇത് നോൺ ഡിഫറൻഷ്യബിൾ ആവുക അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആവുക എക്സ് +20 ഇൻഡിജേഴ്സ് ആകുമ്പോഴാണ്. അപ്പോൾ 0ൻ്റെയും 40യുടെയും ഇടയിൽ 1, 2, 3 etc. 39 പോയിന്റ്സിൽ അത് ഇൻഡിജേഴ്സ് ആവും. അപ്പോൾ അവിടെയൊക്കെ നോൺ ഡിഫറൻഷ്യബിൾ ആവും. കാരണം ഇത് എക്സ് അല്ല, എക്സ് +20 ആണ് 39 ആവുന്നത്, എക്സ് 19 ആയാൽ മതി. അപ്പോൾ എക്സ് +20 1 ആവാം, എക്സ് +20 2 ആവാം, എക്സ് +20 39 ആവാം. അപ്പോഴൊക്കെ അത് നോൺ ഡിഫറൻഷ്യൽ ആവും. അപ്പോൾ എത്ര പോയിന്റ്സ് ഉണ്ട്? ദർ ആർ 39 പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി. അപ്പം ഈ ഫംഗ്ഷൻ 39 പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആണ്, അതുപോലെ തന്നെ 39 പോയിന്റ്സിൽ നോൺ ഡിഫറൻഷ്യബിൾ. ഇനി ഇങ്ങോട്ടേക്ക് വരാം. ബോക്സ് എക്സ് പ്ലസ് ഹാഫ്. ബോക്സ് എക്സ് പ്ലസ് ഹാഫിന്റെ സ്ഥിതി നോക്കൂ. എക്സ് പ്ലസ് ഹാഫ് എവിടെയൊക്കെ ഇൻഡിജേഴ്സ് ആവുക? എക്സ് -20 20യുടെയാണ്. അപ്പം എക്സ് പ്ലസ് ഹാഫ് എവിടെ ഉണ്ടാവുക? 20.5 20.5ൻ്റെയും -20 + ഹാഫ് 19 -19.5ൻ്റെയും ഇടയിലാവും. അപ്പോൾ എക്സ് പ്ലസ് ഹാഫ് 20.5ൻ്റെയും -19.5ൻ്റെ ഇടയിലാവുമ്പോഴൊക്കെ ആ പോയിന്റൊക്കെ ആ സമയത്തൊക്കെ ഈ സാധനം ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ ഇത് എക്സ് പ്ലസ് ഹാഫ് ഇൻഡിജേഴ്സ് ആകുമ്പോഴൊക്കെ അവിടെ സ്പ്ലിറ്റ് വരും, അവിടെയൊക്കെ അത് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കും. അപ്പം നമ്പർ ഓഫ് പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഹിയർ എന്തായിരിക്കും? -19 തൊട്ടിട്ട് 20 വരെ. കണ്ടേ, 20യുടെ ഇപ്പുറത്തല്ലേ? അതായത് എക്സ് പ്ലസ് ഹാഫ് -19 ആവാം, എക്സ് പ്ലസ് ഹാഫ് -18 ആവാം, എക്സ് പ്ലസ് ഹാഫ് +20 ആവാം. നോക്കൂ, എക്സ് പ്ലസ് ഹാഫ് +20 ആകുമ്പം എക്സ് 19.5 വരെ വരുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ എക്സ് പ്ലസ് ഹാഫ് 20 വരുമ്പോൾ എക്സ് പ്ലസ് ഹാഫ് 20 പറഞ്ഞാൽ എക്സ് പ്ലസ് ഹാഫ് 20 പറഞ്ഞാൽ എക്സ് ഇസ് ടേക്കിംഗ് വാല്യൂസ് 19.5. അപ്പം ഇവിടെ എത്ര പോയിന്റ്സ് ഉണ്ടാവും? ഇവിടെ അത് 39 പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവും. ഇത് ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ എക്സ് ഇസ് ടേക്കിംഗ് ഫ്രാക്ഷൻസ് അല്ലേ? എക്സ് ഇപ്പം എക്സ് 1/2 ആവാം, എക്സ് 3/2 ആവാം, എക്സെട്ര. ഇനി ഇതിന് സ്ഥിതി എന്താ? 2x + 1. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മോഡ് x - 1 1ൽ നോൺ ഡിഫറൻഷ്യബിൾ ആണ് കേട്ടോ. 1ൽ കൂർപ്പുണ്ടാവും. മോഡ് x + 1 ആണെങ്കിലോ? മോഡ് x + 1 -1ൽ ഷാർപ്പ് എഡ്ജ് ആണ്. അപ്പം 2x + 1 ആണെങ്കിലോ? 2x + 1 മോഡ് 2x + 1 മോഡ് ആണെങ്കിൽ എവിടെയാ? -1/2ൽ ഷാർപ്പ് എഡ്ജ് ഉണ്ടാവും. മോഡ് 2x + 1 is not differentiable at x = -1/2. അതേപോലെ മോഡ് 2x + 3 എവിടെയാണ് നോൺ ഡിഫറൻഷ്യബിൾ ആയിരിക്കുക? ഇറ്റ് ഇസ് നോൺ ഡിഫറൻഷ്യബിൾ അറ്റ് -3/2. 2x + 3 0 ആവുന്ന സ്ഥലത്താണ് അതിന് കൂർപ്പ് വരിക. അപ്പോൾ 2x + 3 നോൺ ഡിഫറൻഷ്യബിൾ ആവുക -3/2ലാണ്. ഈ -3/2 ഇതിലൊരു വാല്യൂ ഉണ്ടാവും, എക്സ് പ്ലസ് ഹാഫ്. ഇത് എക്സ് -3/2 ആകുമ്പോൾ എന്താ വരിക? -3/2 + ഹാഫ്. അപ്പോൾ ഒരു ഇൻഡിജർ അല്ലേ? ആ സാധനം ഈ 39ൽ കൂട്ടിയിട്ടുണ്ടാവും. അപ്പം ഇതിൽ 39, ഇതിൽ ഈ -3/2 നോൺ ഡിഫറൻഷ്യബിൾ ആണ്. ഇവിടെ ഇത് x = -3/2 നോൺ ഡിഫറൻഷ്യബിൾ ആണ്. അപ്പോൾ ഈ 39ൽ ഈ -3/2 ഉൾപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ 39 പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി, ഇതിൽ 39 പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി. ഈ 39 പോയിന്റ്സിൽ ഒരു പോയിന്റ് ഈ പോയിന്റ് x = -3/2 ആണ്. അതുകൊണ്ട് മൊത്തം പോയിന്റ്സ് ഓഫ് നോൺ ഡിഫറൻഷ്യബിലിറ്റി എത്രയാണ്? 39 + 39 78. അപ്പോൾ ആൻസർ ഇസ് 78. ഇതൊരു നല്ല ചോദ്യമാണ് കേട്ടോ, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 59 എന്താ പറയുന്നത് നോക്കൂ. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്, റേറ്റ് ഓഫ് ചേഞ്ചുള്ള ചോദ്യമാണ്. ഇങ്ങനത്തെ ചോദ്യം വന്നാൽ ഉടനെ സെലക്ട് ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ? എ വാട്ടർ ടാങ്ക് ആസ് ദ ഷേപ്പ് ഓഫ് എൻ ഇൻവേർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ. ഇൻവേർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെയാണ്. ഇൻവേർട്ടഡ് റൈറ്റ് സർക്കുലർ കോൺ, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. സെമി വെർട്ടിക്കൽ ആംഗിൾ ഇസ് tan inverse 1/2. അപ്പോൾ ഇതാണ് സെമി വെർട്ടിക്കൽ ആംഗിൾ. ഈ ആംഗിളാണ് tan inverse 1/3. ഈ ആംഗിൾ tan inverse 1/2 ആണ്.
angle theta is tan inverse 1 by 2. The theta angle theta is equal to tan inverse 1 by 2 ആണ്. Or tan theta will be 1 by 2. Right. എന്താ വന്നിട്ടുള്ളത് പിന്നെ? Water is poured into it at a constant rate of 5 cubic meter per minute. അപ്പോൾ water is poured means volume ആണ്. അപ്പോൾ dV by dt തന്നിട്ട്. What is dV by dt? Is equal to 5. അപ്പോൾ വാട്ടർ pour ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ വന്ന് ഇങ്ങനെ റൈസ് ചെയ്യും. അപ്പോൾ എന്താ ചോദ്യം? At the rate at which the water level, അപ്പോൾ ആദ്യം ചെറിയ ഓക്യുപ്പൻസി ആയതുകൊണ്ട് പെട്ടെന്ന് കൂടും. കുറച്ചും കൂടെ വീതി കൂടുന്തോറും അതിൻ്റെ റേറ്റ് ഓഫ് ലെവൽ ഓഫ് ഇൻക്രീസ് ഡിമിനിഷ് ചെയ്യും തീർച്ചയായിട്ടും. അപ്പോൾ വാട്ട് ഇസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ വാട്ടർ ലെവൽ ഇൻക്രീസസ് വെൻ ദ ഹൈറ്റ് ഇസ് 10 meters? അതെ, 10 meters ആകുമ്പം 10 meters 10 meter ആകുമ്പം എത്ര റേറ്റിലാണ് വെള്ളം കൂടുന്നതെന്നുള്ള ചോദിച്ചു. അപ്പോൾ എന്താ ചോദ്യം? ഈ ലെങ്ത് y ആണ്. ഇപ്പം ഏതെങ്കിലും ഒരു സ്ഥലത്ത് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് y ആണ്, ഈ ലെങ്ത് y ആണെന്ന് ചോദിച്ചോളൂ, ഈ ലെങ്ത് x ആണെന്ന് ചോദിച്ചോളൂ. x is the radius of the cone and y is the height of the cone. അങ്ങനെയാണെങ്കിൽ എന്താ ചോദ്യം? what is dy by dt? What is dy by dt when y equals 10? ഇതാണ് question. This is given. What is the value of dy by dt when the value of y is 10? ഇതാണ് question. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ vയും yയും കൂടി കണക്ട് ചെയ്യാം. vയും yയും കൂടി എങ്ങനെ കണക്ട് ചെയ്യാം? You know v equals 1 by 3 pi x square y. അപ്പോൾ ഇവിടെ രണ്ട് വേരിയബിൾസ് ഉണ്ട്, എക്സും വൈയും. ഈ എക്സും വൈയും റിലേറ്റ് ചെയ്യാം. എന്താണ്? ഏതെങ്കിലും ഒരു വേരിയബിൾ കളയുക. ഒരു വേരിയബിൾ എങ്ങനെ കളയുക? അതിനാണ് ഈ സാധനം തന്നിട്ടുള്ളത്. കണ്ടോ, ഇത് തീറ്റ ആണെങ്കിൽ if this is theta, what is tan theta? Tan theta is opposite side by adjacent side. It is x by y. And tan theta it is given as 1 by 2. അപ്പോൾ what is the relation between x and y? 2x ആണ് y, or x equals y by 2 ആണ് അല്ലേ? x is equal to y by 2 ആണ്. x equals y by 2 ആണ്. അപ്പോൾ ഇവിടെ എക്സിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം നമുക്ക് മക്കളെ. y equals 1 by 3 pi into എക്സിന് പകരം y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്താ കിട്ടുക? y square, that is y cube by 4. അപ്പോൾ വിയുടെ വാല്യൂ അതാണ്. Therefore v is equal to 1 by 12 pi y cube. അപ്പോൾ യു ഹാവ് റിട്ടൺ ആ വി എന്നുള്ള ഫംഗ്ഷൻ വൈയുടെ ടേംസിൽ മാത്രം. ഇപ്പോൾ റേഡിയസിലാണ് ചോദ്യമെങ്കിൽ റേഡിയസിലേക്ക് എക്സിലേക്ക് കണക്ട് ചെയ്യണം. ഇവിടെ ഹൈറ്റിലാണ് കണക്ട് ഡി വൈ ബൈ ഡി ടി ചോദിച്ചത്, അതുകൊണ്ട് അതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ വാട്ട് ഇസ് ഡി വി ബൈ ഡി ടി? ഡി വി ബൈ ഡി ടി ഈസ് ഇക്വൽ ടു 1 by 12 pi into 3y square dy by dt. അപ്പം അതിലെല്ലാം തന്നിട്ടുണ്ട് തോന്നുന്നു അല്ലേ? ഡി വി ബൈ ഡി ടി തന്നിട്ടുണ്ട് 5 is equal to 1 by 12 pi into 3 into y square തന്നിട്ടില്ലേ? y square, y is 10 അല്ലേ? ഡെപ്ത് 10 ആകുമ്പോൾ 10 square, 10 into 10 into dy by dt. അത് dy by dt കാണും. അത് സിംപ്ലിഫൈ ചെയ്ത ആൻസർ ആവും. എത്ര ആൻസർ? 3 will go here 4 times and 4 will go here. This is 2, this is 5, this is again 5, this 5 and 5 get cancelled. The answer is 1 by 5 pi. A is answer. A is answer. Simple question ആണ്. ഇന്നത്തെ ചോദ്യമൊക്കെ വന്നാൽ ആദ്യം തന്നെ ഈ റേറ്റ് ഓഫ് ചേഞ്ചിലെ ചോദ്യം ആദ്യം തന്നെ പിക്ക് ചെയ്തോളൂ, ഡയറക്റ്റ് പിക്ക് ചെയ്തോളൂ, ശരിയായിരിക്കും. അത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, റേറ്റ് ഓഫ് ചേഞ്ചിലെ ക്വസ്റ്റ്യൻ. ഇനി ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലെ ചോദ്യമാണ്. ഇത് ടാൻജൻസ് ആൻഡ് നോർമൽ സിലബസിൽ ഇല്ല, എന്നാലും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പഠിച്ചോളൂ. കാരണം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടല്ലോ. റേറ്റ് ഓഫ് എന്താണ് ടാൻജൻറ്റ്, എന്താണ് സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഇസ് ഈക്വൽ ടു ഡെറിവേറ്റീവ് ഓഫ് ദ ഫംഗ്ഷൻ അറ്റ് ദാറ്റ് പോയിന്റ്. ആ കൺസെപ്റ്റിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വരുന്നത്. എക്സ് സ്ക്വയർ ഈക്വൽസ് 2y. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ x minus y equals 1. Shortest distance between xy is equal to 1 and the curve x square equals 2y. അപ്പോൾ ആദ്യം x square equals 2y വരയ്ക്കാം. അപ്പോൾ this is y axis, x axis. x square equals 2yയുടെ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ഇതാണ് x square equals 2y. x square equals 2y. Now, what is the graph of നമ്മളെ x minus y is equal to 1? ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. x minus y is equal to 1 ഗ്രാഫ് ലൈൻ ഇങ്ങനെയാണ്. അപ്പം ഇത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും? ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് വിൽ ബി ദ പോയിന്റ് വേർ യു ക്യാൻ ഡ്രോ ടാൻജന്റ് വിച്ച് ഇസ് പാരലൽ ടു, ഇതിന് പാരലൽ ആയിട്ടൊരു വര വരയ്ക്കാൻ പറ്റും. ഇതാ ഇവിടെ ആയിരിക്കും. ഇതാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഇതായിരിക്കും. ദിസ് വിൽ ബി ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്.
But what is the property of the shortest distance? It will be the point where it is nearest. ഈ പോയിന്റ് നിയറസ്റ്റ് ആണ്. അപ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടി? ഏത് പോയിന്റിലാണോ ഈ പോയിന്റിൽ ഏത് പോയിന്റിലാണോ ടാൻജന്റ് വരച്ചാൽ ഈ ലൈനിനോട് പാരലൽ ആവുക, ആ രണ്ട് വരകൾ തമ്മിലുള്ള ദൂരമാണ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. കാരണം ഇവിടെ ഒരു പോയിന്റ് എടുത്താൽ ഇതല്ലേ ദൂരം, ഇതല്ലേ ദൂരം, ഇതല്ലേ ദൂരം, അപ്പോൾ ഒക്കെ വലിയ ദൂരമല്ലേ. അപ്പോൾ ഏറ്റവും ചെറിയ ദൂരം ആവുമ്പോൾ എന്താവും, അവിടെ നമുക്ക് ടാൻജന്റ് വരച്ചിട്ടുണ്ടെങ്കിൽ ആ ടാൻജന്റും നമ്മളെ ഈ തന്ന ലൈനും പാരലാണ്. നോക്കൂ, അപ്പോൾ എന്താ രണ്ട് പാരൽ ലൈൻസിന്റെ പ്രത്യേകത എന്താ? രണ്ട് പാരൽ ലൈൻസിന്റെ പ്രത്യേകത അതിന്റെ സ്ലോപ്സ് സെയിം ആയിരിക്കും. സ്ലോപ്സ് വിൽ ബി ദ സെയിം. അപ്പോൾ ഇതിന് സ്ലോപ്പ്, ഇത് ഈ ലൈനിന്റെ പേരെന്താ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 1 ആണ് സ്ലോപ്പ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? y equals mx plus c, അല്ലെങ്കിൽ മൈനസ് കോഎഫിഷ്യന്റ് ഓഫ് എക്സ് ബൈ കോഎഫിഷ്യന്റ് ഓഫ് y എടുത്താൽ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇതിന്റെ സ്ലോപ്പും 1 ആയിരിക്കും, ബിക്കോസ് പാരലൽ ലൈൻസ് ഹാവ് ഈക്വൽ സ്ലോപ്സ്. അപ്പോൾ ഈ പോയിന്റിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ പോരെ അല്ലേ? ഡെറിവേറ്റീവ് എടുത്താൽ മതി. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പോയിന്റ് x1 y1 വിചാരിച്ചോളൂ. യു ക്യാൻ ടേക്ക് ദ പോയിന്റ് as x1 y1 വിചാരിച്ചോളൂ. അപ്പോൾ what is the slope of this line? It is the derivative of that function at that point. By x square 2y, x square equals 2y നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടുക? 2x x1 is equal to 2y1 2y dash 2y divided by x. y dash 1 divided by x ആണ്. അപ്പോൾ 2 can be cancelled. divided by x എന്താ? divided by x is equal to എന്താണ്? x x1 right? 2x x1 അല്ലേ? x x1. അപ്പം x x1 1 ആവണം കണ്ടോ? വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് പോയിന്റ്? x1 സ്ക്വയർ അല്ലേ? അപ്പോൾ വാട്ട് ഇസ് ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ് പോയിന്റ്? ഡെറിവേറ്റീവ് അറ്റ് ദാറ്റ് പോയിന്റ് ഇസ് x1 y1 ഇസ് 2x x1 ഇല്ല, 2x ആയിരുന്നു. 2x y dash is equal to 2x. അപ്പോൾ y dash is x. So y dash at that point എന്തായിരിക്കും? y dash at x1 y1 എന്തായിരിക്കും മക്കളെ? It will be x1. You know derivative at that point is x1 and x1 should be 1. അത് 1 ആണല്ലോ. സ്ലോപ്പ് should be the same. അപ്പോൾ ഈ പോയിന്റിന്റെ x കോർഡിനേറ്റ് എന്തായിരിക്കും? 1. അപ്പോൾ x കോർഡിനേറ്റ് 1 ആണെങ്കിൽ y യുടെ വാല്യൂ എന്താ? y യുടെ വാല്യൂ 1/2 അല്ലേ? അപ്പോൾ 1,1/2 ആണ് ആ പോയിന്റ്. സിമ്പിൾ അല്ലേ? അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 1,1/2. അപ്പോൾ ചോദിക്കാം, ഇങ്ങനെ ചോദിക്കാം, ദ പോയിന്റ് ഓൺ ദ കർവ് വിച്ച് ഇസ് നിയറസ്റ്റ് ടു ദാറ്റ് ലൈൻ എന്താ ചോദിക്കാം? If alpha beta is a point on the curve which is nearest to that line, what is alpha, what is beta ചോദിക്കാം. What is alpha plus 2 beta ചോദിക്കാം. ഇതൊക്കെ ഇൻഡിജർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. What is the distance from 1/2 to this line? ഈ പോയിന്റ് നിന്ന് ഇതിലേക്കുള്ള ദൂരം. What is the distance from a point to a line? ഒരു പോയിന്റ് നിന്ന് ലൈനിലേക്കുള്ള ദൂരത്തിന് നമുക്കളെ x1 y1 എന്നുള്ള പോയിന്റ് നിന്ന് ax plus by plus c equals 0 ലേക്ക് ദൂരം എന്താ? It is modulus of ax1 plus by1 plus c divided by under root a square plus b square. Is the distance from a point to a line. അപ്പോൾ ഇവിടെ എന്താ വരിക? It is distance is equal to modulus of ax1, that is x into 1, that is 1 minus 1/2 minus 1 divided by root of a square plus b square. Simplify 1 വെട്ടിപ്പോവും. It is 1/2 root 2 is the answer. അടുത്ത ചോദ്യം, മോണോട്ടോസിറ്റി വേവി കർവ്. f of x equals x into e raised to x into 1 minus x. ഫംഗ്ഷൻ ഇങ്ങനെയാണ്. y is equal to y equals x into e power x minus x square ആണ്. ചോദ്യം നമുക്ക് ചോയ്സ് നോക്കൂ, ഇൻക്രീസിങ് ഡിക്രീസിങ് എക്സെട്ര അങ്ങനെയൊക്കെയാണ്. അപ്പോൾ യു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. വാട്ട് ഇസ് ഡെറിവേറ്റീവ്? dy by dx is equal to, ഇത് പ്രോഡക്റ്റ് റൂളാണ്, രണ്ട് ഫംഗ്ഷൻസിൻ്റെ എക്സും ഇ റേസ് ടു എക്സ്. അപ്പോൾ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ്, ഇറ്റ് ഇസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്താണ് 1 minus 2x. പിന്നെ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ദറ്റ് ഇസ് ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് ദറ്റ് ഇസ് 1. അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. ഇ റേസ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ പുറത്തെടുത്താൽ ഉള്ളിൽ എന്താ വരിക? x into x minus 2x square plus 1. അല്ലേ? Which can be simplified as e raised to x minus x square into minus 2x square plus x plus 1. Right? ഇവിടെ നിങ്ങൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ്, ശ്രദ്ധിക്കണേ, കുറച്ച് കാര്യങ്ങൾ. വേവി മെത്തേഡ്, ആ മെത്തേഡ് ആദ്യം പറയാം.
Suppose you have a function like this, f of x equals x minus 1 into x minus 2. F of x equals x minus 1 into x minus 2. Suppose you want to draw this graph of this function. Not drawn to scale, just draw. എന്താ ചെയ്യേണ്ട ആദ്യം? ഇപ്പം ഒരു കാര്യം പറയട്ടെ, ഒരു കേവ് ഇങ്ങനെയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഒരു കേവ് ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോൾ ഇവിടെ പോയിന്റ് ഇപ്പോൾ 1 ആണ്, ഈ പോയിന്റ് 2 ആണ്, ഈ പോയിന്റ് 3 ആണ്, ഈ പോയിന്റ് 4 ആണ്. ഈ ഫംഗ്ഷൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ആണ്. y ഈക്വൽസ് എഫ് ഓഫ് എക്സ് ആണെങ്കിൽ എഫ് ഓഫ് 1 0 ആയിരിക്കും, എഫ് ഓഫ് 2 0 ആയിരിക്കും, എഫ് ഓഫ് 3 0 ആയിരിക്കും, എഫ് ഓഫ് 4 0 ആയിരിക്കും. വൈ? കാരണം ആ കേവ് ക്രോസ് ചെയ്യുന്ന സ്ഥലം ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇനി 1ൻ്റെയും 2ൻ്റെയും ഫോർ ഓൾ വാല്യൂസ് ഓഫ് എക്സ് ബിറ്റ്വീൻ 1 and 2 കേവ് മേലെ ആയതുകൊണ്ട് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. പിന്നെയോ 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, കാരണം ഗ്രാഫ് താഴെയാണ്. 3ൻ്റെയും 4ൻ്റെയും ഇടയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അതായത് y ഈക്വൽസ് എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് എക്സ് ആക്സസിനെ ക്രോസ് ചെയ്യുന്ന സ്ഥലം എഫ് ഓഫ് എക്സ് ഈക്വൽസ് 0ൻ്റെ ആ ക്രോസ് ചെയ്യുന്ന സ്ഥലത്ത് ആ പോയിന്റിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതായത് എഫ് ഓഫ് 1 0 ആയിരിക്കും, എഫ് ഓഫ് 2 0 ആയിരിക്കും, എഫ് ഓഫ് 3 0 ആയിരിക്കും, എഫ് ഓഫ് 4 0 ആയിരിക്കും. ഇനി ഗ്രാഫ് മേലെയാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, ഗ്രാഫ് താഴെയാണെങ്കിലോ ഫംഗ്ഷൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. Is that clear? This is point number 1. ഇനി point number 2. Suppose you have a function f of x equals x minus 1 into x minus 2. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം എന്ന് ചോദിക്കാം. ഞാൻ എന്താ 1ഉം 2ലും എന്തായാലും ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആണ്, കാരണം x 1 കൊടുത്താൽ ഫംഗ്ഷൻ വാല്യൂ 0 ആണ്, 2ൽ കൊടുത്താലും ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ 1ലും 2ലും എന്തായാലും അതിൻ്റെ ഗ്രാഫ് 1ലും 2ലും ക്രോസ് ചെയ്യും. ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ഇങ്ങനെ വേവ് ആയിട്ട് വരയ്ക്കും. യു ഡ്രോ ഇറ്റ് ആസ് എ വേവ്. എന്താ കാണിച്ചാൽ ദാറ്റ് വേവ് വിൽ വർക്ക്. കാരണം എന്താ അറിയാം? സപ്പോസ് യു ടേക്ക് എ പോയിന്റ് ഹിയർ വിച്ച് ഇസ് ബിഗർ ദാൻ 2നേക്കാൾ ബിഗർ ആയിട്ടുള്ള വാല്യൂസ് 3 കൊടുത്തോളൂ. അപ്പോൾ ഇവിടെ 3 കൊടുത്താൽ 3 minus 1, 3 minus 2, 3 minus 1 2 ആണ്, 3 minus 2 1 ആണ്, രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോൾ പ്രോഡക്റ്റ് ഓഫ് 2 പോസിറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എന്തായാലും കേവ് മേലെയാണ്, അതുകൊണ്ടാണ് മേലെ. 1നും 2ൻ്റെ ഇടയിൽ നമ്പർ കൊടുത്തോളൂ, 1.5 കൊടുത്തോളൂ. 1.5 ആണെങ്കിൽ ഇതെന്താ? 1.5 minus 1.5 ആണ്, ഇത് നെഗറ്റീവാണ്. 1.5 minus 2 നെഗറ്റീവ് ആണ്. അപ്പോൾ ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ആണ്, ഗ്രാഫ് താഴെയായിരിക്കും. ഇവിടെയാണെങ്കിലോ സപ്പോസ് ഇറ്റ് ഇസ് 0.5, 1ൻ്റെ ഇപ്പുറത്താണെങ്കിൽ 0.5 കൊടുത്തോളൂ. 0.5 ആണെങ്കിൽ എന്താ വരിക? ഇതും നെഗറ്റീവ് ആവും, രണ്ട് നെഗറ്റീവ് ആവും, പോസിറ്റീവ് ആവും, മുകളിലാവും. മനസ്സിലായോ? അപ്പോൾ വെറുതെ ഇതൊന്നും നോക്കാതെ ഞാൻ വെറുതെ വേവ് ഏറ്റവും 1ലും 2ലും ക്രോസ് ചെയ്യും, 2ൻ്റെ വലത്ത് ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് തുടങ്ങാം, ഒരു വേവ് വേണ്ടി വരയ്ക്കും. അപ്പോൾ സപ്പോസ് ദ ഗ്രാഫ് ഇസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് മൈനസ് 1 into x minus 2 into x minus 3. നിങ്ങൾ എങ്ങനെയാണ് വേവ് വരയ്ക്കുക? ഹൗ ടു ഡ്രോ ദ വേവ്? ദാറ്റ് വേവ് വിൽ വർക്ക്. എന്താ വേവ്? 1ലും 2ലും 3ലും അത് ക്രോസ് ചെയ്യും. 1ലും 2ലും 3ലും ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. ഞാൻ കണ്ണും മുട്ടി എന്ത് ചെയ്യുക? 3യുടെ ഏറ്റവും മുകളിൽ നിന്ന് വലത്ത് ഭാഗത്ത് തുടങ്ങുക, എന്നിട്ട് വേവ് ഇങ്ങനെ വരയ്ക്കും. ദിസ് വിൽ വർക്ക്. എന്താ വെച്ചാൽ എക്സ് 3യുടെ പുറത്ത് പോസിറ്റീവ് ആയി എക്സെട്ര. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുക എപ്പോഴാണ്? 1ൻ്റെയും 2ൻ്റെ ഇടയിലും 3 കഴിഞ്ഞാലും. എപ്പോഴാണ് നെഗറ്റീവ് ആവുക? -∞ to 1 യൂണിയൻ 2 to 3. അപ്പോൾ ഇത് ചോദ്യം ഇങ്ങനെ അയച്ചോളൂ, എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് മൈനസ് 1 into x minus 2 into x minus 3 into x minus 4 ആണെങ്കിലോ? സപ്പോസ് ഇറ്റ് ഇസ് x minus 4. ഇവിടെ ഒരു x minus 4 ഉണ്ട് ചോളൂ. ഇവിടെ x minus 1 into x minus 2 into x minus 3 into x minus 4 ഉണ്ട് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ വേവ് എങ്ങനെയുണ്ടാവുക? ഹൗ ടു ഡ്രോ ദ വേവ്? ഈ വേവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, അങ്ങനെ തന്നെ പഠിക്കാം. ഇതിൻ്റെ വേവ് എങ്ങനെയുണ്ടാവുക? 1ലും 2ലും 3ലും 4ലും അത് ക്രോസ് ചെയ്യും അല്ലേ? അപ്പോൾ യു സ്റ്റാർട്ട് ഫ്രം ഒരേ ഓർഡറിൽ എഴുതുക. സ്റ്റാർട്ട് ഫ്രം ദ അപ്പർ പോർഷൻ. അപ്പർ പോർഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ചോദിച്ചാലോ, എഫ് ഓഫ് എക്സ് പോസിറ്റീവ് ആവുന്ന സ്ഥലം എവിടേക്കാണ് ചോദിച്ചാൽ എന്താ ആൻസർ? -∞ to 1 യൂണിയൻ 2 to 3 യൂണിയൻ 4 to ∞. ഓപ്പൺ 4 to ∞. എപ്പോഴൊക്കെ ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആവുക? ഈ ഫംഗ്ഷൻ ലെസ് ദാൻ 0 ആവുക എപ്പോഴാണ്? 3ൻ്റെയും 4ൻ്റെ ഇടയിൽ 1ൻ്റെയും 2ൻ്റെ ഇടയിൽ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് വേറൊരു കാര്യം കൂടി ഉണ്ട്, ഒരു കാര്യം കൂടി പറയാം. ഇതിപ്പോൾ ചോദ്യം ഇങ്ങനെയായിരുന്നു വിചാരിക്കാം. സപ്പോസ് ദ ഫംഗ്ഷൻ ഈസ് ലൈക്ക് ദിസ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് ചോ, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട് ചോ. x minus 1 into x minus 2 into x minus 1 into x minus 2 square into x minus 3 cube into x minus 4 എടുത്തോളൂ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഗ്രാഫ്, ഇതിൻ്റെ ഷേപ്പ് എങ്ങനെയുണ്ടാവുക? 1ലും 2ലും 3ലും 4ലും ക്രോസ് ചെയ്യും. ഫംഗ്ഷൻ വാല്യൂ 0 ആണ്. 1ലും 2ലും 3ലും ഫംഗ്ഷൻ വാല്യൂ 0 ആണ്.
ഇനി ചെയ്യേണ്ടത് 4 ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങാം. നോക്കൂ, ഇവിടെ ക്യൂബാണ്. 4 ആകുമ്പം ഇങ്ങനെ വരും, ക്യൂബ് ആകുമ്പം കൂളിയിടും, 2 ആകുമ്പം ഇങ്ങനെ വരും, 1 ആകുമ്പം ഇങ്ങനെ വരും. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. വൈ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് പറയുന്നത്? നോക്കൂ, ഇവിടെ ക്യൂബ് ആണെങ്കിൽ 3യുടെ ഇപ്പുറത്തും ഇപ്പുറത്തും ചിഹ്നം മാറും. 2 ആണെങ്കിൽ നോക്കൂ, 2ല് x-2 സ്ക്വയർ ആണ്. അപ്പം 2ൻ്റെ നെയ്ബർഹുഡിൽ, 2ൻ്റെ അപ്പുറത്തും 2ൻ്റെ ഇപ്പുറത്തായാലും അപ്പുറത്തായാലും x-2 സ്ക്വയർ ആണ്. x-2 സ്ക്വയർ ആണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് ആവും, പോസിറ്റീവ് ആണെങ്കിലും സ്ക്വയർ ചെയ്താൽ പോസിറ്റീവ് ആവും. അപ്പോൾ x-2 സ്ക്വയർ 2ൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും പോസിറ്റീവ് ആണ്. എന്ന് വെച്ചാൽ എന്തായിരുന്നു 2ൻ്റെ അപ്പുറത്തെ സ്റ്റാറ്റസ്, അതന്നെയായിരിക്കും 2ൻ്റെ ഇപ്പുറത്തും അതിൻ്റെ സ്റ്റാറ്റസ് ഉണ്ടാവുക. അപ്പോൾ അത് താഴേക്ക് പോകില്ല. അപ്പോൾ ഇതിൻ്റെ പവർ ഈവൻ ആണെങ്കിൽ അത് എക്സ് ആക്സിനെ ക്രോസ് ചെയ്യില്ല. എന്ത് ചെയ്യണം? എക്സ് ആക്സിൻ്റെ തൊട്ട് പിന്നെയും പോകും, മുകളിൽ കൂടി പോകും. ഇസ് ദാറ്റ് ക്ലിയർ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. മാത്രമല്ല രണ്ടാമത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽസ് മൈനസ് ഓഫ് x-1 ഇൻറ്റു x-2 ഇൻറ്റു x-3 ആണെന്ന് ചോദിച്ചോ. നമ്മൾ പറഞ്ഞു ഇവിടെ വെറുതെ x-1 ഇൻറ്റു x-2 ആണെങ്കിൽ ഏറ്റവും വലുത് ഭാഗത്ത് തുടങ്ങാം. അപ്പം ഇങ്ങനെയാണെങ്കിൽ x-1 ഇൻറ്റു x-2 ഇൻറ്റു x-3 ആണെങ്കിൽ എങ്ങനെ വേവ് ചെയ്യാം? 1 2 3 വേവ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ഇങ്ങനെ ഉണ്ടാവുക. പക്ഷേ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് വിചാരിച്ചോളൂ. ഈ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ഉണ്ടെങ്കിൽ ഈ ഗ്രാഫ് എന്താവും? ഇതിൻ്റെ സ്റ്റാറ്റസ് നേരെ തിരിയും അല്ലേ? അപ്പോൾ ദ ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ നല്ലതല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർക്കാം. വേവി മെത്തേഡ്, വി കോൾ ദിസ് ആസ് വേവി മെത്തേഡ്. അപ്പോൾ അതാണ് ഈ ചോദ്യത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതിന് ഞാൻ മൈനസ് പുറത്തെടുക്കാം. മൈനസ് ഓഫ് e⁻x-x² into, you factorize this, it is 2x² minus x minus 1. If you factorize this, what you get? 2x² minus x minus 1 factorize എങ്ങനെ മക്കളെ? പ്രോഡക്റ്റ് -2 ആവണം, സമ്മ് -1 ആവണം. ഏതൊക്കെയാണ് നമ്പേഴ്സ്? പ്രോഡക്റ്റ് -2 ആവണം, സമ്മ് -1 ആവണം. -2 plus 1. But it is 2x² minus 2x plus x minus 1. It is 2x into x minus 1 plus x minus 1. Therefore, it is x minus 1 into 2x plus 1. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആയിരിക്കട്ടെ, 2 പുറത്തെടുക്കണം. അപ്പം 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഹാഫ്. അപ്പം ഇത് ഞാൻ ഇങ്ങനെ എഴുതാണ്. ഇറ്റ് ഇസ് മൈനസ് ഓഫ് e⁻x-x² ഇൻറ്റു 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് പ്ലസ് ഹാഫ്. ഇത് ഇങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ, നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്നെ പഠിക്കണം. അപ്പം എന്താ സംഭവിക്കാം? what do you get? ഇല്ലേ? അപ്പം ഇതിൻ്റെ വേവ് ഒന്ന് വരച്ച് നോക്കും മക്കളെ. ഇഫ് യു ഡ്രോ ദ വേവ് ഓഫ് ദിസ്, what do you get? ഇത് ശ്രദ്ധിക്കണം, f'(x)ന്റെ വേവ് ആണ്. f'(x)ന്റെ വേവ് ആണ് വരയ്ക്കുന്നത്. e⁻x-x² പോസിറ്റീവ് ആണ്, 2ഉം പോസിറ്റീവ് ആണ്. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ശ്രദ്ധിക്കൂ, ഇവിടെ മൈനസ് ഉണ്ട്. x-1 ഇൻറ്റു എക്സ് പ്ലസ് ഹാഫ് ആണ്. അപ്പോൾ അത് 0 ആവും എപ്പോഴാണ്? എക്സ് മൈനസ്, നമുക്ക് അത് മാത്രം നോക്കിയാൽ മതി. മൈനസ് ഓഫ് x-1 ഇൻറ്റു എക്സ് പ്ലസ് ഹാഫ്. ബാക്കിയെല്ലാം പോസിറ്റീവ് ആണല്ലോ, അപ്പോൾ ഒന്നും നോക്കണ്ട. e⁻x-x² പോസിറ്റീവ് ആണല്ലോ, 2 പോസിറ്റീവ് ആണല്ലോ. അപ്പോൾ വേവ് വരയ്ക്കുമ്പോൾ ഇവിടെ ഈ മൈനസ് ശ്രദ്ധിക്കുക, x-1 ശ്രദ്ധിക്കുക, എക്സ് പ്ലസ് ഹാഫ് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മാത്രം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടാവുക? മൈനസ് ഹാഫിലും 1ലും 0 ആവും. അപ്പോൾ മൈനസ് ഹാഫിൽ 0, 1ൽ 0. ഇതിവിടെ മൈനസ് ഉണ്ട്, അപ്പോൾ വേവ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവുക. റൈറ്റ്? വേവ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവ് ആയിരിക്കും, ഇവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്. അപ്പോൾ ഇതിന്ന് എന്തൊക്കെയാണ് മനസ്സിലാവും? ഇത് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്, f'(x)ൻ്റെ. ഇത് f'(x)ൻ്റെ കഥയാണ്. അപ്പം f'(x) ഇതിൻ്റെ ഇടയിൽ പോസിറ്റീവാണ്, ഇപ്പുറത്തെ നെഗറ്റീവാണ്, ഇപ്പുറത്തെ നെഗറ്റീവാണ്. ബട്ട് f'(x) പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, f'(x) നെഗറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ്. അപ്പം മൈനസ് ഹാഫിൻ്റെയും 1ൻ്റെ ഇടയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. -∞ ടു -1 യൂണിയൻ 1 ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. പിന്നെ ഇവിടെ ഒരു, അപ്പോൾ ഇവിടെ ആൻസർ ആയി തോന്നും.
ഇൻക്രീസിങ് ഇൻ മൈനസ് ഹാഫ് 1, ഇത് ശരിയാണ്, എ ശരിയാണ്. ഡിക്രീസിങ് ഇൻ ഹാഫ് 1 അത് തെറ്റാണ്. ഡിക്രീസിങ് ഇൻ മൈനസ് ഹാഫ് തെറ്റാണ്. അപ്പോൾ ബാക്കിയെല്ലാം തെറ്റാണ്. എ ബി സി ഡി, സി എവിടെ കാണുന്നില്ല. എനിവേ സി ഇതാ -1/2 അത് തെറ്റാണ്. -1/2 ഹാഫ്. അപ്പം -1/2ന്റെയും 1ന്റെ ഇടയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൽ ഉത്തരം? -1/2ന്റെയും 1ന്റെ ഇടയിൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. 1 to ∞ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. -∞ to -1/2 ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി നിങ്ങളിപ്പോൾ മനസ്സിലാക്കാം. എന്താ പറയുക, ഈ -1/2 വി കോൾ ഇറ്റ് ആസ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. നിങ്ങൾ ഫസ്റ്റ് ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമത്തിന് ഒരു ഡെറിവേറ്റീവ് ടെസ്റ്റ് ഉണ്ട്. വെൻ വിൽ യു സേ ഫംഗ്ഷൻസ് ലോക്കൽ മാക്സിമം? ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ വി കോൾ ദിസ് ആസ് ലോക്കൽ മാക്സിമം. ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ വി കോൾ ദിസ് ആസ് ലോക്കൽ മിനിമം. ലോക്കൽ മാക്സിമത്തിന് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എന്താ? ഡെറിവേറ്റീവ് എ എന്നുള്ള പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടാവണമെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്, ഡബിൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. എ എന്നുള്ള പോയിന്റിൽ ലോക്കൽ മിനിമം ഉണ്ടാവണമെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്, f'(a) പോസിറ്റീവ് ആണ്. അത് മിക്കവാറും എൻട്രൻസിന് അത് ഉപയോഗിക്കേണ്ടി വരില്ല. നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. എന്താ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? ഫംഗ്ഷൻ ഇങ്ങനെയാണെങ്കിൽ ലോക്കൽ മാക്സിമം ആണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ ലോക്കൽ മാക്സിമം ഉണ്ടാവണമെങ്കിൽ ഡെറിവേറ്റീവ് 0 ആണ്. പിന്നെന്താണ്? ഇങ്ങനെ കയറി ഇറങ്ങണം. കയറി ഇറങ്ങുക പറഞ്ഞാൽ എയുടെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം പോസിറ്റീവിന്ന് നെഗറ്റീവിലേക്ക് മാറണം. അപ്പോൾ പോസിറ്റീവിന്ന് നെഗറ്റീവിലേക്ക് മാറുകയാണെങ്കിൽ എ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമം ആണ്, ലോക്കൽ മാക്സിമം ആണ്. ഓക്കെ, അപ്പോൾ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം ഇഫ് at x equals a derivative is 0 and in the neighborhood of x equals a the derivative changes its sign from positive to negative. ഇനി എപ്പോഴാണ് മിനിമം ആവുക? ഇങ്ങനെ പോകണം, ലോക്കൽ മിനിമം. അപ്പോൾ അങ്ങനെയാകുമ്പം ഈ ബി എന്നുള്ള പോയിന്റിൽ ലോക്കൽ മിനിമം ഉണ്ടാവണമെങ്കിൽ ഡെറിവേറ്റീവ് അറ്റ് എക്സ് ഈക്വൽസ് ബി 0 ആവണം. ബിയുടെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവ് നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആവണം, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആവണം. അപ്പോൾ ഇവിടെ നോക്കൂ, -1/2ന്റെ ഇപ്പുറത്തെ എപ്പോഴും ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് എക്സ് പോവുക. അപ്പോൾ ഹാഫിൻ്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് ആവുന്നുണ്ട്. അപ്പോൾ ഇതെന്താ? ലോക്കൽ മിനിമാണ്. ദിസ് ഇസ് ലോക്കൽ മിനിമം. ഇതോ 1ന്റെ നെയ്ബർഹുഡിൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറുകയാണ്. അപ്പോൾ ദിസ് ഇസ് ലോക്കൽ മാക്സിമം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്താ വെച്ചാൽ -1/2ന്റെയും 1ന്റെ ഇടയിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്. 1 ഇൻഫിനിറ്റിയിലും -∞ to -1/2 ഡിക്രീസിംഗ് ആണ്. പിന്നെ -1/2 ഫംഗ്ഷൻ ലോക്കൽ മിനിമാണ്, 1 ഫംഗ്ഷൻ ലോക്കൽ മാക്സിമം ആണ്. ഇത്രയും ഒരു ക്വസ്റ്റ്യനിൽ തന്നെ എല്ലാം കൂടി നിങ്ങൾ പഠിച്ചാൽ നല്ലതാണ്. നമുക്ക് ഈ ചോദ്യം നോക്കാം. Let f from 0 to f is a twice differentiable function such that f'(x) greater than 0. ഈ f'(x) greater than 0 പറയുന്നത് എന്താ അർത്ഥം? f'(x) greater than 0. f'(x) greater than 0 ആണെങ്കിൽ what you mean is f' is strictly increasing. അതൊരു കണ്ടുപിടുത്താണ്. പിന്നെ വേറെ കണ്ടുപിടുത്തുണ്ട്. f'(x) greater than 0 ആണെങ്കിൽ ഈ ഗ്രാഫ് ഇറ്റ് വിൽ ബി കോൺവെക്സ് ഡൗൺ. ഗ്രാഫ് താഴേക്ക് ബൾജ് ചെയ്യും, താഴേക്ക് ബൾജ് ചെയ്തിട്ടുള്ള ഗ്രാഫ് ആയിരിക്കും. അത് നമുക്ക് വേറെ ഏതെങ്കിലും കോണ്ടെക്സ്റ്റിൽ പറയാം, ഇവിടെ ആവശ്യമില്ല. f'(x) is strictly increasing. f' is strictly increasing ആണ്. ഇവിടെ നോക്കുക, φ(x) f(x) plus f(2 - x) എന്നുണ്ട്. ഫൈ എന്താണെന്ന ചോദ്യം. ഫൈനെ പറ്റിയിട്ടുള്ളതാണ്. The options are all about the function phi. അപ്പോൾ എന്ത് ചെയ്യണം? φ'(x) കാണും. You find the value of φ'(x). അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യൂ, φ'(x) ചെയ്യൂ. φ(x) ഇതല്ലേ, f(x) plus f(2 - x) അല്ലേ. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇറ്റ് ഇസ് f'(x) പ്ലസ് എന്താ കിട്ടുക മക്കളെ? f'(x) പ്ലസ് f'(2 - x) ഇൻറ്റു -1 അല്ലേ. f'(2 - x) ഇൻറ്റു -1. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. ഇറ്റ് ഇസ് f'(x) മൈനസ് f'(2 - x). അപ്പം φ'(x) 0 ആവുന്ന സ്ഥലത്ത് എന്തായിരിക്കും ഉണ്ടാവുക? ഇത് 0 ആവും. ഇത് 0 ആവുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് രണ്ടും സെയിം ആവും. ഏത് രണ്ടും സെയിം ആവും? f'(x)ഉം f'(2 - x) ഈക്വൽ ആവും അല്ലേ. φ'(x) 0 ആവുന്ന സ്ഥലമല്ലേ എക്സ്ട്രീം പോയിന്റ് ഉണ്ടാവുക. φ'(x) 0 ആവുന്ന സ്ഥലം എല്ലാം എക്സ്ട്രീം പോയിന്റ് ആവണമെന്നില്ല. ആ ഏത് പോയിന്റിലാണോ ഡെറിവേറ്റീവ് 0 ആവുന്ന അതിന്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിന്റെ ചിഹ്നം മാറണം, എന്നാലേ എക്സ്ട്രീം പോയിന്റ് ഉണ്ടാവുള്ളൂ. എന്താ എക്സ്ട്രീം പോയിന്റ് പറഞ്ഞാൽ? ലോക്കൽ മാക്സിമം അഥവാ ലോക്കൽ മിനിമം. അപ്പോൾ f'(x) f'(2 - x) ആണെങ്കിൽ നോക്കൂ, f'(x) സ്ട്രിക്ട്ലി ഇൻക്രീസിംഗ് ആണ്.
ഈ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഇങ്ങനെ ഉണ്ടാവുക. സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ അതെന്തായാലും ഹൊറിസോണ്ടൽ ലൈൻ ആ ഗ്രാഫിന് ഒരു സ്ഥലത്തെ കട്ട് ചെയ്യില്ല. അപ്പോൾ അതുകൊണ്ട് അത് 1 1 ആയിരിക്കും. എപ്പോഴും സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷനോ അഥവാ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷനോ ആണെങ്കിലും അത് 1 1 ആയിരിക്കും. ഓൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ ആൻഡ് ഓൾ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ഫംഗ്ഷൻസ് ആ 1 1. ഓക്കെ. മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. അത് എക്സ് ആക്സിസിനെ ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുള്ളൂ. എക്സ് ആക്സിനെ ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുള്ളൂ. അപ്പോൾ എക്സ് ആക്സിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്ന സ്ഥലമൊക്കെ f(x=0) ആയിരിക്കും. അപ്പോൾ അതിൻ്റെ റിയൽ റൂട്ട് ആയിരിക്കും. അപ്പോൾ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ഫംഗ്ഷൻ എക്സ് ആക്സിന് ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുന്നതുകൊണ്ട് f(x=0) എന്നുള്ള ഇക്വേഷൻ ഒരു റൂട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതും കണ്ടുപിടുത്താണ്. അപ്പോൾ രണ്ട് കണ്ടുപിടുത്തങ്ങൾ ആലോചിക്കുക. ഒരു ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണെങ്കിൽ അഥവാ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണെങ്കിൽ, if the function is strictly increasing or strictly decreasing, the graph, the horizontal line will cut the graph exactly once. ഒരു വശം മാത്രമേ കട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ 1 1 ആയിരിക്കും. പിന്നെയോ എക്സ് ആക്സിസിനെ ഒരു സ്ഥലത്തെ ക്രോസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് f(x=0) ഒറ്റ റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ. അത് ഓർക്കുക, നല്ലതാണ്. അത് നല്ലൊരു കൺസെപ്റ്റാണ്, പരീക്ഷയ്ക്ക് വരാറുണ്ട്. അപ്പോൾ 1 1 ആയതുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1 1 ആണെങ്കിൽ എന്തായിരിക്കും? f(x)ഉം f(1 1) ആണെങ്കിൽ f(x) f(y) implies x=y പഠിച്ചില്ലേ? അപ്പോൾ f'(1 1) ആണ്. അപ്പോൾ f'(2 - x) ആണെങ്കിൽ x ഉം 2 - x ഉം ഈക്വൽ ആവും. അപ്പോൾ 2x 2 ആവും. അപ്പോൾ x 1 ആവും. അപ്പോൾ x 1 ആവുമ്പം φ'1 0 ആവും അല്ലേ? φ'1 0 ആയിരിക്കും അല്ലേ? φ'1 0 ആയിരിക്കും. എന്ന് വെച്ചാൽ ഇതാണ് 0-ന്റെയും 2-ന്റെയും ഇടയിലാണ് കഥ. 0 ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. 0 ക്ലോസ്ഡ് അല്ല, ഓപ്പൺ ആണ്. അപ്പം 0-ന്റെയും 2-ന്റെയും ഇടയിലാണ് കഥ. 1-ല് φ'1 0 ആണ്. അപ്പോൾ 1-ല് 0 ആയതുകൊണ്ട് 1-ന്റെ നെയ്ബോർഡിൽ φ'(x)ന്റെ ചിഹ്നം എന്താ നോക്കാം. അപ്പോൾ 1-ന്റെ ഇപ്പുറത്തൊരു വാല്യൂ എടുത്തോളൂ. 1-ന്റെ ഇപ്പുറത്തൊരു വാല്യൂ എടുത്തോളൂ. 1/4 എടുത്തോളൂ. 1-ന്റെ ഇപ്പുറത്തിലെ 1/4. വാട്ട് ഈസ് φ'(1/4)? φ'(1/4) എന്താ? ഇറ്റ് ഈസ് f'(1/4) minus f'(2 - 1/4). Or to say 7/4. 7/4. ഈ f' സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. f' സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയതുകൊണ്ട് ഇതാണ് f'-ന്റെ ഗ്രാഫ് വെച്ചോളൂ. അപ്പോൾ ഇതാണ് 1/4, ഇതാണ് 7/4. അപ്പോൾ ഇതാണ് f'(1/4), ഇതാണ് f'(7/4) അല്ലേ? അപ്പോൾ ഏതാ വലുത്? f'(1/4) ആണോ വലുത്? f'(7/4)? ഇത് f'(7/4) ആണ്. ഇത് f'(x)ന്റെ ഗ്രാഫ് ആണെങ്കിൽ ഇത് f'(7/4) ആണ്. ഇത് f'(1/4) ആണ്. അപ്പോൾ ഏതാ വലുത്? f'(7/4) ആണ് വലുത്. അപ്പോൾ ഇതാണ് വലുത്. അപ്പോൾ ഇത് വലുതായതുകൊണ്ട് ഇത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ? നെഗറ്റീവ് ആയിരിക്കും. ഇറ്റ് വിൽ ബി നെഗറ്റീവ്. ലെസ് ദാൻ 0 ആയിരിക്കും. ദിസ് വിൽ ബി നെഗറ്റീവ്. അപ്പോൾ ഈ ഭാഗം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭാഗം പോസിറ്റീവ് ആയിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? g'(x) 0-ന്റെയും 1-ന്റെ ഇടയിൽ നെഗറ്റീവാണ്, 1-ന്റെയും 2-ന്റെ ഇടയിൽ പോസിറ്റീവാണ്. അപ്പോൾ φ'(x). അപ്പോൾ φ'(1) 0 ആണ്. 1-ന്റെ ഇപ്പുറത്ത് നെഗറ്റീവാണ്, അപ്പുറത്ത് പോസിറ്റീവാണ്. അപ്പോൾ 0-ന്റെയും 1-ന്റെ ഇടയിൽ φ(x) ഡിക്രീസിങ് ആണ്. കണ്ടോ? 0-ന്റെയും 1-ന്റെ ഇടയിൽ φ'(x) നെഗറ്റീവാണ്. ഇത് φ'(x) ആണ്. 1-ന്റെയും 2-ന്റെ ഇടയിൽ ഇത് φ'(x) ആണ്. അപ്പോൾ 1-ന്റെയും 2-ന്റെ ഇടയിൽ φ'(x) പോസിറ്റീവ് ആണ്. അപ്പോൾ φ(x) 1-ന്റെയും 2-ന്റെ ഇടയിൽ ഇൻക്രീസിങ് ആണ്. 0-ന്റെയും 1-ന്റെ ഇടയിൽ φ(x) ഡിക്രീസിങ് ആണ്. അപ്പോൾ വാട്ട്സ് ദി ആൻസർ? ഡിക്രീസിങ് ഇൻ 0 2 തെറ്റാണ്. ഇൻക്രീസിങ് ഓൺ 0 2 തെറ്റാണ്. ഡിക്രീസിങ് ഓൺ 0 2 ആൻഡ് ഇൻക്രീസിങ് ഓൺ 1 2 ശരിയാണ്. കണ്ടോ? 0-ന്റെയും 1-ന്റെ ഇടയിൽ നെഗറ്റീവ് ആയതുകൊണ്ട് ഡിക്രീസിങ് ആണ്. 1-ന്റെയും 2-ന്റെ ഇടയിൽ പോസിറ്റീവ് ആയതുകൊണ്ട് ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് തന്നെ 1 എന്നുള്ള പോയിന്റ് നെയ്ബോർഡിൽ എന്തായിരിക്കും? 1-ന്റെ ഇപ്പുറത്തെ നെഗറ്റീവും അപ്പുറത്തെ പോസിറ്റീവും ആണ്. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ എന്താ പറയുക? നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുകയാണ്. അപ്പോൾ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുമ്പോൾ ഇറങ്ങിക്കയറിയായിരിക്കും. ഇറങ്ങിക്കയറുമ്പോൾ മിനിമമാണ്. അപ്പോൾ ദിസ് ഇസ് മിനിമം. അപ്പം അറ്റ് 1 ദ ഫംഗ്ഷൻ ഹാസ് ലോക്കൽ മിനിമം. അപ്പോൾ എന്തൊക്കെ പറയാം? 0-ന്റെയും 1-ന്റെ ഇടയിൽ സ്ട്രിക്ട്ലി ഡിക്രീസിങ്, 1-ന്റെയും 2-ന്റെ ഇടയിൽ സ്ട്രിക്ട്ലി ഇൻക്രീസിങ്, 1-ന്റെ നെയ്ബോർഡിൽ φ'1 0, 1-ന്റെ നെയ്ബോർഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്നു. അതുകൊണ്ട് 1-ല് φ(x) ലോക്കൽ മിനിമമാണ്. റൈറ്റ്? ക്ലിയർ അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം. How many real solutions are there for this equation?
ഇത് ഇതേപോലത്തെ ഒരു ചോദ്യമാണ് റിയൽ സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ. ഇതിനെ എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. ടേക്ക് ഇറ്റ് ആസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് ഈക്വൽസ് എക്സ് റേസ് ടു 7 പ്ലസ് 14 എക്സ് റേസ് ടു 5 പ്ലസ് 16 എക്സ് ക്യൂബ് പ്ലസ് 30x minus 560 ആയിട്ട് എടുക്കാം. യു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. എഫ് ഡാഷ് എക്സ് എടുക്കാം. ഇറ്റ് ഇസ് 7x raised to 6 plus 14 into 5 into x raised to 4 plus 16 into 3 into x square plus 30. കണ്ടോ, ഇത് പവർ ഈവൻ ആണ്, പവർ ഈവൻ ആണ്, പവർ ഈവൻ ആണ്. പവർ ഈവൻ ആയ എക്സ് എന്തായാലും നെഗറ്റീവ് ആവില്ല. പ്ലസ് 13 എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പം 5 ഡാഷ് എക്സ് പോസിറ്റീവ്, എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണ്. അപ്പോൾ എഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ എഫിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അതുകൊണ്ട് അത് എക്സ് ആക്സിനെ ഒരു സ്ഥലത്തേക്ക് ക്രോസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ എഫ് ഓഫ് എക്സ് ഈക്വൽ 0ന് ഒരു റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ. ഓൺലി വൺ റിയൽ റൂട്ട്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണം. ഇറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓൾസോ. എഫ് ഓഫ് എക്സ് ഈക്വൽ 0 ഹാസ് ഓൺലി വൺ റിയൽ റൂട്ട്. ആ വൺ റിയൽ റൂട്ട് ഒരു റിയൽ റൂട്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്. ആ ഗ്രാഫ് ഏകദേശം ഇങ്ങനെ ഉണ്ടാവുക. എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചാൽ കണ്ടോ, എഫ് ഓഫ് 0 ഇവിടെ എഫ് ഓഫ് 0 കൊടുത്താൽ നെഗറ്റീവാണ്. അപ്പോൾ എക്സ് ആക്സിന് ക്രോസ് ചെയ്യുന്ന ഇപ്പം നെഗറ്റീവ് അല്ലേ, -560 അല്ലേ, ഇങ്ങനെ ക്രോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ആ പോസിറ്റീവ് റിയൽ റൂട്ട് പോസിറ്റീവ് ആയിരിക്കും. ആ റിയൽ റൂട്ട് ആ ഒരു റിയൽ റൂട്ട് പോസിറ്റീവ് ആയിരിക്കും. ഇതിപ്പോൾ +560 ആണെങ്കിലോ, +560 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ ആ റിയൽ റൂട്ട്, കാരണം എക്സ് 0 ആകുമ്പോൾ 560 അല്ലേ, ഇവിടെ എക്സ് 0 ആകുമ്പോൾ -560 ആണ്. അപ്പം ഇവിടെ ക്രോസ് ചെയ്യാം. ഇവിടെ ആ +560 ആണെങ്കിൽ ഇവിടെ ക്രോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് ക്രോസ് ചെയ്യാം. അപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇവിടെ -560 ആണെങ്കിൽ ചിത്രം ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് പോസിറ്റീവ് റിയൽ റൂട്ട് ആയിരിക്കും. ഇവിടെ +560 ആണെങ്കിൽ ചിത്രം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ആ റിയൽ റൂട്ട് നെഗറ്റീവ് ആയിരിക്കും. അതും ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഐഡിയ ആണ്. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ. എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് ആണെങ്കിൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രാഫ് എക്സ് ആക്സിസ് ഒരു സ്ഥലത്തേക്ക് ക്രോസ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു റിയൽ റൂട്ടേ ഉണ്ടാവും. അടുത്ത ചോദ്യം. നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്ട് റിയൽ റൂട്ട്സ് ഓഫ് ദ ഇക്വേഷൻ x raised to 4 minus 4x plus 1 equals 0. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇത് എഫ് ഓഫ് എക്സ് ആയിട്ട് എടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽസ് x raised to 4 minus 4x plus 1. എഫ് ഓഫ് എക്സ് ഇങ്ങനെ എടുക്കാം. ഡിഫറൻഷിയേറ്റ് ചെയ്യാം. എഫ് ഡാഷ് എക്സ് ഈക്വൽസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 4x³ minus 4 അല്ലേ. അപ്പോൾ അത് 4 പുറത്തെടുത്താൽ എന്താ വരിക? 4 into x³ minus 1. x³ minus 1, you know, a³ minus b³ is a minus b into a minus b into a square plus ab plus b square. So this is 4 into x minus 1 into x square plus x plus 1 ആണ്. അപ്പോൾ അതിൻ്റെ വേവ് എങ്ങനെ ഉണ്ടാവുക? ഈ x square plus x plus 1 നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇന്നലെ. x square plus x plus 1 എന്ന് പറഞ്ഞാൽ ക്വാഡ്രാറ്റിക് പോളിനോമിയലാണ്. അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണ്. അതിൻ്റെ റൂട്ട്സ് ഒമേഗ സ്ക്വയർ ആണ്. ഇത് ഒരിക്കലും റിയൽ റൂട്ട്സ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആണ്. കോഎഫിഷ്യന്റ് ഓഫ് എക്സ് സ്ക്വയർ പോസിറ്റീവ് ആണെങ്കിൽ എപ്പോഴും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് എപ്പോഴും പോസിറ്റീവ് ആണ്. ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ 1 ആയാൽ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവുക, വേവ് ഇങ്ങനെ ഉണ്ടാവുക. കാരണം 1ൻ്റെ അപ്പുറത്തായാൽ പോസിറ്റീവ് ആയിരിക്കും, 1ൻ്റെ ഇപ്പുറത്ത് നെഗറ്റീവ് ആയിരിക്കും. അതായത് ഈ ഫംഗ്ഷൻ 1ൻ്റെ ഇപ്പുറത്ത് സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആയിരിക്കും, 1ൻ്റെ ഇപ്പുറത്ത് സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആയിരിക്കും. -∞ 1ൽ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. 1∞ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അപ്പോൾ 1 എന്നുള്ള പോയിന്റിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറട്ടെ. അപ്പം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറണമെങ്കിൽ നെയ്ബോർഡിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് നിന്ന് പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറാണ്. അപ്പോൾ ലോക്കൽ മിനിമമാണ്. അപ്പോൾ ദിസ് ഇസ് ലോക്കൽ മിനിമം. അപ്പോൾ ഫംഗ്ഷൻ ലോക്കൽ മിനിമമാണ്. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇതാണ് y ആക്സിസ്, ഇതാണ് x ആക്സിസ് വിചാരിച്ചോളൂ. x = 1ൽ ലോക്കൽ മിനിമമാണ്. അപ്പോൾ ഇതാണ് 1 വിചാരിച്ചോളൂ. ദിസ് ഇസ് 1ൽ ലോക്കൽ മിനിമമാണ്. ഇവിടെ വാട്ട് ഈസ് എഫ് ഓഫ് 1? ഇവിടെ എഫ് ഓഫ് 1ൻ്റെ വാല്യൂ എന്താ നോക്കലേ? വാട്ട് ഈസ് മിനിമം വാല്യൂ? 1ലാണ് ലോക്കൽ മിനിമം ഉണ്ടാവാറില്ലേ? അപ്പോൾ എക്സിന് പകരം 1 കൊടുത്താൽ 1 - 4 + 1 വരും. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? -2 ആണ്. അപ്പോൾ അപ്പോൾ -2 ആണ് അതിൻ്റെ മിനിമം വാല്യൂ. ഇതാണ് -2. ഇവിടെയാണ് മിനിമം ഉള്ളത്. മിനിമം എന്തായാലും ഇങ്ങനെ ഉണ്ടാവുക. മിനിമം ആകുമ്പോൾ എപ്പോഴും ഫംഗ്ഷൻ ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഓക്കെ. ഇനി വാട്ട് ഈസ് എഫ് ഓഫ് 0? എഫ് ഓഫ് 0 പറയുന്നത് 1 ആണ്. എഫ് ഓഫ് 0 1 ആണെങ്കിൽ ഇവിടെ കൂടി ക്രോസ് ചെയ്യും. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ, ഇങ്ങനെയാണ് ഗ്രാഫ്. ഇങ്ങനെയല്ലേ ഉണ്ടാവുക. ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. അപ്പോൾ എന്തായാലും അത് 2 സ്ഥലത്ത് ക്രോസ് ചെയ്യും. എക്സ് ആക്സിനെ 2 സ്ഥലത്ത് ക്രോസ് ചെയ്യും. അപ്പോൾ എക്സ് ആക്സിനെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സ് 0ൻ്റെ റൂട്ട്സ്.
ഗ്രാഫ് എക്സ് ആക്സിസിനെ ക്രോസ് ചെയ്യുന്ന സ്ഥലമാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ 0ന്റെ റൂട്ട്സ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് യു ക്യാൻ സീ ദാറ്റ് യു ഹാവ് 2 റിയൽ റൂട്ട്സ്. എന്താ ചോദ്യം? നമ്പർ ഓഫ് ഡിസ്റ്റൻസ്. അപ്പോൾ 2 റിയൽ റൂട്ട്സ്. 2 റൂട്ട്സ് ഉണ്ട്. ഇവിടെയും റൂട്ട് ഉണ്ട്, ഇവിടെ എന്തായാലും ഒരു റൂട്ട് 0ന്റെയും 1ന്റെയും ഇടയിലാണ്. അപ്പോൾ 1ന്റെ അപ്പുറത്താണ് മറ്റേ റൂട്ട്. ഓക്കെ, question number 65. Just 1 minute. ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. See question number 65 നോക്കൂ. f of x equals two x cube minus 9ax square plus 12a square x plus 1, where a is positive, attains its maximum and minimum at p and q respectively, such that p square equals q. Then what is the value of a? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണേ. വെരി ഇമ്പോർട്ടൻറ്റ്. അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. a greater than 0. അപ്പോൾ എന്തായാലും മാക്സിമം മിനിമം ഉണ്ടല്ലേ? അപ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? It is 6x square minus 18ax plus 12a square. Then derivative. You can take 6 outside. It is 6 into x square minus 3ax plus 2a square. ഇത് ഫാക്ടറൈസ് ചെയ്തൂടെ? പ്രോഡക്റ്റ് 2a square ആവണം, സം minus 3a ആവണം. 2aയും എയും ശരിയല്ലേ? അപ്പോൾ this can be written as 6 into x minus a into x minus 2a അല്ലേ? അപ്പോൾ ഇതിൻ്റെ വേവ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് മക്കളെ ചെയ്യുക? വേവ് വരയ്ക്കുമ്പം ശ്രദ്ധിക്കുക, അവിടെയാണ് ഇത് ശ്രദ്ധിക്കേണ്ടത്. എ പോസിറ്റീവ് ആണ്. എ പോസിറ്റീവ് ആയതുകൊണ്ട് 2a എന്തായാലും എനേക്കാൾ ബിഗർ ആയിരിക്കും. ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ഇത് തിരിഞ്ഞു വെച്ചോളൂ. എ നെഗറ്റീവ് ആണെങ്കിലോ 2a ആയിരിക്കും എനേക്കാൾ ചെറുത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇവിടെ എ നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെയാണ് 2a എഴുതേണ്ടത്, ഇവിടെയാണ് എഴുതേണ്ടത് കേട്ടോ, ശ്രദ്ധിക്കണം. അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വേവ് വരയ്ക്കുക. അപ്പോൾ ഇതിവിടെ പോസിറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ നെഗറ്റീവാണ്, ഇവിടെ പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ഇത് മാക്സിമം അല്ലേ? ലോക്കൽ മാക്സിമം അല്ലേ? ഇത് നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്നുണ്ട്. അത് ലോക്കൽ മിനിമം അല്ലേ? ഇവിടെ തന്നിട്ടുണ്ട് attains maximum at p. അപ്പോൾ ഇതാണ് p, ഇതാണ് q. അപ്പോൾ p പറഞ്ഞാൽ a ആണ്, q പറഞ്ഞാൽ 2a ആണ് അല്ലേ? അപ്പോൾ p സ്ക്വയർ ഈക്വൽസ് q തന്നിട്ടുണ്ട്. അപ്പോൾ p സ്ക്വയർ ഈക്വൽസ് q തന്നുകൊണ്ട് p എന്താ? a സ്ക്വയർ ആണ്. അപ്പോൾ a സ്ക്വയർ ഈക്വൽസ് 2a. അപ്പോൾ a ക്യാൻസൽ ചെയ്താൽ a ഈക്വൽസ് 2 ഇസ് ആൻസർ. അപ്പോൾ ഈ ചോദ്യം വളരെ സിമ്പിളാണ്, പക്ഷേ ഇത് ട്രാപ്പ് ഉണ്ടാവില്ല. a ലെസ് ദാൻ 0 ആകുമ്പം നിങ്ങൾ ഈ വേവ് വരയ്ക്കുമ്പം ആദ്യം ഇവിടെ 2a എഴുതണം, ഇവിടെ a എഴുതണം. ഇവിടെ a പോസിറ്റീവ് ആയതുകൊണ്ട് ഇങ്ങനെ എഴുതിയത് കേട്ടോ. ഇനി ഈ ചോദ്യം, ദ ഫംഗ്ഷൻ f of x equals integral -1 to x t e raised to t minus 1 so dt. f നോക്കൂ, ലോക്കൽ മിനിമം എന്നാ, ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം ചോദിച്ചു. അപ്പോൾ എന്തായാലും f of x equals integral -1 to x ഉണ്ട്. integral -1 to x ഉണ്ടെങ്കിൽ ലെബനിറ്റ്സ് റൂൾ ഉപയോഗിക്കണം. ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ അതൊന്ന് റെഫർ ചെയ്യാം. ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ പോസ് ചെയ്തിട്ട് റെഫർ ചെയ്തിട്ട് പഠിക്കാം കേട്ടോ. ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇന്നലത്തെ ക്ലാസ്സിൽ ന്യൂട്ടൺസ് ലെബനിറ്റ്സ് റൂൾ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നോക്കാം. അതിൽ എക്സാമ്പിളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ f dash x കാണാം. വാട്ട് ഇസ് f dash x? നോക്കൂ, ഈ എക്സ് ടിക്ക് പകരം എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് 3 റേസ് ടു 5 ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 മൈനസ് ഈ -1 അതിൽ കൊടുക്കാം. -1 e raised to -1 ഒക്കെ കൊടുത്തിട്ട് -1ന്റെ ഡെറിവേറ്റീവ് എന്താ? -1ന്റെ ഡെറിവേറ്റീവ് 0 ആയതുകൊണ്ട് അത് വേണ്ടാക്കാം. അറിയാലോ, അപ്പർ ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദാറ്റ്
lower function into derivative of that. അത് റെഫർ ചെയ്യാം കേട്ടോ. ലെബനിസ് റൂൾ എന്തായാലും ഏതെങ്കിലും രീതിയിൽ ചോദിക്കാതിരിക്കില്ല. അതുകൊണ്ട് ലെബനിസ് റൂൾ പഠിക്കാം. ഓക്കെ, ദിസ് ഇസ് എഫ് ഡാഷ് എക്സ്. ഇനി ഇതിൻ്റെ വേവ് വരയ്ക്കാം. ഡ്രോ ദ വേവ് കർവ്. എങ്ങനെയാണ് വേവ് വരയ്ക്കുക? നോക്കൂ, എപ്പോഴൊക്കെ അത് 0 ആവാൻ നോക്കാം. ഇവിടെ 3-ല് 2-ല് 1-ല് നോക്കൂ, ഇവിടെ x0 ആകുമ്പോൾ ഇത് 0 ആവും, x0 ആകുമ്പോൾ ഇതും 0 ആവും. x0 ആകുമ്പോൾ 1 ആവും, 1 - 1 0 ആണ്. അപ്പോൾ x0 ആകുമ്പോൾ ഇത് രണ്ടും കൂടി ഒരുമിച്ച് 0 ആവും. അതാണ് അതിൽ പിടുത്തം. ഓക്കെ, നോക്കാം. ഇത് 0, അപ്പോൾ 0-ല് 1-ല് 2-ല് 3-ല്. അപ്പോൾ വേവ് ഇങ്ങനെ തന്നെ വരും. കാരണം റേസ് ടു 5 ആണ്. ഇവിടെ റേസ് ടു 5 ആണെങ്കിൽ കൂളിയിടും. റേസ് ടു 4 ആണെങ്കിൽ ഒരസി പോവും. ശ്രദ്ധിക്കണം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്, കഴിഞ്ഞ സമയത്ത് 2 മിനിറ്റ് മുമ്പേ പറഞ്ഞാണ്. ഇത് 5 ആണ്, 2-ൽ ഇങ്ങനെ വരും, 1-ൽ ഇങ്ങനെ കൂളിയിടും, 0-ൽ എത്തുമ്പോൾ എന്താ സംഭവിക്കാം? 0-ന്റെ ആസ്പാസിൽ ഗ്രാഫ് താഴെയാണെങ്കിൽ ഓൾറെഡി ആ ഫംഗ്ഷൻ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം 0-ന്റെ ആസ്പാസിൽ ഇതിന്റെ സ്ഥിതി എന്താ നോക്കാം. (x)(e⁻x-1) -1 ഈ ഒരു ഫംഗ്ഷൻ, അതായത് ഇതിനെ പറ്റിയിട്ട് നമുക്ക് തീരുമാനമായി. ഇനി ഈ രണ്ട് ഫംഗ്ഷൻസ് മാത്രം എടുക്കാം. (x)(e⁻x-1) കാര്യം മാത്രം നോക്കാം. ഇത് എക്സ് ഇവിടെ 0 വെച്ചോളും. നോക്കൂ, (e⁻x) പോസിറ്റീവ് ആണെങ്കിൽ, ഇഫ് x is പോസിറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പൊ നോക്കൂ, e⁻x-ന്റെ ഗ്രാഫ് ഇങ്ങനെയാണ്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് e⁻x, അല്ലേ? ഇതാണ് e⁻x-ന്റെ ഗ്രാഫ്. അപ്പൊ e⁻x-ന്റെ ഗ്രാഫ് ഇതായതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയല്ലേ വരിക? ഇതാണ് x = 1, 1-ലെ ക്രോസ് ചെയ്യാം. അപ്പൊ whenever ഇത് x = 1 ആണ്. അപ്പൊ when x is positive, e⁻x എന്തായാലും 1-നേക്കാൾ വലുതാണ്. if x is 0-ന്റെ വലത്ത് ഭാഗത്ത്, whenever x is taking values ഇപ്പൊ 0-ന്റെ ഇപ്പുറത്താണെങ്കിൽ, x 0-ന്റെ ഇപ്പുറത്താണെങ്കിൽ e⁻x-ന്റെ ഗ്രാഫ് x1-ന്റെ ഗ്രാഫിന്റെ മുകളിലാണ്. അപ്പൊ e⁻x ആണ് x. if x is bigger than 0, e⁻x is bigger than 1. അപ്പൊ e⁻x bigger than 1 ആണ്. ഇത് പോസിറ്റീവ് ആണ്, ഇത് തീർച്ചയായിട്ടും പോസിറ്റീവ് ആണ്. അപ്പൊ 0-ന്റെ ഇപ്പുറത്ത് പോസിറ്റീവ് ആണ്. 0-ന്റെ ഇപ്പുറത്ത് പോസിറ്റീവ് ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അല്ലേ? x 0-ന്റെ ഇപ്പുറത്താണെങ്കിൽ e⁻x 1-നേക്കാൾ വലുതാണ്. അപ്പൊ ഇത് പോസിറ്റീവ് ആണ്, ഇതും പോസിറ്റീവ് ആണ്. പോസിറ്റീവ്. ഇനി ഇപ്പുറത്തേക്ക് വരാം. x നെഗറ്റീവ് ആണെങ്കിൽ, ഇപ്പുറത്താണെങ്കിൽ കണ്ടോ, ഈ 1-ന്റെ താഴെയാണ് ഈ വര ഗ്രാഫ്. അപ്പൊ 1 ആണ് വലുത്, e⁻x താഴെയാണ്. അപ്പൊ e⁻x -1 നെഗറ്റീവ് ആണ്. എക്സും നെഗറ്റീവ് ആണ്, അല്ലേ? എക്സും നെഗറ്റീവ് ആണ്. അപ്പൊ ഇതും നെഗറ്റീവ് ആണ്, ഇതും നെഗറ്റീവ്. അപ്പൊ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്. അതിന്റെ അർത്ഥം എന്താ? 0 ആവുമ്പം 0 ആവും, പക്ഷെ 0-ന്റെ അപ്പുറത്തും പോസിറ്റീവ്, ഇപ്പുറത്തും പോസിറ്റീവ്. അതായത് 0-ന്റെ നെയ്ബർഹുഡിൽ x e⁻x -1-ന്റെ സ്റ്റാറ്റസ് മാറില്ല. ഇപ്പുറത്തും പോസിറ്റീവ് ആയിരിക്കും, അപ്പുറത്തും പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായോ? x e⁻x -1 will not change its sign in the neighborhood of x = 0. അപ്പം ഇവിടെ എന്താണോ ചിഹ്നം അത് തന്നെയായിരിക്കും അപ്പുറത്തും ചിഹ്നം. അപ്പൊ ഗ്രാഫ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുക, അല്ലേ? അപ്പൊ ഈ ഫംഗ്ഷന് എന്തൊക്കെ ചോദ്യം ചോദിക്കാൻ നോക്കും? f of x ഇൻക്രീസിങ് ആവുക എപ്പോഴൊക്കെ ഇൻക്രീസിങ് ആവുക? ഓപ്പൺ ഇന്റർവെൽ 1 to union 3 infinity. എപ്പോഴൊക്കെ അത് ഫംഗ്ഷൻ ഡിക്രീസിങ് ആവുക? ഓപ്പൺ ഇന്റർവെൽ 2 3 യൂണിയൻ -infinity 1. 0-ൽ 0 ആണെങ്കിലും 0-ൽ അത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് എക്സ്ട്രീം പോയിന്റ്. 0-ന്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിന്റെ ചിഹ്നം മാറാത്തതുകൊണ്ട് അത് എക്സ്ട്രീം പോയിന്റ് അല്ല, അത് പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണ്. ഇറ്റ് ഇസ് സ്ട്രിക്ട്ലി ഡിക്രീസിങ്. -infinity to 1-ൽ f'(x) സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്. ദോ ഇറ്റ് ഇസ് 0 ആണെങ്കിലും ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്, റൈറ്റ്? 0-ൽ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് എക്സ്ട്രീം പോയിന്റ്. ഇനി 1-ൽ നോക്കൂ, 1-ൽ എന്താ? ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. അപ്പൊ ഇതെന്താ? ലോക്കൽ മിനിമം. 2-ൽ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ് ആണ്. അപ്പൊ ദിസ് ഇസ് ലോക്കൽ മാക്സിമം. 3-ൽ ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ആണ്. ഇത് ലോക്കൽ മിനിമം. അപ്പൊ ഈ ഫംഗ്ഷൻ എന്തൊക്കെയാ കഥയുണ്ട്? ഇവിടെ ലോക്കൽ മിനിമം ഉണ്ട്, ഇവിടെ ലോക്കൽ മിനിമം ഉണ്ട്, ഇവിടെ ലോക്കൽ മാക്സിമം ഉണ്ട്, ഇവിടെ പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ ഉണ്ട്, റൈറ്റ്? അപ്പൊ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാം. ഈ വേവിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. എന്താ? ഇൻക്രീസിങ് ഇൻ ദ ഇന്റർവെൽ 3 infinity 1 2, decreasing in the interval -infinity to 1 union 2 3. At x = 1 it is local minimum. At x = 3 it is local minimum. At x = 2 it has local maximum. At x = 0 it has point of inflection, right? Okay, അപ്പോൾ what is the answer? അപ്പോൾ ഇവിടെ f double dash x 0 ആയിരിക്കും. പോയിന്റ് ഓഫ് ഇൻഫ്ലെക്ഷനിൽ ഡബിൾ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അത് കണ്ടുപിടുത്താണ്. ഓക്കെ, f double dash 0 ആയിരിക്കും.
ഈ കേസിൽ. അപ്പോൾ അതുകൊണ്ട് F'(0) ആയിരിക്കുന്നുള്ള ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അപ്പോൾ അതുകൊണ്ട് അത് ഓർക്കാം. ഓക്കെ, അപ്പം ഇവിടെ എന്താ ചോദ്യം? ഹാസ് എ ലോക്കൽ മിനിമം ആക്ട്. ലോക്കൽ മിനിമം എവിടേക്കാ? 1ലും ലോക്കൽ മിനിമമാണ്, 3ലും ലോക്കൽ മിനിമമാണ്. അപ്പോൾ ഇത് രണ്ട് ആൻസർ ഉണ്ട്. 1ലും ലോക്കൽ മിനിമമാണ്, 3ലും ലോക്കൽ മിനിമമാണ്. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, നമ്പർ ഓഫ് ലോക്കൽ മിനിമംസ് എത്രയാണ്? എത്ര ലോക്കൽ മിനിമംസ് എത്രയുണ്ട്? 2 ലോക്കൽ മിനിമം ഉണ്ട്, 1 ലോക്കൽ മാക്സിമം ഉണ്ട്. 2 ലോക്കൽ മിനിമം, 1 ലോക്കൽ മാക്സിമം ഉണ്ട്. റൈറ്റ്? വേവ് വരച്ചാൽ വളരെ സിമ്പിൾ ആണത് കേട്ടോ. ഓക്കെ, ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഹൗ ടു ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ യൂസിങ് calculus. F is a function from R to R defined as f of x equals, എങ്ങനെയാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത്? f of x equals x square minus 3x minus 6 divided by x square plus 2x plus 4. x square plus 2x plus 4. ഇത് നോക്കൂ, ഇതിന് ഡൊമെയിൻ റിയൽ നമ്പേഴ്സാണ്. കാരണം എന്താ പറയുക, ഡിനോമിനേറ്റർ 0 ആവില്ല. ഈ ഡിനോമിനേറ്റർ 0 ആവുന്ന ആൾക്കാരെ മാറ്റണമല്ലോ, അപ്പോഴല്ലേ ഡൊമെയിൻ വരെ. ഡൊമെയിൻ ഇസ് എ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഡിഫൈൻ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഡിഫൈൻ ഡിനോമിനേറ്റർ 0 ആവുന്ന സന്ദർഭങ്ങളെ മാറ്റണം. ഇവിടെ ഡിനോമിനേറ്റർ 0 അല്ല. കാരണം അതിൻ്റെ ഡെറിവേറ്റീവ് എന്താ? അല്ല, അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് എന്താ? നെഗറ്റീവ് ആണ്, എ പോസിറ്റീവ് ആണ്. അപ്പോൾ ഈ സാധനം എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 എന്തായാലും പോസിറ്റീവ് ആണ്. കാരണം അതിൻ്റെ ഡിസ്ക്രിമിനൻ്റ് നെഗറ്റീവ് ആയതുകൊണ്ട്. അപ്പോൾ ഇതെന്തായാലും പോസിറ്റീവ് ആണ്. അപ്പോൾ അതുകൊണ്ട് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് എൻ്റെ ഡൊമെയിൻ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ് എൻ്റെ ഡൊമെയിൻ. അപ്പോൾ എക്സ് ക്യാൻ ഗോ അപ് ടു ഇൻഫിനിറ്റി, എക്സ് ക്യാൻ ഗോ അപ് ടു minus infinity. Okay, x can go up to infinity. Now, what happens if limit? What happens to the function when x is tending to infinity? What is limit x tends to infinity f of x? X can go. X is real number, alle? Minus infinity to infinity vare po x. But what happens if x goes to plus infinity? Noka. Limit x tends to infinity f of x. This is limit x tends to infinity. This function in the x square minus 3x plus 6 minus 6 divided by x square minus plus 2x minus plus 4. ഇത് നിങ്ങൾ ഇന്നലെ പഠിച്ചാണ്. എന്താണ് പോളിനോമിയൽ ഒരേ ഡിഗ്രി ആണെങ്കിൽ ലീഡിംഗ് കോഎഫിഷ്യന്റ് ഓഫ് ദ ന്യൂമറേറ്റർ ബൈ ലീഡിംഗ് കോഎഫിഷ്യന്റ് ഡിനോമിനേറ്റർ. അപ്പോൾ സെയിം ഡിഗ്രി ആണ്. ലീഡിംഗ് കോഎഫിഷ്യന്റ് ന്യൂമറേറ്റർ 1 ആണ്. ഇപ്പോൾ 1 ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 ആണ്. Now it can go up to minus infinity also. Real number alle. X can go to up to infinity, x can go to minus infinity. But what is limit x tends to minus infinity f of x? It is limit x tends to minus infinity f of x. It is x square minus 3x minus 6 divided by x square plus 2x plus 4. എങ്ങനെയാണ് ടെൻസ് ടു മൈനസ് ഇൻഫിനിറ്റി ഡീൽ ചെയ്യുക? എക്സിന് പകരം -y കൊടുക്കാം, എക്സിന് പകരം -y കൊടുക്കാം, അല്ലെങ്കിൽ -t അല്ലെങ്കിൽ കൊടുക്കാം. അപ്പോൾ ദിസ് ഇസ് ലിമിറ്റ് ഓഫ് y ടെൻസ് ടു, അപ്പോൾ എക്സ് മൈനസ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോൾ y ഇൻഫിനിറ്റിലേക്ക് പോകും. y ടെൻസ് ടു ഇൻഫിനിറ്റി y സ്ക്വയർ പ്ലസ് 3y അല്ലേ, എക്സിന് പകരം -y കൊടുക്കാം, -6 ഡിവൈഡഡ് ബൈ y സ്ക്വയർ മൈനസ് 2y പ്ലസ് 4. അതും അതേ എന്തിലേക്ക് പോകും? 1ലേക്ക് പോകും. ഇത് രണ്ടും വളരെ പ്രധാനമാണ്. എക്സ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോഴും അത് 1ലേക്ക് ടെൻഡ് ചെയ്യും, എക്സ് മൈനസ് ഇൻഫിനിറ്റിലേക്ക് പോകുമ്പോഴും അത് എന്തിലേക്ക് ടെൻഡ് ചെയ്യും? 1ലേക്ക് ടെൻഡ് ചെയ്യും. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പോൾ അതൊരു പിടുത്താണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് രണ്ട് കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കണം. കേട്ടോ, ഇൻക്രീസിങ് ഡിക്രീസിങ് ഉണ്ട്, ഇൻക്രീസിങ് ഡിക്രീസിങ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. യു ടേക്ക് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് ഫംഗ്ഷൻ. വാട്ട് ഇസ് എഫ് ഡാഷ് എക്സ്? ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്, ഈ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. യു ബൈ വി മെത്തേഡാണ്. അപ്പോൾ ഡിനോമിനേറ്റർ വലിയ കാര്യത്തിൽ ശ്രദ്ധിക്കണ്ട. വാട്ട് ഇസ് ഡിനോമിനേറ്റർ? ദാറ്റ് സ്ക്വയർ. ആ സാധനം സ്ക്വയർ ചെയ്യും. മുകളിൽ എന്താണ് ഉണ്ടാവുക? ഇറ്റ് ഇസ് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 4 ഇൻറ്റു 2x മൈനസ് 3 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 3x മൈനസ് 6 ഇൻറ്റു ഡെറിവേറ്റീവ് 2x പ്ലസ് 2. ശരിയല്ലേ? അപ്പം ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് 0 ഒക്കെ നോക്കുന്നത്. അപ്പം താഴത്തെ നോക്കേ വേണ്ട. താഴെ എന്തായാലും 0 അല്ലല്ലോ, പോസിറ്റീവ് അല്ലേ, സ്ക്വയറും ആണ്, എന്തായാലും നോക്കേ വേണ്ട, ചിഹ്നം വിഷയമല്ല.
ഇ റേസ് ടു 0 വന്നാൽ 1 ആവില്ലേ? അപ്പം 0 1 മൈനസ് 1 0 വരും. ഇ റേസ് ടു 0 വന്നാൽ 1 ആവും. അപ്പോൾ 1 മൈനസ് 1 0 വരും. അപ്പം എക്സ് ഇ റേസ് ടു എക്സ് മൈനസ് 1 എക്സ് 0 ആകുമ്പോഴും 0 ആവും, എക്സ് 0 ആകുമ്പോഴും 0 ആവും. റൈറ്റ്? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഡിനോമിനേറ്റർ ശ്രദ്ധിക്കണ്ട. അപ്പോൾ വാട്ട് ഇസ് ഇതിന് ന്യൂമറേറ്റർ എന്താ മക്കളെ? ഇതിന് ന്യൂമറേറ്റർ സിംപ്ലിഫൈ എന്താ കിട്ടാം? ഇഫ് യു സിംപ്ലിഫൈഡ് യു ഗെറ്റ് ന്യൂമറേറ്റർ ആസ് എഫ് ഡാഷ് എക്സ് ഈക്വൽസ് എന്താ കിട്ടുക? എഫ് ഡാഷ് എക്സ് ഈക്വൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക അറിയോ? വാട്ട് യു ഗെറ്റ്? 2x cube വെട്ടിപ്പോവും. ഇറ്റ് ഇസ് minus 3x square plus 4x minus 6x plus 8x plus minus 12 minus 2x cube എന്തായാലും വെട്ടും. അപ്പോൾ അത് എടുക്കണ്ട. 2x square minus 6x square minus 6x minus 12x minus 12. ഡിനോമിനേറ്റർ നോക്കണ്ട കേട്ടോ. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ ലേസ് സമയം എടുക്കും. 12 വെട്ടി 2x square. അപ്പോൾ എന്തൊക്കെയാണ് വരിക? ഇവിടെ മൈനസ് 3x square ഉണ്ട്, ഇവിടെ മൈനസ് 3x square ഉണ്ട്, 4x square അല്ലേ? അപ്പോൾ ഇവിടെ x square ഉണ്ട്, ഇവിടെ ഒരു x square ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 4x square ഉണ്ട്. അപ്പോൾ 5x square ഉണ്ട്, 5x square ഉണ്ട്. പിന്നെ ഐ തിങ്ക് 5x square പ്ലസ് 20x ആണ് കിട്ടുക. അത് നിങ്ങൾ നോക്കണേ, ഇത് ചെക്ക് ചെയ്യണം. 5x square പ്ലസ് 20x ആണ് കിട്ടുക. അപ്പോൾ യു ഗെറ്റ് 5x square പ്ലസ് 20x, റൈറ്റ്? അപ്പോൾ 5x square പ്ലസ് 20xന്റെ വേവ് വരയ്ക്കാം. നോക്കൂ, ബൈ സംതിങ് ഉണ്ടാവും, എഫ് ഡാഷ് എക്സ് ബൈ സംതിങ് ഉണ്ടാവും, അത് നോക്കണ്ട. യു ജസ്റ്റ് ഡ്രോ ദ വേവ് ഓഫ് 5x square പ്ലസ് 20x. അപ്പോൾ 5x square പ്ലസ് 20x എങ്ങനെ എഴുതാം? 5x ഇൻറ്റു എക്സ് പ്ലസ് 4 എഴുതാം അല്ലേ? എക്സ് പ്ലസ് 4 എഴുതാം. അപ്പോൾ ഇഫ് യു ടേക്ക് ഇതിൻ്റെ വേവ് വരച്ചാൽ എങ്ങനെ ഉണ്ടാവുക? ഇവിടെ -4 ഉണ്ട്, ഇവിടെ അല്ലേ? ഇത് 0 ആയപ്പോഴാണ് എക്സ് ഈക്വൽ ടു -4 പിന്നെ 0 അല്ലേ? അപ്പോൾ വേവ് ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ദിസ് ഇസ് ദ വേവ്. എഫ് ഡാഷ് എക്സിൻ്റെ വേവ് വരയ്ക്കണം. അപ്പോൾ ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. അപ്പം -4നും 0ൻ്റെ ഇടയിൽ ഈ ഫംഗ്ഷൻ -4നും 0ൻ്റെ ഇടയിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. 1 കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. -4ന് ഇപ്പുറത്തെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ് അല്ലേ? -4ൻ്റെ ഇപ്പുറത്തെ ഫംഗ്ഷൻ ഇൻക്രീസ് ആണ്, 1ൻ്റെ അപ്പുറത്തെ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. -4നും 0ൻ്റെ ഇടയിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പം അവിടെ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടും. നോക്കൂ, ഫംഗ്ഷൻ ഇസ് ഡിക്രീസിങ് ഇൻ ഇന്റർവൽ -2 -1. ശരിയാണോ? -4നും 0ൻ്റെ ഇടയിൽ ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണ്. അപ്പോൾ -4നും 0ൻ്റെ ഇടയിലല്ലേ -2 -1? അപ്പോൾ ഇത് ശരിയാണ്, റൈറ്റ്? ഫംഗ്ഷൻ ഇസ് ഇൻക്രീസിങ് ഇൻ ദ ഇന്റർവൽ 1 2. കണ്ടോ, 0 കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്, 0 കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണ്. അപ്പം 1 2ൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. യെസ്, അത് ശരിയാണ്. ബാക്കി രണ്ട്, ഇത് 1 or more ആൻസർ ആണ്, 1 or more ക്വസ്റ്റ്യൻ. ഞാൻ വൈ ഐ എം ഡൂയിങ് ദിസ് 1 or more ക്വസ്റ്റ്യൻ മീൻസ് ഈ ക്വസ്റ്റ്യൻ ചെയ്താൽ നമ്മൾ കുറേ കൺസെപ്റ്റ്സ് ഒറ്റ ചോദ്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് പീസ് ആക്കിയാലൊക്കെ വരും, കുറേ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ലോഡഡ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, റൈറ്റ്, ക്ലിയർ? അപ്പം ഇത് രണ്ടും പെട്ടെന്ന് കിട്ടും, എയും ബിയും പെട്ടെന്ന് കിട്ടും. കണ്ടോ, -2 -1 പറയുന്നത് ഇതിൻ്റെ ഇടയിലാണ്, -4നും 0ൻ്റെ ഇടയിലാണ്. പിന്നെ 1 2 പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ 1 2ലും ഉണ്ടോ, 0 കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ 1 2 ശരിയാണ്. ബാക്കി രണ്ട് ചോയ്സ് ഗുഡ് ചോയ്സ് ആണ്. അതിന് ഗ്രാഫ് വരയ്ക്കണം. യു മസ്റ്റ് ഡ്രോ ദ ഗ്രാഫ്. അപ്പോൾ ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഗ്രാഫ്. ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കാൻ പോകണം. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ പോകണേ. ജസ്റ്റ് തിങ്ക് ചെയ്യാം, ജസ്റ്റ് ശ്രദ്ധിക്കണം. ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദറ്റ് ഫംഗ്ഷൻ, നോട്ട് ഡ്രോൺ ടു സ്കെയിൽ, ഏകദേശം ഗ്രാഫ് വരയ്ക്കാം, ഏകദേശം. അപ്പോൾ ദിസ് ഇസ് y ആക്സിസ്, ദിസ് ഇസ് x ആക്സിസ്, x ആക്സിസ് y ആക്സിസ്. x = 0ലും ഇതാണ് 0. 0ൽ ദ ഫംഗ്ഷൻ ആസ് എ ലോക്കൽ മിനിമം. 0ൻ്റെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക് മാറുന്നുണ്ട്. -4ൽ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്കാണ് മാറുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് എ ലോക്കൽ മാക്സിമം. അപ്പോൾ 0ൽ ലോക്കൽ മിനിമം ഉണ്ട്, അപ്പോൾ ഇവിടെ ലോക്കൽ മിനിമം ഉണ്ട്. പിന്നെ -1 -2 -3 -4. -4ൽ ലോക്കൽ മാക്സിമം ഉണ്ട്. നൗ വാട്ട് ഈസ് f of 0?
എന്താ മക്കളെ എഫ് ഓഫ് 0? ഇവിടെ 0 കൊടുത്തത് കിട്ടുക -6/4 ഇസ് ഈക്വൽ ടു -3/2. അപ്പം അതാണ് ലോക്കൽ മിനിമം. -3/2 പറഞ്ഞാൽ ഇതാണ് -1, ഇതാണ് -2, ഇതാണ് -3/2. ദിസ് ഇസ് -3/2. ഇവിടെ ലോക്കൽ മിനിമമാണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെ ഉണ്ടാവും അല്ലേ? ലോക്കൽ മിനിമം എപ്പോഴും ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഇറ്റ് വിൽ ബി കർവ് ഡൗൺ, റൈറ്റ്, കോൺവെക്സ് ഡൗൺ. ഇനി -4 ലോക്കൽ മാക്സിമം ഉണ്ട്. അപ്പോൾ വാട്ട് ഈസ് എഫ് ഓഫ് -4 ഒന്ന് ചെക്ക് ചെയ്യൂ. വാട്ട് ഈസ് എഫ് ഓഫ് -4? എത്ര വരിക? 16 -12 അല്ല +12 -6 ഡിവൈഡഡ് ബൈ 16 -8 +4. ശരിയല്ലേ? അപ്പോൾ 28 6 പോയാൽ 22. യു ഗെറ്റ് 11 അല്ലേ? 28 കിട്ടുക. 28 -6 അല്ലേ? അപ്പോൾ 22 വരും. ഡിവൈഡഡ് ബൈ 20 8 പോയാൽ 20 8 പോയാൽ 12 അല്ലേ? അപ്പോൾ 11/6 വരും. അപ്പോൾ എഫ് ഓഫ് 4 is 11/6, റൈറ്റ്? എഫ് ഓഫ് 4 is 11/6. 11/6 is more or less equal to 2. അപ്പോൾ ഇത് 1 ആണ്, ഇത് 2 ആണ്. And this is 11/6. ശ്രദ്ധിക്കണം. This is 11/6. 12/6 is 2. 11/6 is slightly below 2. അപ്പം 11/6ന്റെ കറസ്പോണ്ടിങ് പോയിന്റ് ആണ് മാക്സിമം. -4 മാക്സിമം ഇങ്ങനെയുണ്ട് അല്ലേ? അപ്പം 11/6 മാക്സിമം ആണ്. അപ്പോൾ ഗ്രാഫ് ഇങ്ങനെയുണ്ട്, ഇവിടെ ഇങ്ങനെയുണ്ട്, റൈറ്റ്? ഇനി ഒരു കാര്യമുണ്ട്. ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇതിങ്ങനെ യോജിപ്പിക്കും, ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കും, ഇവിടെ ഇങ്ങോട്ട് വരയ്ക്കും. അത് ചെയ്യാൻ പാടില്ല. എന്താ കാരണം വെച്ചാൽ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് 1 ആണ്. അതേപോലെ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു -ഇൻഫിനിറ്റി. അപ്പം ഈ ഫംഗ്ഷൻ എക്സ് ഗോയിങ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ 1ലേക്ക് പോവാം, 1ലേക്ക് ടെൻഡ് ചെയ്യുക. ഇങ്ങടെ ആയാലോ -1ലേക്ക് ടെൻഡ് ചെയ്യുക. അപ്പം എന്താ നിങ്ങൾ ചെയ്യാറ്? 1ൽ നിങ്ങളൊരു വര വരയ്ക്കും. ദിസ് ഇസ് 1ൽ വര വരച്ചു. 1ൽ നമ്മളൊരു വര വരച്ചു. You draw a line. ഇത് ഗ്രാഫിലെ വരെയല്ല, ഞാൻ വെറുതെ ഒരു 1 വരച്ചാണ്. അപ്പോൾ 1ൽ ഇത് y x = 1 ആണ്. അപ്പോൾ എന്താ സംഭവിക്കുക വെച്ചാൽ ഇത് കണ്ടോ, -4ന്റെയും 0ന്റെയും ഇടയിൽ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. അപ്പോൾ ഇങ്ങനെ വരും. -4ന്റെയും 4 കഴിഞ്ഞാൽ അങ്ങനെ ഡിക്രീസ് ചെയ്തിട്ട് ഇതിലേക്ക് വരും. പിന്നെ -3/2 കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഇൻക്രീസിങ് ആണ്. അപ്പോൾ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകും. എന്നിട്ട് ഇതിലേക്ക് തൊട്ടില്ല, തൊടാൻ പാടില്ല. ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. അതേപോലെ ഇത് ഡിക്രീസിങ് ആണ്. കണ്ടോ, -4 കഴിഞ്ഞാൽ നെഗറ്റീവ് ആണ്, ഡിക്രീസിങ് ആണ്. അല്ല, -4ന്റെ ഇപ്പുറത്ത് ഫംഗ്ഷൻ കണ്ടോ, ഇപ്പുറത്ത് ഇൻക്രീസിങ് ആണ്. ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. കണ്ടോ, -∞ to -4. അപ്പോൾ ഗ്രാഫ് ഈസ് ലൈക്ക് ദിസ്. ഇതിങ്ങനെ എൻഡ്ലെസ് ആയിട്ട് പോകും. ഇറ്റ് വിൽ നോട്ട് ടച്ച് ദ 1. താഴേക്ക് വരില്ല. 1 ഇങ്ങനെ തൊട്ടില്ല മാതിരി 1ലേക്ക് ഇങ്ങനെ തുടരേ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ദാറ്റ്സ് ദ ഗ്രാഫ്. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ ഗ്രാഫിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നോക്കൂ, എഫ് ഇസ് ഓൺ ടു. എപ്പോഴാണ് ഫംഗ്ഷൻ ഓൺ ടു ആവുക? കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആയാൽ. ഇതിന്റെ റേഞ്ച് എന്താ മക്കളെ? ഇത് റേഞ്ച് എന്താ? -3/2 തൊട്ടിട്ട് 11/6 വരെയല്ലേ ഉള്ളൂ. അപ്പോൾ റേഞ്ച് എന്താ അതിന്റെ? വാട്ട് ഇസ് ദ റേഞ്ച്? റേഞ്ച് ഇസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇന്റർവെൽ -3/2 to 11/6. 11/6 ക്ലോസ്ഡ് ആണ്. അപ്പോൾ ഇത് തെറ്റാ. -3/2 2 ആണ്, കുറച്ചും കൂടി മുകളിലേക്കായി. അതുകൊണ്ടാണ് ജസ്റ്റ് മിസ് ചെയ്തു. അപ്പോൾ 11/6. അപ്പോൾ അത് തെറ്റാ. റേഞ്ച് തെറ്റാ. എന്തായാലും ഓൺ ടു തെറ്റാ. കാരണം ഓൺ ടു എന്താ? സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ ഇവിടെ? കോഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് അല്ലേ? റേഞ്ച് എത്രയല്ലേ ഉള്ളൂ? കോഡൊമെയിനും റേഞ്ചും ഈക്വൽ അല്ലല്ലോ. അതുകൊണ്ട് ഓൺ ടു തെറ്റാണ്. But this question can be modified many ways, in many ways. അതുകൊണ്ട് അത് അത്രയ്ക്കും നല്ല ചോദ്യമാണ്. ഇത് മോഡിഫൈ ആയിട്ട് വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തായാലും എന്ത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു. അപ്പോൾ that is range of a function. ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടുള്ള ഗ്രാഫ്, റേഞ്ച്, ഫംഗ്ഷൻ്റെ ടൈപ്പ് എക്സെട്ര. അടുത്ത ചോദ്യം. ഇത് വളരെ സിമ്പിൾ ചോദ്യമാണ്. എന്താ? ജസ്റ്റ് ഗ്രാഫ് വരച്ചാൽ മതി. f of x equals 5 minus mod x minus 2. 5 minus mod x minus 2. നോക്കൂ, f of x equals 5 minus mod x minus 2. ഇതിന്റെ attains maximum value at alpha.
maximum value at alpha. Attains maximum value at alpha. Alpha is not the maximum value. Attains maximum value at alpha. തെറ്റരുതേ, ശ്രദ്ധിക്കണം. അപ്പം ഇത് ഇതിന്റെ ഗ്രാഫ് നോക്കൂ. ഇത് x ആക്സിസ് y ആക്സിസ് ആണെങ്കിൽ ഇത് 1 2 ആണെങ്കിൽ ഇതാണ് മോഡ് x മൈനസ് 2. ഇതാണ് മോഡ് x മൈനസ് 2. അപ്പോൾ മൈനസ് മോഡ് x മൈനസ് 2 എങ്ങനെ ഉണ്ടാവുക? ഇത് 1 2 നേരെ തല കുത്തനെ എഴുതാം. അപ്പോൾ ഇതാണ് മൈനസ് മോഡ് x മൈനസ് 2. അപ്പോൾ വാട്ട് വിൽ ബി 5 മൈനസ് മോഡ് x മൈനസ് 2? 5 മൈനസ് മോഡ് x മൈനസ് 2 എന്തായിരിക്കും? ഇത് x ആക്സിസ് y ആക്സിസ് ആണെങ്കിൽ ഇത് 1 2 ആണെങ്കിൽ ഈ സാധനം 5 യൂണിറ്റ് മുകളിലേക്ക് കയറ്റും. അപ്പം 5 യൂണിറ്റ് 1 2 3 4 5. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് y ഈക്വൽസ് 5 മൈനസ് മോഡ് x മൈനസ് 2. ഓക്കെ, അപ്പോൾ അതിൻ്റെ മാക്സിമം വാല്യൂ എന്താ ചോദിച്ചാൽ എന്താ? 5 1. ഈ ലെങ്ത് 5 1. പക്ഷേ ഇറ്റ് ഈസ് അറ്റൈൻ വെൻ x ഈക്വൽസ് 2. x 2 ആകുമ്പോഴാണ് മാക്സിമം വാല്യൂ അറ്റൈൻ ചെയ്യുക. അപ്പോൾ വാട്ട് ഇസ് ആൽഫ ഹിയർ? ഈ ആൽഫയുടെ വാല്യൂ എന്താ? ആൽഫ ഈക്വൽസ് 2. ഇത് വളരെ പ്രധാനമാണ്. മാക്സിമം വാല്യൂ അല്ല ചോദിച്ചാൽ മാക്സിമം വാല്യൂ ഇസ് അറ്റൈൻഡ് വെൻ ആൽഫ ഈക്വൽസ്. ഇവിടെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ. 2ൽ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ അല്ല. ഡിഫറൻഷ്യബിൾ അല്ലെങ്കിലും ഇറ്റ് ഹാസ് എ ലോക്കൽ മാക്സിമം x ഈക്വൽസ് 2. ലോക്കൽ മാക്സിമത്തിന് ഡിഫറൻഷ്യബിലിറ്റി ഉണ്ടാവണമെന്നില്ല. ഈവൻ കണ്ടിന്യൂറ്റി തന്നെ ഉണ്ടാവണമെന്നില്ല. ആ പോയിന്റിൽ വലിയ ആളായാൽ മതി. ആ പോയിന്റിന്റെ നെയ്ബർഹുഡിൽ അതല്ലാത്ത വേറെ ആരെയും ഉണ്ടാവാൻ വലിയൊരാളുണ്ടായാൽ മതി. വി കോൾ ഇറ്റ് ലോക്കൽ മാക്സിമം. ഏറ്റവും ചെറിയ ആളുണ്ടെങ്കിൽ വി കോൾ ഇറ്റ് ലോക്കൽ മിനിമം. ഇറ്റ് ഹാപ്പൻസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഡിസ്കണ്ടിന്യൂസ്. ഇറ്റ് ഹാപ്പൻസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് നോൺ ഡിഫറൻഷ്യബിൾ. അപ്പോൾ ഇവിടെ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. കണ്ടോ, 2ൽ ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ ആണ്. എന്നാലും 2ൽ അതിന് ലോക്കൽ മാക്സിമം ഉണ്ട്. ഇറ്റ് ഈസ് അറ്റൈൻഡ്. വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ? 5 ഇസ് എ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ ഇസ് അറ്റൈൻഡ് വെൻ x ഈക്വൽസ് 2. ആ തമ്മിലെ വ്യത്യാസം ശ്രദ്ധിക്കണം. അറ്റൈൻഡ് ദ മാക്സിമം വാല്യൂ അറ്റൈൻസ്. ഈ അറ്റൈൻസ് ഇട്ടില്ലെങ്കിൽ മാക്സിമം വാല്യൂ ആൽഫ പറയുന്നത് a is 5 ആണ്. മനസ്സിലായോ? അതൊക്കെ തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി എന്താ? g of x അറ്റൈൻസ് മിനിമം വാല്യൂ. നിങ്ങൾക്കറിയാലോ, ഇപ്പൊ നമുക്ക് പഠിച്ചു മോഡ് x മൈനസ് 2 ആണെങ്കിൽ മിനിമം വാല്യൂ എന്താ? 0 ആണ് അല്ലേ? മിനിമം വാല്യൂ അറ്റൈൻ വെൻ x ഈക്വൽസ് 2 ആണ്. അപ്പോൾ അറ്റൈൻസ് മിനിമം വാല്യൂ. അപ്പോൾ മോഡ് x മൈനസ് 2 അറ്റൈൻസ് മിനിമം വാല്യൂ x ഈക്വൽസ് 2. അതേപോലെ x പ്ലസ് 1 ആണെങ്കിൽ എന്താവും? മോഡ് x പ്ലസ് 1ന്റെ ഗ്രാഫ് എന്താ? ഇങ്ങനെ ഉണ്ടാവാം. മൈനസ് 1ലാണ് അറ്റൈൻ ചെയ്യാം. മൈനസ് 1ലാണ് മിനിമം വാല്യൂ അറ്റൈൻ ചെയ്യാം. മിനിമം വാല്യൂ 0. അപ്പോൾ ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് മോഡ് x പ്ലസ് 1. അപ്പോൾ മോഡ് x പ്ലസ് 1 മോഡ് x പ്ലസ് 1 ഗ്രാഫ് is V shaped, V at minus 1. The minimum value is attained when x equals minus 1 and minimum value is 0. അപ്പോൾ beta equals minus 1. അത്രയേ ഉള്ളൂ. അപ്പോൾ ആൽഫ ബീറ്റ ഈക്വൽസ് മൈനസ് 2. അപ്പോൾ മൈനസ് ആൽഫ ബീറ്റ ആണ് ചോദിച്ചത്. അപ്പോൾ മൈനസ് ആൽഫ ബീറ്റ വിൽ ബി 2. അപ്പോൾ എന്താ ചോദ്യം? ലിമിറ്റ് ഓഫ് x ടെൻസ് ടു 2 അല്ലേ? ചോദ്യം എന്താ? ലിമിറ്റ് ഓഫ് x ടെൻസ് ടു x മൈനസ് 1 ഇൻറ്റു x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6നെ ഫാക്ടറൈസ് ചെയ്തൂടെ? ഇറ്റ് ഇസ് x. അത് എളുപ്പമാണ്. x മൈനസ് 2 ഇൻറ്റു x മൈനസ് 3 ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് 6x പ്ലസ് 8 ഫാക്ടറൈസ് ചെയ്തൂടെ മക്കളെ? പ്രോഡക്റ്റ് 8ഉം 6. അപ്പോൾ x മൈനസ് 4 ഇൻറ്റു x മൈനസ് 2 അല്ലേ? അപ്പോൾ x മൈനസ് 2 10 ചെയ്യുന്നുണ്ട്. x മൈനസ് 2 വെട്ടാം. ഇവിടെ എക്സിന് പകരം 2 എടുക്കുക. ദാറ്റ്സ് ഓൾ. അപ്പോൾ എന്താ കിട്ടുക? 2 1 ഇൻറ്റു മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2. ഇറ്റ് ഇസ് 1/2. ബി ഇസ് ആൻസർ. സിമ്പിൾ ആണ്. ആൽഫയും ബീറ്റയും അത് തെറ്റാതെ ചെയ്യുക. അറ്റൈൻസ് ഉള്ള പരിപാടിയാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. അടുത്ത ചോദ്യം. എന്താ അടുത്ത ചോദ്യം? 69ന്റെ പരിപാടി ഇതും അതെ, കുറച്ച് നല്ല ചോദ്യമാണ്. ആൽഫ ഈക്വൽസ് സിഗ്മ കെ ഗോയിങ് ഫ്രം 1 ടു ഇൻഫിനിറ്റി ആണ്. ഇവിടെ ഇൻഫിനിറ്റി ആണ്. അപ്പൊ ഇങ്ങനെയാണ്. ആൽഫ ഈക്വൽസ് സിഗ്മ കെ ഗോയിങ് ഫ്രം 1 ടു ഇൻഫിനിറ്റി സൈൻ 2 raised to k pi by 6. What is sin pi by 6? 1/2. 1/2 raised to 2k ആണ്. അപ്പോൾ ഫസ്റ്റ് യു ഫൈൻഡ് ദ വാല്യൂ ഓഫ് ആൽഫ. ആൽഫ എന്ന് കണ്ടോളൂ. ആൽഫ കാണുമ്പോൾ എന്താ? യു പുട്ട് ദ വാല്യൂ ഓഫ് k equals 1 കൊടുത്താൽ എന്താ കിട്ടുക? അങ്ങനെ സിഗ്മ k 1 കൊടുത്ത് നോക്കൂ. k 1 ആകുമ്പോൾ എന്താ കിട്ടുക? 1/2 സ്ക്വയർ അല്ലേ? 1/2 സ്ക്വയർ പ്ലസ് അടുത്ത് എന്തായിരിക്കും? 1/2 raised to 4 അല്ലേ വരിക? അങ്ങനെ പോകും എക്സെട്ര. ഇറ്റ്സ് എ ജി പി അപ് ടു ഇൻഫിനിറ്റി. 3 ടേം എഴുതാമെന്നാണ് ഞാൻ 2 ടേം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ അത് കണ്ടാൽ തന്നെ അറിയാം ജി പി ആണ്. ജി പിയിലെ
common ratio ഒന്നിനേക്കാൾ കുറവാണ് sum to infinity of a geometric series. What is sum to infinity of a geometric series? Sum to infinity of a geometric series. Yes, infinity is equal to in the formula മക്കളെ sum to infinity of a geometric series ന്റെ formula എന്താ? A by 1 minus R. Where A is the first term and R is the common ratio. So this is alpha is equal to 1 by 4 divided by 1 minus 1 by 4. Simplify me the 1 by 4 by 3 by 4. 1 by 3. Right? But you get alpha equals 1 by 3. Alpha value 1 by 3. Right. And the chodhyam g of x equals 2 raised to. Now alpha substitute here. So you got the value of g of x. And the g of x in the value g of x is equal to alpha ki bagaram 1 by 3 substitute here. But 2 raised to x by 3. 2 raised to x by 3 plus 2 raised to 1 minus x by 3. 1 minus x by 3. This is the function. Which are the following minimum value, maximum value? Differentiate minimum value, maximum value indifferentiate. You take the derivative of that function. But differentiate let's infinity. What is derivative? G dash x. What is derivative of a raised to x? A raised to x derivative in the a raised to x log a. Derivative of a raised derivative of a raised to x is a raised to x log a. About 2 raised to x by 2 derivative, 2 raised to x by 2, x by 3 into 3 LI. 2 raised to x by 3 into log 2 into 1 by 3 plus 2 raised to 1 minus x by 3 the derivative. It is 2 raised to 1 minus x by 3 into log 2 into minus 1 by 3. 1 minus x by 3 derivative. Minus 1 by 3. Now g dash x പൂജ്യം ആവുന്ന സ്ഥലം നോക്കണം. ആണ് എക്സ്ട്രീം പോയിന്റ് എടുക്കാം. നോക്കാം g dash x പൂജ്യം ആവുന്ന സ്ഥലം എവിടെ ഉണ്ടാവുക? g dash x പൂജ്യം ആവുന്ന സ്ഥലം. g dash x എപ്പോഴാണ് പൂജ്യം ആവുക? ഒന്ന് നോക്കൂ. ഇത് പൂജ്യമാണ്. ഇത് log 2 1 by 3 കോമൺ ആണ് അല്ലേ? അപ്പോൾ 1 by 3 കോമൺ എടുത്തോളൂ. But it is 2 raised to x by 3 minus 2 raised to 1 minus x by 3 പൂജ്യം ആവുമ്പോൾ എന്ന് വെച്ചാൽ ഇത് ഈക്വൽ ആവുമ്പോൾ എന്ന് വെച്ചാൽ എക്സ് ബൈ 3യും 1 മൈനസ് എക്സ് ബൈ 3യും ഈക്വൽ ആവും. 3 ക്യാൻസൽ ചെയ്താൽ എക്സും 1 മൈനസ് എക്സും ഈക്വൽ ആവും. അപ്പൊ 2x 1 ആവുമ്പോൾ അപ്പൊ എക്സ് 1 by 2 ആവും. അപ്പം ജി ഡാഷ് 1 by 2 0 ആണ്. അപ്പൊ 1 by 2 ജിക്ക് എക്സ്ട്രീം പോയിന്റ് ഉണ്ടാവാം. ഓക്കെ, അപ്പം ഇതാണ് 1 എങ്കിൽ ഇപ്പം ഗ്രാഫ് നോക്കൂ. 0ന്റെയും 1ന്റെയും ഇടയിലാണ് ഗ്രാഫ്. 0ന്റെയും 1ന്റെയും ഇടയിലാണ് ഗ്രാഫ്. നോക്കൂ, എക്സ് 0ന്റെയും 1ന്റെയും ഇടയിലാണ്. അപ്പോൾ എക്സ് ഈക്വൽസ് ഹാഫിൽ ശരിയാവും. അപ്പോൾ ദിസ് ഇസ് എക്സ് ഈക്വൽസ്, ഇത് 0 ആണ്, ഇത് 1 ആണ്. ഇതാണ് ഹാഫ്. ഹാഫിൽ ജി ഡാഷ് ഹാഫ് 0 ആണ്. ജി ഡാഷ് ഹാഫ് 0 ആണ് അല്ലേ? ജി ഡാഷ് ഹാഫ് 0 ആണ്. അപ്പൊ ജി ഡാഷ് ഹാഫ് 0 ആണെങ്കിൽ ജി ഓഫ് എക്സിന് ഹാഫിലെ എക്സ്ട്രീം പോയിന്റ് ഉണ്ടാവാം. അപ്പൊ ഇപ്പുറത്തും അപ്പുറത്തും അതിന്റെ ചിഹ്നം എന്താ നോക്കാം. ഇപ്പുറത്തും അപ്പുറത്തും ചിഹ്നം നോക്കാൻ നല്ല എന്താ. ഇപ്പം ഇപ്പുറത്ത് ഹാഫിന്റെ ഇപ്പുറത്ത് ഒരു നമ്പർ 0, ഹാഫിന്റെ ഇപ്പുറത്തല്ലേ. വെറുതെ ജി ഓഫ് 0 ജി ഡാഷ് 0 ഒന്ന് നോക്കാം. വാട്ട് ഇസ് ജി ഡാഷ് 0? ജി ഡാഷ് 0 എന്താ മക്കളെ? ഒന്ന് വേഗം ജി ഡാഷ് 0 കണ്ടു നോക്കൂ. വാട്ട് ഇസ് ജി ഡാഷ് 0? ഇറ്റ് ഇസ് log 2 1 by 3. log 2 1 by 3 അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടെ 0 കൊടുത്താൽ 2 raised 0 1 മൈനസ് ഇവിടെ 1 കൊടുത്താൽ 2 raised to 1 by 3 അല്ലേ? 2 raised to 1 by 3. അപ്പോൾ log 2 പോസിറ്റീവ് ആണ്, 3 കോൺസ്റ്റന്റ് ആണ്, പോസിറ്റീവ് ആണ്. 2 raised to 1 by 3 പറഞ്ഞാൽ ക്യൂബ് റൂട്ട് ഓഫ് 2 ആണ്. അപ്പോൾ 1 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 2. 2 എന്തായാലും 1നേക്കാൾ വലുതാണ്. അപ്പോൾ 1 മൈനസ് ക്യൂബ് റൂട്ട് ഓഫ് 2 എന്തായാലും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ആണ്. 0ന്റെയും ഹാഫിന്റെ ഇടയിൽ ജി ഡാഷ് എക്സ് നെഗറ്റീവ് ആണ്. തീർച്ചയായിട്ടും ഇവിടെ പോസിറ്റീവ് ആണ്.
2 raised to 1 എന്തായാലും പോസിറ്റീവ് ആണ്. അപ്പോൾ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവും ആണെങ്കിൽ ഹാഫിൽ എക്സ്ട്രീം പോയിന്റ് ഉണ്ട്. അതെന്തായിരിക്കും? ഹാഫിൻ്റെ നെയ്ബർഹുഡിൽ ഇവിടെ നെഗറ്റീവും ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഹാഫിൽ g(x) ലോക്കൽ മിനിമം ഉണ്ടാവും അല്ലേ? g'(x) ചേഞ്ചസ് ഇറ്റ് സൈൻ ഫ്രം നെഗറ്റീവ് ടു പോസിറ്റീവ് അറ്റ് x = half. അപ്പോൾ ഹാഫിൻ്റെ ഇപ്പുറത്ത് നെഗറ്റീവും ഹാഫിൻ്റെ അപ്പുറത്ത് പോസിറ്റീവ് ആണ്. അപ്പോൾ അറ്റ് x = half g(x) has a ലോക്കൽ മിനിമം. അപ്പോൾ നമ്മളിവിടെ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ദിസ് ഇസ് x ആക്സിസ് y ആക്സിസ്. g(x) ഗ്രാഫ് വരയ്ക്കുകയാണ്. യു ആർ ഡ്രോയിങ് ദ ഗ്രാഫ് ഓഫ് g(x). ഇത് 0 ആണ്, ഇത് 1 ആണ്, ഇത് ഹാഫ് ആണ്. അപ്പോൾ വാട്ട് ഈസ് g'(half)? വാട്ട് ഈസ് g of half? അപ്പോൾ ഓരോന്നിൻ്റെയും വാല്യൂ നോക്കാം. വാട്ട് ഈസ് g of half? എന്തായിരിക്കും g of half? നോക്കാം. വാട്ട് ഈസ് g of half? g of half is equal to, അതായിരിക്കും ലോക്കൽ മിനിമം വാല്യൂ. g of half അതിൽ കൊടുത്തു നോക്കൂ, എന്താ കിട്ടാം? അതായത് ഇതിൽ കൊടുത്തോളൂ g of half എന്താ കിട്ടാം? ഇറ്റ് ഇസ് 2 raised to x-ന് പകരം 1/2 കൊടുക്കാം. അപ്പം 2 raised to 1/6 പ്ലസ് ഇവിടെ x-ന് പകരം ഹാഫ് കൊടുത്താൽ അഗെയിൻ 1 - half 2 raised to 1/6. 2 raised to 1/6 plus 2 raised to 1/6 is 2 into 2 raised to 1/6. It is 2 raised to 1 plus 1/6. It is 2 raised to 7/6. അപ്പം ഇത് 2 raised to 7/6. 2 raised to 7/6 ഏതോ വാല്യൂ ഉണ്ടാവും, മിനിമമാണ്, ലോക്കൽ മിനിമം. അപ്പോൾ ഇത് 2 raised to 7/6 ആദ്യം വെച്ചു. അപ്പോൾ ഇവിടെ ലോക്കൽ മിനിമം ഉണ്ടാവും. ഇനി വാട്ട് ഈസ് g of 0? x 0 ആകുമ്പോൾ എന്താ വരിക? ഇവിടെ x 0 ആകുമ്പോൾ എന്താ വരിക? 1. ഇവിടെ x 0 ആകുമ്പോൾ എന്താ വരിക? 2 raised to 1/3. 1 plus 2 raised to 1/3. അപ്പം ഇവിടെ ഒരു 1 ഉണ്ടാവും. 1 plus 2 raised to 1/3. അപ്പോൾ ഇതാണ് 1 plus 2 raised to 1/3. x 0 ആകുമ്പോൾ 2 raised to 1/3 എങ്ങനെ വരും? അങ്ങനെ വരും. വാട്ട് ഇസ് g of 1? ഇവിടെ x-ന് പകരം 1 കൊടുത്താൽ ഇത് 1 ആവും. 2 raised to 0 1 ആവും. അപ്പോൾ 2 raised to again 2 raised to 1/3 plus 1. അപ്പോൾ അത് അതിനല്ലേ വരിക? സെയിം അല്ലേ വരിക? അപ്പോൾ 1-ലും അതെ ഇങ്ങനെയാണ്. ഇതും അതെ 2 raised to 1/3 ആയിരിക്കും. ഇത് രണ്ടും ഒന്നാണ്. ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഒന്നാണ്. ഈ ലെങ്ത്തും ഒന്നാണ്. ഈ ചിത്രം ഇങ്ങനെയാണെന്ന് കണ്ടിട്ട് ചോയ്സ് നോക്കാം. വാട്ട് ഇസ് ചോയ്സ്? അപ്പോൾ എന്തൊക്കെ ചോദിക്കാം? 0-ൻ്റെയും ഹാഫിൻ്റെ ഫംഗ്ഷൻ ഡിക്രീസിങ് ആണ്. ഹാഫിൽ ലോക്കൽ മിനിമം ഉണ്ട്. ഹാഫ് കഴിഞ്ഞാൽ ഇൻക്രീസിങ് ആണ്. ഈ ഇൻ്റർവെല്ല് 0-1 എന്നുള്ള ക്ലോസ് ഇൻ്റർവെല്ല് ഇതൊരു മാക്സിമം വാല്യൂ ആണ്, ഇതൊരു മാക്സിമം വാല്യൂ ആണ്. ഇത് രണ്ടും ഒന്നാണ്. ഈ 0-ൽ ലോക്കൽ മാക്സിമം അല്ല, 1-ൽ ലോക്കൽ മാക്സിമം അല്ല. പക്ഷെ 0-ൽ മിനിമം ആണ്, അബ്സല്യൂട്ട് മിനിമം ആണ്, ലോക്കൽ മിനിമം ആണ്. വാട്ട് ഇസ് അബ്സല്യൂട്ട് മാക്സിമം? അബ്സല്യൂട്ട് മാക്സിമം ഇസ് 1 plus 2 raised to 1/3. ആ അബ്സല്യൂട്ട് മാക്സിമം എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം അല്ല. ഓക്കെ, നൗ ലുക്ക് അറ്റ് ദ ചാർട്ട്സ്. ദ മിനിമം വാല്യൂ ഓഫ് ദ g of x is 2 raised to 7/3. ശരിയാണ്, ഇതാണ് മിനിമം വാല്യൂ. അത് അബ്സല്യൂട്ട് മിനിമം ആണ്. ലോക്കൽ മിനിമം is attained when x equals half. Minimum is attained when x equals half and the local minimum is 2 raised to 7/3. ശരിയാണ്, ഇത് ശരിയാണ്. 1 or 4 ആൻസർ ആണത്. മാക്സിമം വാല്യൂ ഓഫ് g of x is 1 plus 2 raised to 1. ശരിയാണ്, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഈ ലെങ്ത്തും ഈ ലെങ്ത്തും ഒന്ന് തന്നെയാണ്. അത് ലോക്കൽ മാക്സിമം അല്ല, ക്ലോസ് ഇന്റർവെൽ ആയതുകൊണ്ട് അതാണ് മാക്സിമം. നിങ്ങൾ ഇന്റർവെൽ പഠിക്കണ്ടല്ലോ. ഇപ്പോൾ ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസിങ് ആണെങ്കിൽ ഇത് a ആണ്, ഇത് b ആണെങ്കിൽ എയിലും ബിയിലും ലോക്കൽ മാക്സിമം ഇല്ല, ലോക്കൽ മിനിമം ഇല്ല. പക്ഷേ എഫ് ഓഫ് എ പറയുന്നത് മിനിമം ആണ്, എഫ് ഓഫ് ബി പറയുന്നത് മാക്സിമം ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഡിക്രീസിങ് ആണ്. ഇപ്പോൾ ഇന്റർവെൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ 1 plus 2 raised to 1/3 മാക്സിമം ആണ്. അപ്പോൾ ഇത് ശരിയാണ്, ഇത് ശരിയാണ്. 1 plus 2 raised to 1/3 മാക്സിമം ആണ്. g of x attains maximum at more than 1 point. നോക്കൂ, ഇതും മാക്സിമം ആണ്, ഇതും മാക്സിമം ആണ്. അപ്പോൾ രണ്ട് മാക്സിമം പോയിന്റ് ഉണ്ട്. അത് ലോക്കൽ മാക്സിമം അല്ല, ഇറ്റ് ഹാസ് മാക്സിമം മോർ ദാൻ 1 point. ഇത് ശരിയാണ്. പിന്നെ g of x attains minimum at more than 1 point. There is only one minimum. More than 1 point തെറ്റാണ്. അപ്പോൾ ഇത് തെറ്റാണ്. There is only one minimum and that is local minimum. Okay. 70. f of x equals x raised to 1 by x. To determine the bigger of two values, e raised to m, e raised to pi and pi raised to e. e raised to pi ആണോ pi raised to e ആണോ വലുത്? അത് x raised to 1 by x ഉപയോഗിച്ചിട്ട് കാണാം. ഇതിൻ്റെ കൺസെപ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാം. അതുകൊണ്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് എടുക്കണം കേട്ടോ.
x raised to 1 by x. അപ്പോൾ f of x equals x raised to 1 by x ആണെങ്കിൽ you can take y equals x raised to 1 by x. y equals x raised to 1 by x. നോക്കൂ, ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? ln y equals 1 by x ln x. അല്ലേ, 1 by x ln x. It can be written as log x by x. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by y dy by dx is equal to, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ താഴെ x സ്ക്വയർ മുകളിൽ x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് log x, that is 1 by x മൈനസ് log x. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. വാട്ട് ഇസ് y ഡാഷ് ഡെറിവേറ്റീവ് ഓഫ് y? y അങ്ങോട്ട് എടുത്താൽ ഇറ്റ് ഇസ് x raised to 1 by x ഇൻറ്റു x വെട്ടി പോകും 1 മൈനസ് ln x by x. ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നോക്കൂ, എക്സ് ബിഗർ ദാൻ 0 ആണ്, അറിയാം. എക്സ് ബിഗർ ദാൻ 0 തന്നിട്ടുണ്ട്. എക്സ് ബിഗർ ദാൻ 0 ആണെങ്കിൽ ഇത് പോസിറ്റീവ് ആണ്, ഇത് എന്തായാലും സ്ക്വയർ ആണല്ലോ, പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പം ഇത് 0 ആവുക, ഇത് 0 ആകുമ്പോൾ മാത്രമാണ് 1 പ്ലസ് log x 0 ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഈസ് 0 വെൻ 1 മൈനസ് log x equals 0. എപ്പോഴാണ് 1 മൈനസ് log x 0 ആവുക? ഡെറിവേറ്റീവ് ഈസ് 0. y dy by dx equals 0 when 1 minus log x equals 0, അല്ലേ? ഇത് 0 ആവില്ല, ഇത് 0 ആവില്ല. അപ്പോൾ 1 മൈനസ് log x 0 ആകുമ്പോഴേ ഡെറിവേറ്റീവ് 0 ആവുള്ളൂ. അപ്പോൾ 1 മൈനസ് log x 0 ആവുമ്പോഴാണ് log x 1 ആവുക. log x 1 ആവുക പറഞ്ഞാൽ x e ആവുക, അല്ലേ? കാരണം ഇവിടെ ബേസ് e ആണ്, ln x ആണ്, നാച്ചുറൽ ലോഗ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ e ആണ്. അപ്പോൾ ഇയിലാണ് അതിൻ്റെ എക്സ്ട്രീമം പോയിന്റ് ഉണ്ടാവുക, റൈറ്റ്? അപ്പോൾ അത് ഈയുടെ ഇപ്പുറത്തെ പോസിറ്റീവ് ആണോ അപ്പുറത്ത് പോസിറ്റീവ് ആണോ നോക്കണം. എങ്ങനെ നോക്കാം? ഇതിനെപ്പറ്റി നോക്കാൻ വേണ്ട, ഇത് പോസിറ്റീവ് ആണ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് മാത്രം നോക്കിയാൽ മതി. ഡെറിവേറ്റീവിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് മനസ്സിലാക്കാൻ 1 മൈനസ് log x സ്റ്റാറ്റസ് മാത്രം നോക്കിയാൽ മതി. ഈ പറയുന്നത് നിങ്ങൾക്ക് അറിയാം 2 പോയിന്റ് സംതിങ് ആണ്, അല്ലേ? 2 പോയിന്റ് സംതിങ് താഴെയല്ലേ 1 ഉണ്ടാവുക, അല്ലേ? അപ്പോൾ 1 എവിടെ ഉണ്ടാവുക? 1 എവിടെ ഉണ്ടാവുക? ഈയുടെ ഇപ്പുറത്താണോ അപ്പുറത്താണോ? ഇപ്പുറത്താണ്ടാവുക. 1 ഇപ്പുറത്താണ്ടാവുക, അല്ലേ? ഈയുടെ ഇപ്പുറത്താണ്ടാവുക 1. അപ്പോൾ അവിടെ 1 കൊടുത്ത് നോക്കൂ. ln 1 എന്താ? 0 അല്ലേ? അപ്പോൾ ln 1 കൊടുത്താൽ 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 1 മൈനസ് ദിസ് ബൈ 1 വരും. അപ്പോൾ അത് പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് അല്ലേ? അതായത് ഇപ്പുറത്ത് പോസിറ്റീവ് ആണ്, തീർച്ചയായിട്ടും ഇപ്പുറത്ത് നെഗറ്റീവ് ആയിരിക്കും. അത് നമുക്ക് സൂത്രമാണ്, അപ്പുറത്ത് നെഗറ്റീവ് ആയിരിക്കും എന്ന് ചെക്ക് ചെയ്യണമെന്നാണ്. പക്ഷേ നമുക്ക് യു ക്യാൻ ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. കാരണം 1 ഈയുടെ ഇപ്പുറത്ത് നെഗറ്റീവാണ്, അതായത് ഈയുടെ ഇപ്പുറത്ത് ln x ഒരു ഇൻക്രീസിങ് ഫംഗ്ഷൻ ആണ്, കുറേ കഥയുണ്ട്. അപ്പോൾ ഈയുടെ ഇപ്പുറത്തെ നമ്പർ കൊടുക്കുക, അത് നെഗറ്റീവ് ആണെങ്കിൽ അപ്പുറത്ത് പോസിറ്റീവ് ആയിരിക്കും, ഇപ്പുറത്ത് പോസിറ്റീവ് ആണെങ്കിൽ അപ്പുറത്ത് നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെ ആലോചിച്ചാൽ മതി. പ്രൊവൈഡഡ് ഇഫ് എന്താ പറയുക, ആ പ്രത്യേക ഫംഗ്ഷൻ ആണെങ്കിൽ 2 ഫംഗ്ഷൻസിൻ്റെ കൂടി ചേരുവൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ x⁻2 ഒക്കെ ആകുമ്പോഴാണ് അത് വ്യത്യാസം വരിക. ഇവിടെ അത് പ്രശ്നമൊന്നുമില്ല. log x അപ്പുറത്ത് നെഗറ്റീവ് ആയിരിക്കും, ഇപ്പുറത്ത് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ അറ്റൈൻസ് എക്സ്ട്രീമം പോയിന്റ് ആൻഡ് ഇറ്റ്സ് ലോക്കൽ. ഇതെന്തായിരിക്കും? ഈയുടെ നെയ്ബർഹുഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് മാറിയിട്ട്. അപ്പോൾ ഇത് ലോക്കൽ മാക്സിമം ആണ്. ദിസ് ലോക്കൽ മാക്സിമം. അതിൻ്റെ അർത്ഥം എന്താ അറിയാം? ഗ്രാഫ് x raised to 1 by x പ്രത്യേകത, ഇത് e ആണെങ്കിൽ ഇങ്ങനെയാണ് ഗ്രാഫ് ഉണ്ട്. ഇത് e raised to 1 by e ആയിരിക്കും. ഇറ്റ് ഈസ് അറ്റൈനിങ് മാക്സിമം വാല്യൂ അറ്റ് e raised to 1 by e. അപ്പം ദിസ് ഫംഗ്ഷൻ ഈസ് അറ്റൈനിങ് മാക്സിമം അറ്റ് x equals e. അപ്പോൾ എന്തൊക്കെയാ പറയാം? ഈയുടെ അപ്പുറത്ത് ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ് ആണ്, ഈയുടെ ഇപ്പുറത്തെ ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് ആണ്. അറ്റ് x equals e it has a local maximum and the maximum value is e raised to 1 by e, right? Maximum value is e raised to 1 by e, അല്ലേ? അപ്പോൾ ഇനി എങ്ങനെയായി? അപ്പോൾ അവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. e raised to 1 by e ആണോ വലുത്, pi raised to 1 by pi ആണോ വലുത് ചോദിച്ചാൽ വാട്ട്സ് ദ ആൻസർ? വിച്ച് ഇസ് ബിഗർ? e raised to 1 by e ആണോ വലുത്, pi raised to 1 by pi ആണോ വലുത്? ഇതിപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം 3 raised to 1 by 3 ആണോ വലുത്, 5 raised to 1 by 5 ആണോ വലുത്, 2024 raised to 1 by 2024 ആണോ വലുത്? എന്താ വലുത്? 3 raised to 1 by 3 വലുത്. കാരണം ഈയുടെ തൊട്ടടുത്ത ആളാണ് 3. 2024 ഒക്കെ ഇവിടെ ഉണ്ടാവുക, ഇതാണ് കുറച്ചുകൂടി അപ്പുറത്തല്ലേ ഉണ്ടാവുക, ചെറുതായിരിക്കും. ഈയുടെ തൊട്ടടുത്താണ് 3. അപ്പം 3 raised to 1 by 3 ആണ് എല്ലാവരെക്കാളും വലുത്. ഇപ്പം 3 raised to 1 by 3, 4 raised to 1 by 4, 5 raised to 1 by 5, 6 raised to 1 by 6, 7 raised to 1 by 7, 100 raised to 1 by 100, 2024 raised to 1 by 2024. ഇതിൽ ഏറ്റവും വലുത് ഏതാ? 3 raised to 1 by 3 ആണ്. കാരണം എന്താ? 3 is very close to e. മനസ്സിലായോ? 3 is very close to 3. അപ്പോൾ അതുകൊണ്ട് പൈ പറഞ്ഞാൽ 3.14 ആണ്, 2.7, 3നേക്കാൾ കുറച്ചുകൂടെ. അപ്പം ഇവിടെയാണ് 3 ഉണ്ടാവുക, കുറച്ചുകൂടി അപ്പുറത്താണ് പൈ ഉണ്ടാവുക. ഓ, ഈയുടെ തൊട്ടപ്പുറത്താണ് ഈ 3 ഉണ്ടാവുക,
തൊട്ടപ്പുറത്താണ് ഇപ്പം ഇ റേസ് ടു 1/e ഇതാണ്, ഇത് പൈയാ, പൈ ഇവിടെ ഉണ്ടാവുക 3.14. അപ്പോൾ എന്തായാലും ഇ റേസ് ടു 1/e ആയിരിക്കും പൈ റേസ് ടു 1/πനേക്കാൾ വലുത്. ഇ റേസ് ടു 1/e ആണല്ലോ ഏറ്റവും വലുത്, അപ്പം പൈ റേസ് ടു 1/e വലുത് ഇ റേസ് ടു 1/e ആയിരിക്കും. അപ്പോൾ ഇതിനെ അങ്ങോട്ട് എടുത്താൽ ഇ വിൽ ബി ബിഗർ ദാൻ പൈ റേസ് ടു എന്താ പറയുക e/π അല്ലേ. അപ്പോൾ ഈ പൈ അങ്ങോട്ട് എടുത്താൽ ഇ റേസ് ടു പൈ ആയിരിക്കും ബിഗർ ദാൻ പൈ റേസ് ടു. അപ്പോൾ അതൊരു കണ്ടുപിടുത്തമാണ് ഇ റേസ് ടു പൈ. അപ്പം ഏതാ വലുത്, ഇ റേസ് ടു പൈ ആണോ പൈ റേസ് ടു ആണോ വലുത്? ഇ റേസ് ടു പൈ ആണ് പൈ റേസ് ടു ഇനേക്കാൾ വലുത്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം 2 റേസ് ടു 1/2 3 റേസ് ടു 1/3, അല്ലെങ്കിൽ വലിയ നമ്പർ വെച്ചാൽ മതി, 20 വലിയ നമ്പേഴ്സ് വയ്ക്കും, അങ്ങനെ വെച്ചിട്ടാണ് ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിക്കണം. ഇതിങ്ങനെ ചോദിക്കാറ്, പണ്ട് എപ്പോഴും ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടാണ് 3 റേസ് ടു 1/3 ആണോ 5 റേസ് ടു 1/5 ആണോ 2024 റേസ് ടു 1/2024 ആണ് വലുത്, 3 റേസ് ടു 1/3 ആണ് വലുത്, റൈറ്റ്. അപ്പോൾ ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡിങ് ഓൺ x റേസ് ടു 1/x. ഇത് ചോദ്യം ചോദിക്കുക എങ്ങനെയാണ്, x റേസ് ടു 1/xന്റെ മാക്സിമം വാല്യൂ, x റേസ് ടു 1/x ഇൻക്രീസിങ് എവിടെയാണ്, ഡിക്രീസിങ് എവിടെയാണ്, ഏത് പോയിന്റിലാണ് മാക്സിമം അറ്റൈൻ ചെയ്യുക, വാട്ട് ഇസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, 7. അടുത്ത ചോദ്യം. A wire of length 20 meters is to be cut into 2 pieces. ഒരു വയറുണ്ട്, ഒരു വയർ ഓഫ് ലെങ്ത് 20 meters, ഒരു വയറുണ്ട്, 20 meters ആണ്, അത് രണ്ടായിട്ട് മുറിക്കുകയാണ്. അപ്പം ഇത് L1 ആണ്, ഇത് L2 ആണ്. L1 മുറിച്ചിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി. L1 അല്ല എന്താ പറഞ്ഞ, L1 മുറിച്ചിട്ട് ഒരു സ്ക്വയർ ഉണ്ടാക്കി, L2 മുറിച്ചിട്ട് ഒരു സർക്കിൾ ഉണ്ടാക്കി. ഇതിന്റെ ഏരിയ ആണ് A1, ഇതിന്റെ ഏരിയ ആണ് A2. വാട്ട് ഇസ് 2A1 + 3A2 മിനിമം ആണെങ്കിൽ വാട്ട് ഇസ് പൈ L1 ഈസ് ടു L2 എന്നാണ്. ഇത് സിമ്പിൾ ആണ്, പക്ഷെ അതിൽ കാൽക്കുലേഷൻ കുറച്ച് ശ്രദ്ധിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം നോക്കൂ, L1 മുറിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കണം. അപ്പം ഇതെന്താവണം, ഇതിൻ്റെ ഓരോ സൈഡും എന്താണ് L1/4 ആവണ്ടേ, L1/4, ഇതും അതെ L1/4 ആവണം. അപ്പോൾ വാട്ട് ഇസ് A1? A1 will be L1² / 16, റൈറ്റ്. കഴിഞ്ഞു. ഇനി L2 മുറിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ L2 മുറിച്ചിട്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പെരിമീറ്റർ ആവണം, ഇതിൻ്റെ ഈ L2 ആയിരിക്കണം ഇതിൻ്റെ പെരിമീറ്റർ. ഇതിൻ്റെ പെരിമീറ്റർ എന്താ πr² ആണെങ്കിൽ, അല്ല πr² ആണ് ഏരിയ, 2πr ആവണം L2. അപ്പോൾ വാട്ട് ഇസ് R? R2 will be L2/2π. What is area? A2 is pi into L2/2π square. Pi r square അല്ലേ, pi to L2/2π square. അത്രയേ ഉള്ളൂ. That's all. എന്താ ചോദ്യം? 2A1 + 3A2 should be made minimum. What is 2A1? 2A1 + 3A2 to minimize. ഇതാണ് 2A1 + 3A2 മിനിമൈസ് ചെയ്യണം. അപ്പോൾ വാട്ട് ഇസ് 2A1? It is 2 into A1, എന്താ മക്കളെ, A1 എന്ന് പറഞ്ഞാൽ L1² / 16 ആണ്, പ്ലസ് 3 into A2 എന്ന് പറഞ്ഞാൽ ഇതാണ്, A2 പറഞ്ഞാൽ പൈ L2² / 25 ആണ്. ഇതൊന്ന് വൃത്തിയിൽ എഴുതാം അല്ലേ, ഇത് π/4π² into L2² ആണ്. What is L2? You know L1 + L2 is 20 അല്ലേ, കൂട്ടിയാൽ 20 അല്ലേ, 20 meters അല്ലേ, കട്ട് ഇൻറ്റു 2 pieces, മൊത്തം 20 meters ആണ്. അപ്പോൾ L2ൻ്റെ വാല്യൂ എന്താ, 20 - L1 ആണ്. ദിസ് ഇസ് 20 - L1². അപ്പോൾ ഈ പൈയും വെട്ടിപ്പോവും, അതാണ് A2. അപ്പോൾ അതാണ് A2. ഇറ്റ് ഈസ് 1/4π into 20 - L2². അല്ല L2 അല്ല L1². 20 - L1². ഇതാണ് മിനിമൈസ് ചെയ്യണം. യു ഹാവ് ടു മിനിമൈസ് ദാറ്റ്. അത്രയേ ഉള്ളൂ. അപ്പോൾ അത് മിനിമൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അത് ഡിഫറൻഷിയേറ്റ് 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. ഡബിൾ ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട, ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് 0ലേക്ക് ഇക്വേറ്റ് ചെയ്താൽ മതി. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ്? ഇറ്റ് ഇസ് 1/8 അല്ലേ, 2/16 1/8 ആണ്. ഇറ്റ് ഇസ് 2L1. L1 വേരിയബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് ചോദ്യം L1 ആയതുകൊണ്ട് പൈ L1 = L2 ആണ്. അപ്പോൾ L1 മാറ്റണ്ട, L1 തന്നെ ചെയ്തോളൂ.
pi 2L1 1 by 8 2L1 plus 3 by 4 pi into twice of 20 minus L1 into minus 1. With respect to L1 ആണ് ഡിഫറൻഷ്യേറ്റഡ്. അത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. ഇതാണ് ഡെറിവേറ്റീവ്. ഇതാണ് ഫംഗ്ഷൻ. അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അതിനെ സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന്ന് L1 കാണും. അത്രയേ ഉള്ളൂ. സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് L1. അത് എക്സ്ട്രീം പോയിന്റ് ആയിരിക്കും. അറ്റ് ദാറ്റ് പോയിന്റിൽ ഫംഗ്ഷൻ മാക്സിമം ആയിരിക്കും. അത് മിനിമം ആയിരിക്കും. ഡബിൾ ഡെറിവേറ്റീവ് ഒന്നും എടുക്കണ്ട. അപ്പോൾ L2 അതിൻ്റെ L2 കണ്ടാൽ മതി. ആ L1 കണ്ടാൽ മതി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് L1? ഇത് കോമൺ ആയിട്ട് അധികം ഉണ്ടോ? 2 കളയാം അല്ലേ? ഈ 2 കളയാം. ഈ 2 കളയാം. ഈ 2 കളയാം. ഈ 4 കളഞ്ഞാൽ ഇവിടെ 2 ആവും. റെഡി അല്ലേ? അപ്പം L1/2 പറയണത് എന്തായിരിക്കും? അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും. അങ്ങോട്ട് കൊണ്ടുപോയാൽ മൈനസ് അങ്ങോട്ട് പോയാൽ 60 മൈനസ് 3L1 ആയിരിക്കും. റെഡി അല്ലേ? 60 മൈനസ് 3L1. പൈ ഇങ്ങോട്ട് എടുത്തോളൂ കേട്ടോ. പൈ L1 60 മൈനസ് L1 ബൈ പൈ. അപ്പോൾ പൈ L1 അതാണ്. അപ്പം വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുത്താൽ L1 ഇൻറ്റു പൈ ബൈ 2 മൈനസ് 3 അല്ലേ? L1 ഇൻറ്റു പൈ ബൈ 2 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 60 വരും. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് L1 as what is L1? L1 is 63 to 6 3L1. What is L1 equals 60 വരില്ലേ? 20 minus this 2L1 square by 16 1 by 8. റെഡി അല്ലേ? 2 8 വരും. 2 ഇവിടെ പോയാൽ 1/8 ആയി. 1/8 4 2 വരും. L/2 വരും. ശരി. അപ്പോൾ വാട്ട് ഇസ് L1? L1 ഈക്വൽസ് എന്താ വരിക? സിംപ്ലിഫൈ ചെയ്യുമ്പം L1 ഇൻറ്റു സാധാരണ സിംപ്ലിഫിക്കേഷനേ ഉള്ളൂ. L1 ഇൻറ്റു പൈ പ്ലസ് 6 ബൈ 2 ആണ് 60. വാട്ട് ഇസ് L? 120 by 6 plus pi. L1. ഇതാണ് L1 അല്ലേ? വാട്ട് ഇസ് L2? L2 is 20 minus L1. 20 minus L1. 120 by 6 plus pi. ഇപ്പം എത്ര കേട്ടോ? 120 plus 20 pi minus 120 divided by 6 plus pi. ഇത് വെട്ടിപ്പോകും. അപ്പോൾ L2 പറയുന്നത് 20 pi by 6 plus pi ആണ്. അപ്പോൾ ഇത് രണ്ടും ആലോചിക്കാം. L1 എന്ന് പറഞ്ഞാൽ 120 by 6 plus pi ആണ്. L2 പറഞ്ഞാൽ 20 pi by 6 plus pi ആണ്. ചോദിച്ചത് pi L1 by L2 ആണ്. അപ്പോൾ വാട്ട് ഈസ് pi L1 by L2? അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. വാട്ട് ഈസ് pi L1 by L2? പൈ L1 എന്ന് പറഞ്ഞാൽ ഇതിനോട് പൈ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പം എന്താ കിട്ടുക? 120 പൈ ഡിവൈഡഡ് ബൈ 60 പ്ലസ് പൈ. താഴെ രണ്ടിലും 60 പ്ലസ് പൈ ഉണ്ട്, വെട്ടിക്കളയാം. ഡിവൈഡഡ് ബൈ ഇവിടെ 20 പൈ. പൈ L1 ബൈ L2 ശരിയല്ലേ? 120 പൈ ബൈ L2 ശരിയല്ലേ? അപ്പോൾ വെട്ടിപ്പോയി. അപ്പോൾ വെട്ടിപ്പോകുമ്പോൾ എന്താ കിട്ടുക? ഇസ് ഈക്വൽ ടു 6/1. ദാറ്റ്സ് ഓൾ. ആൻസർ ഇസ് 6:1 ഇസ് ആൻസർ. എ ഇസ് ആൻസർ. ഒന്നുമില്ല, കാൽക്കുലേഷൻസ് മാത്രമേ ഉള്ളൂ. ഇല്ല ഡബിൾ ഡെറിവേറ്റീവ് എടുക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് ഡിഫറൻഷ്യേറ്റഡ് L1 കാണുക, അതിൻ്റെ കറസ്പോണ്ടിങ് L2 ആണ്. ജസ്റ്റ് റൈറ്റ് പൈ L1 ഈസ് ടു L2. വെറുതെ ഡിഫറൻഷ്യേറ്റഡ് സീറോയിലേക്ക് ഇക്വേറ്റ് L1ൻ്റെ വാല്യൂ ഉണ്ടാവും. ദാറ്റ്സ് ഓക്കെ. റൈറ്റ്. 2023 ചോദിച്ചാണ്, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യത 2024. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. കൺസിഡർ ഓൾ റെക്ടാങ്കിൾസ് lying in the region XY belongs to R cross R. R cross R is a 2-dimensional space on XY plane.
0 less than or equal to x less than pi by 2. അതുവരെ ഉള്ളൂ. X is lying between 0 pi by 2 and y is lying between 0 to 2 sin 2x. Having one side on x-axis. Area of the rectangle is maximum perimeter among all such rectangles. അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യം നമുക്ക് ഗ്രാഫ് വരയ്ക്കാം അല്ലേ? You just draw the graph. അപ്പോൾ ഇതാണ് x-axis, y-axis. ഇത് x-axis, ഇത് y-axis. ഇനി എന്താ ചോദ്യം? R cross R. X is lying between 0 and pi by 2. 0നെയും pi by 2ൻ്റെ ഇടയിലാണ്. X is lying between 0 and pi by 2. And y is lying between 0 and 2. Closed ആണ്. അല്ല, y is between 0 and 2 sin 2x. Okay. അപ്പോൾ y is bigger than 0. അപ്പം ഇവിടെയാണ്. Y is bigger than 0. And y is less than equal to 2 sin 2x. അപ്പോൾ y equals 2 sin 2x വരയ്ക്കാം. y equals 2 sin 2x വരയ്ക്കാം. 2 sin 2xന്റെ മാക്സിമം വാല്യൂ എന്താ? 2 ആണ്. മിനിമം വാല്യൂ -2 ആണ്. അപ്പോൾ ഇവിടെ പൈ ബൈ 2 ആവുമ്പം കണ്ടോ, എക്സ് പൈ ബൈ 2 ആവുമ്പോൾ 0 ആവും. ഇവിടെ പൈ ബൈ 4 ആവുമ്പം എക്സ് പൈ ബൈ 4 ആവുമ്പം ഇത് 2 ആവും, 2 ആവും അല്ലേ? അപ്പോൾ പൈ ബൈ 2 ആവും 1.5, ഇവിടെയാണ് 2 വിചാരിച്ചു. അപ്പോൾ ഇതാണ് പൈ ബൈ 4. ചിത്രം ഏകദേശം ഇങ്ങനെ ഉണ്ടാവാം. ദിസ് ഇസ് ദ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നിങ്ങൾ, അപ്പോൾ ഇതാണ് റീജിയൻ. റീജിയൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള റീജിയൻ ആണ്. യു ആർ ടേക്കിംഗ് ദ റീജിയൻ ഇൻസൈഡ്. എക്സ് ഇസ് ലൈങ് ബിറ്റ്വീൻ 0 ആൻഡ് പൈ ബൈ 2. വൈ ഇസ് ലൈങ് ബിറ്റ്വീൻ, ഇതാണ് y ഈക്വൽസ് 2 sin 2x. യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ഇൻസൈഡ് ദ റീജിയൻ. ഈ റീജിയൻ ആണ് നമ്മളെ ഇൻട്രസ്റ്റ്. യു ആർ ടേക്കിംഗ് ദിസ് റീജിയൻ, ഉള്ളിൽ മാത്രം. ഇതിനുള്ളിൽ നിങ്ങളൊരു റെക്റ്റാങ്കിൾ ഇൻസ്ക്രൈബ് ചെയ്യണം. യു ആർ ഇൻസ്ക്രൈബിങ് എ റെക്റ്റാങ്കിൾ അല്ലേ? Area of the rectangle which has maximum perimeter among all the rectangles. Having one side, area of the rectangle which has maximum perimeter maximize ചെയ്യുമ്പോഴുള്ള ഏരിയ എന്താണെന്ന് ചോദ്യം. പെരിമീറ്റർ മാക്സിമൈസ്. അപ്പോൾ ഇതാണ് റെക്റ്റാങ്കിൾ. ഒരു സൈഡ് എക്സ് ആക്സിസ് തന്നെയാണ്. അപ്പോൾ എക്സ് ആക്സിസ് ആയിട്ട് ചേർത്ത് വയ്ക്കുക. ഒരു സൈഡ് എക്സ് ആക്സിസ് ആണ്, ഒരു സൈഡ് എക്സ് ആക്സിസ് ആണ്. ഇങ്ങനെയാണ് ഒരു സൈഡ് എക്സ് ആക്സിസ് ആണ്, ഒരു സൈഡ് എക്സ് ആക്സിസ് ആണ്. അപ്പോൾ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് പൈ ബൈ 2 ആണ്. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് എക്സും ഈ ലെങ്ത്ത് വൈയും ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ? ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ ഇസ് എക്സ് ഇൻറ്റു വൈ അല്ലേ? അപ്പം മാക്സിമം പെരിമീറ്റർ മാക്സിമം ആണ്. മാക്സിമം പെരിമീറ്റർ എന്ന് വെച്ചാൽ പി ടു ബി മാക്സിമൈസ്ഡ്. പി ടു മാക്സ്. പിന്നെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടത്. വാട്ട് ഇസ് പി? പി പറഞ്ഞാൽ എന്താ? പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ എക്സ് ലെങ്ത്തും വൈ ബ്രെഡ്ത്തും ആണെങ്കിൽ വാട്ട് ഇസ് ദ പെരിമീറ്റർ ഓഫ് ദ റെക്റ്റാങ്കിൾ? ട്വൈസ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ? ട്വൈസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ അതാണ് മാക്സിമൈസ്. അപ്പോൾ വൈയുടെ വാല്യൂ നിങ്ങൾക്ക് അറിയാം. ട്വൈസ് ഓഫ് എക്സ് പ്ലസ് വൈ ആണ്. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. റെഡി അല്ലേ? 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ എക്സും വൈയും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കണം. നോക്കൂ, ഈ പോയിന്റ് ഒരു കോർഡിനേറ്റ് അല്ലേ? നോക്കൂ, ഈ പോയിന്റ് എന്തായിരിക്കും മക്കളെ? നോക്കൂ, ഈ ലെങ്ത് എക്സ് ബൈ 2 ആണ്. സിമെട്രിക് ആണ്. പാരബോളസ് ഇത് സിമെട്രിക് ആണ്. അപ്പോൾ ഈ ലെങ്ത് എക്സ് ആയതുകൊണ്ട് ഈ ലെങ്ത് എക്സ് ബൈ 2 ആയിരിക്കും. ഈ ലെങ്ത് ഇത് എക്സ് ബൈ 2 ആണെങ്കിൽ ഈ പോയിന്റ് എന്തായിരിക്കും? പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആയിരിക്കും. ഇതാണ് ആ ചോദ്യത്തിലെ പിടുത്തം കേട്ടോ. ഈ ഫുൾ ലെങ്ത് പൈ ബൈ 4 ആണ്. ഈ ലെങ്ത് എക്സ് ബൈ 2 ആണ്. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആയിരിക്കും. അപ്പോൾ ഈ ലെങ്ത് എന്തായിരിക്കും? വാട്ട് വിൽ ബി ദിസ് ലെങ്ത്? ദിസ് ലെങ്ത് വിൽ ബി എന്തായിരിക്കും? ഇത് സൈൻ എക്സ് ആണ്. വൈ ഈക്വൽ സൈൻ 2x ആണ്. വാട്ട് വിൽ ബി ദിസ് ലെങ്ത്? സൈൻ അല്ല 2 സൈൻ, ദിസ് ലെങ്ത് വിൽ ബി 2 സൈൻ, ഇതാണ് വൈ. 2 sin 2 into pi by 4 minus x by 2. അതായിരിക്കും ഈ ലെങ്ത്. അതായിരിക്കും ഈ ലെങ്ത്. ഇസ് ദാറ്റ് ക്ലിയർ? അതാണ് ഈ വൈ. അപ്പോൾ വൈയുടെ വാല്യൂ എന്തായിരിക്കും? വൈ ഈസ് ഈക്വൽ, അതായത് ഈ പോയിന്റ്, അതായത് ഈ പോയിന്റ് എടുത്താലും മതി. ഈ വൈയുടെ വാല്യൂ എന്തായിരിക്കും? 2 sin, കാരണം ഈ പോയിന്റ് ഇല്ലേ, ദിസ് ഇസ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2. അപ്പോൾ ഇതിൽ എക്സ് കോർഡിനേറ്റ് പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 ആണ്. വൈ കോർഡിനേറ്റ് എന്താ? 2 sin 2 into pi by 4 minus x by 2. അത്രയേ ഉള്ളൂ.
But simplify with that, y is equal to 2 sine pi by 2 minus 2x. X. Pi by 2 minus x. 2 into x by 2 is x. It is cos x. Y equals 2 cos x. കഴിഞ്ഞു. Y യുടെ വാല്യൂ 2 cos x ആണ്. അതായത് ഈ ലെങ്ത് 2 cos x ആണ്. അതായത് ഈ പോയിന്റ് എക്സ് പൈ ബൈ 2 മൈനസ്, അതായത് ഈ പോയിന്റില്ലേ, ഈ പോയിന്റ് ആവശ്യമില്ല, എന്നാലും ഞാൻ പറയാം, പൈ ബൈ 4 മൈനസ് എക്സ് ബൈ 2 കോമ 2 cos x ആണ് ഈ പോയിന്റ്. y വിൽ ബി 2 cos x. അതാണ് ഈ ക്വസ്റ്റ്യനിലെ പിടുത്തം. അപ്പോൾ ഈ വൈക്ക് പകരം അത് എഴുതാം, 2 ഇൻറ്റു എക്സ് പ്ലസ് വൈക്ക് പകരം 2 cos x. ഇത് മാക്സിമൈസ് ചെയ്യാം. നമുക്കറിയാലോ പെരിമീറ്റർ ആണ് മാക്സിമം ആക്കേണ്ടത്. അപ്പോൾ ഇത് മാക്സിമൈസ് ചെയ്യാം. എങ്ങനെ മാക്സിമൈസ് ചെയ്യുക? ഡി പി ബൈ ഡി എക്സ് കാണാം. ഇറ്റ് ഇസ് 2 ഇൻറ്റു 1 മൈനസ് 2 സൈൻ എക്സ് അല്ലേ? അത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ഡി പി ബൈ ഡി എക്സ് ഈക്വൽ 0? ഇഫ് ഡി പി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 0, 1 minus 2 sin x will be 0. 2 sin x equals 1. Sin x equals 1 by 2. Above sin x equals 1 by 2 means x equals pi by 6. Double derivative എടുക്കുക. അത് പോസിറ്റീവ് തന്നെയാണ്, അതുകൊണ്ട് അല്ല നെഗറ്റീവ് തന്നെയാണ്. അതുകൊണ്ട് ഇത് ഡബിൾ ഡെറിവേറ്റീവ് എടുത്തിട്ട് pi by 6 കൊടുത്താൽ യു ക്യാൻ സി ദാറ്റ് d സ്ക്വയർ p by d സ്ക്വയർ is always negative. So that x equals pi by 6 p maximum ആണ്. അപ്പോൾ x equals pi by 6 p maximum ആണെങ്കിൽ what is xy? A is equal to, എന്താ, x ന്റെ വാല്യൂ pi by 6 ആണ്. അപ്പോൾ a equals pi by 6 into y ക്ക് പകരം cos pi by 6. It is cos pi by 6. Cos pi by 6 ന്റെ വാല്യൂ എന്താ? Cos 30 is root 3 by 2. It is root 3 by 2. The answer will be, this is 3 into 2. It is 1 by 2 root 3. Pi by 2 root 3. Pi by 2 root 3 into answer is ശരിയാണ്. C is answer. That is C is answer. ഇനി 73 അടുത്ത ചോദ്യം നോക്കൂ. 20 meters of wire. 20 meters of wire is available for fencing of a flower bed in the form of a circular sector. Then the maximum area of the flower bed is. ഇത് നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു സെക്ടർ ഉണ്ട് വെച്ചോളൂ. സെക്ടർ എന്താ? ഇറ്റ്സ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. സെക്ടർ ഇസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. സെക്ടർ മീൻസ് പാർട്ട് ഓഫ് എ സർക്കിൾ. ഇതാണ് സെൻറ്റർ. ഇതിലെ കൺസെപ്റ്റ് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാലോ, ഇത് ആറും ഇത് തീറ്റയാണെങ്കിൽ ഇത് ആർ തീറ്റ ആയിരിക്കും എന്നറിയാലോ. വേർ തീറ്റ ഈസ് ഇൻ റേഡിയൻസ്. ഓക്കെ, കൺസെപ്റ്റ് എന്താ വെച്ചാൽ ഗിവൺ പെരിമീറ്റർ ഏരിയ ഈസ് മാക്സിമം. ഒരു സെക്ടറിന്റെ പെരിമീറ്റർ ഗിവൺ ആണെങ്കിൽ, അതായത് പെരിമീറ്റർ കോൺസ്റ്റന്റ് ആണെങ്കിൽ, ഏരിയ മാക്സിമം ആണെങ്കിൽ AX max if theta equals 2 radians. ഇത് തിരിച്ചും പറയാം. A min given A P is given P A is max അല്ലേ? അപ്പം given A P is minimum when theta equals 2 radians. തിരിച്ചും പറയാം. അപ്പോൾ ഞാൻ ഇതാ പറയുന്നത്, ഗിവൺ പെരിമീറ്റർ, അത് നിങ്ങളൊന്ന് ഇംപ്രൂവൈസ് ചെയ്യണം വീട്ടിൽ ഹോംവർക്ക് ആയിട്ട്. ഗിവൺ പെരിമീറ്റർ, ഒരു സെക്ടറിൽ പെരിമീറ്റർ ഗിവൺ ആണെങ്കിൽ A is maximum when the ankle subtended is 2 radian. എങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്ന അറിയാം? പെരിമീറ്റർ ഗിവൺ ആണ്, അപ്പോൾ P ഫിക്സ്ഡ് ആണ്. A, what is A? A പറഞ്ഞാൽ ഹാഫ് ആർ സ്ക്വയർ തീറ്റയാണ്. where r is the radius and theta is in radians. അപ്പം what is perimeter? പെരിമീറ്റർ പറഞ്ഞാൽ പെരിമീറ്റർ ഫിക്സ്ഡ് ആണ്. അപ്പോൾ ഇത് ആറാണ്, ഇത് ആർ തീറ്റയാണ്. അത് നിങ്ങൾക്കറിയാം, ഇത് തീറ്റയാണെങ്കിൽ ആർ തീറ്റയാണ്. അപ്പോൾ വാട്ട് ഇസ് പെരിമീറ്റർ? 2r plus r തീറ്റയാണ് അല്ലേ? 2r plus r തീറ്റ. P ഫിക്സ്ഡ് ആണ്, ഇത് ഫിക്സ്ഡ് ആണ്. അപ്പം A ആണ് മാക്സിമൈസ്ഡ്, ഏരിയ ഹാസ് ടു ബി മാക്സിമൈസ്ഡ്. അപ്പോൾ ഇതിൽ രണ്ട് വേരിയബിൾസ് ഉണ്ട്, ആറും തീറ്റയും. അതിൽ ഏതെങ്കിലും ഒരു വേരിയബിൾ ആക്കാം. ഏതാ നല്ലത് എളുപ്പം മാറ്റാൻ? തീറ്റ മാറ്റുന്നല്ലേ എളുപ്പം. അപ്പം എങ്ങനെ ചെയ്യാം? P it is 2r into r into 2 plus theta എന്ന് എഴുതി കൂടെ. r into, you can say r into 2 plus theta എന്ന് എഴുതി കൂടെ. This is P. അപ്പോൾ P by r by minus 2 അല്ലേ തീറ്റ. അപ്പോൾ തീറ്റയ്ക്ക് പകരം r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂടെ. അപ്പോൾ A is equal to 1 by 2r square into തീറ്റയ്ക്ക് പകരം എന്ത് എഴുതാം? P by r minus 2 എന്ന് എഴുതി കൂടെ. Or you can say half into PR minus r square എന്ന് എഴുതി കൂടെ അല്ലേ? r square എഴുതി കൂടെ. This is A. അപ്പോൾ A is being written in terms of
R. Now what is dA by dr? dA by dr is equal to P by 2 minus 2R. അപ്പോൾ ഇത് സീറോയിലേക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ആറിൻ്റെ വാല്യൂ എന്താ പി ബൈ 4 ആണ്. യു ക്യാൻ സീ ദാറ്റ് ഡബിൾ ഡെറിവേറ്റീവ് ഇസ് നെഗറ്റീവ്. അപ്പോൾ ആർ ഈക്വൽസ് പി ബൈ 4 ആണെങ്കിൽ എ മാക്സിമം ആയിരിക്കും. അപ്പോൾ ആറ് പി ബൈ 4 ആണെങ്കിൽ സംഭവിക്കുക, ആറ് പി ബൈ 4 ആണെങ്കിൽ തീറ്റ എന്തായിരിക്കും? പി ബൈ 4 ആണെങ്കിൽ വാട്ട് ഇസ് ആറ് പി ബൈ 4 ആണെങ്കിൽ മക്കളെ വരിക, ആറ് പി ബൈ 4 ആണെങ്കിൽ പി ബൈ 4 മൈനസ് 2. അപ്പോൾ തീറ്റ വിൽ ബി 2. അതാണ് ഈ സാധനം. മനസ്സിലുണ്ടോ? അപ്പം രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. എന്താ? ഗിവൺ പെരിമീറ്റർ എ മാക്സിമം ആവണമെങ്കിൽ തീറ്റ 2 റേഡിയനും ആവണം, റേഡിയസ് പെരിമീറ്റർ ബൈ 4 ആവണം. ഓക്കെ, നൗ ദ ക്വസ്റ്റ്യൻ നോക്കൂ. 20 meters of wire is available for fencing of a flower bed. 20 meters ആണ്, ആകെ പെരിമീറ്റർ 20 ആണ്. അപ്പം പെരിമീറ്റർ 20 ആണ്. Perimeter is 20. Fencing flower bed, the form of circular sector. What is the maximum area of the flower bed? What is the area? അങ്ങനെയാണെങ്കിൽ what is R? R എന്താവണം? P by 4 ആവണം. അപ്പോൾ R P by 4 ആവണമെങ്കിൽ what is R? R is 20 by 4. 20 by 4 is 5. അപ്പോൾ R is equal to 5 ആവണം. Is that clear? മാക്സിമം ഏരിയ ആവണമെങ്കിൽ R എന്താവണം? P by 4. മാക്സിമം ഏരിയ ആണെങ്കിൽ തീറ്റ എന്താവണം? 2 റേഡിയൻ. ഇത് രണ്ട് ശ്രദ്ധിക്കാം. Given perimeter, maximum area, perimeter by 4, R. And given perimeter, maximum area, theta equals 2 radian. അപ്പോൾ ഇവിടെ 20 meters of wire is available for fencing for the circular sector ആണ്. അപ്പോൾ 20 meters ആണ് പെരിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ 20 meters ആണെങ്കിൽ R എന്താവണം? 5. അപ്പോൾ R 5 ആണെങ്കിൽ what is the area? Half into R square into theta. What is theta? Theta is 2. നിങ്ങൾ ഓർക്കണേ, P പെരിമീറ്റർ ആണെങ്കിൽ P by 4 ആവണം, R 2 ആവണം, തീറ്റ. If A is maximum. അപ്പം R is 25 into theta is 2. 2 വെട്ടിപ്പോയി, ആൻസർ is 25. Answer is 25 is answer. Okay. I have done as many questions as possible. ഒരുവിധ എല്ലാ കൺസെപ്റ്റ്സും ഇതിൽ ഇൻകോപ്പറേറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ ഇതേപോലത്തെ ചോദ്യം എന്താണ് പാരലൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചെയ്യുക. പ്രത്യേകിച്ചും ലെബനിസ് റൂൾ, ന്യൂട്ടൺസ് ലെബനിസ് റൂൾ, പിന്നെ ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവിൽ ഇങ്ങനത്തെ ഓരോ കൺസെപ്റ്റ്സ് അതൊക്കെ നന്നായിട്ട് നോക്കുക. പ്രത്യേകിച്ചും ആ വേവി കർവിൻ്റെ മാക്സിമം മിനിമം നോക്കുക. എന്താ പറയുക, എപ്പോഴാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഏത് പോയിന്റിലാണ് ഡെറിവേറ്റീവ് 0, അതിൻ്റെ നെയ്ബോർഡിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം പോസിറ്റീവ് നിന്ന് നെഗറ്റീവ് ആകുമ്പോൾ മാക്സിമം, നെഗറ്റീവ് നിന്നും പോസിറ്റീവ് ആകുമ്പോൾ മിനിമം. പിന്നെ ഇങ്ങനെ ഉരസി പോകുമ്പം, അതായത് ആ പോയിന്റിൽ ഡെറിവേറ്റീവിൻ്റെ ചിഹ്നം മാറുന്നില്ലെങ്കിൽ അത് നൈദർ മാക്സിമം നോർ മിനിമം ആണ്, അത് പോയിന്റ് ഓഫ് inflection. Okay, thank you. All the best. Hi children, welcome to today's chemistry session. And today we are going to discuss few important questions from chapter 3 and 4 of 11th standard topic, means classification of elements and
chemical bonding. These are the two chapters which we are going to discuss today. A few very important questions from the chapter, right? Yes. We're going to start. And here we have the first question. Question number 31. For a diatomic molecule AB, the measured values of bond length and dipole moment are given. Measured values of bond length and dipole moment, bond length and dipole moment are given. Asking for percentage ionic character. Asking for percentage ionic character. So we have a covalent bond AB which is having delta plus delta minus, having certain degree of ionic character. Asking what is the percentage ionic character. Please understand, percentage ionic character is equal to mu observed divided by mu maximum possible value into 100. This is the percentage ionic character. Observed dipole moment divided by maximum possible value into 100. Observed dipole moment given. This is the observed dipole moment. So it is 0.96 into 10 power minus 18 ESU centimeter in CGS system into 100 divided by what is mu maximum? Mu maximum will be charge maximum into distance, right? Distance means bond length. Bond length is given here. And what is the charge maximum? Charge maximum means this molecule turn ionic. You get A plus and B minus. This is partial positive charge and this is the maximum positive charge. This is partial negative charge and this is the maximum negative charge possible. That means E max means unit charge. What is the unit charge value? Unit charge value 1.6 into 10 power minus 19 coulombs in SI system. Here we are taking CGS system. Either this can be converted to SI or this can be taken in CGS. In CGS, hope some of you definitely know, 4.8 into 10 power minus 10 electrostatic units. This is 1 electron volt, 1 charge, right? And bond length available here. So you can give 4.8 into 10 power minus 10 ESU into bond length 1.44 into 10 power Armstrong unit. Armstrong unit 10 power minus 10 meters. Here it is in centimeters. Here it is in centimeters. So it is 10 power minus 8 centimeter. So when you work out this, you get the answer. What is going to be the value? Straight away, this is cancelled. 10 power minus 8. 0.96 into 100, 96 divided by 4.8 into 1.4. 4.8 means close to 5. 5 and 1, 5 with 1.5 times. It is very close to 7, nearly 7. Nearly 7. That means 126, 3, right? It is 13 range. 13 range. 9.6, 13.9, 19, 25. Answer is option box. 13.9 percentage. That is the answer. Okay. So I repeat, percentage ionic character is equal to observed dipole moment divided by maximum possible value into 100. Observed dipole moment is this, and maximum value will be charge max into distance. This is the charge max into distance. When you work out easy calculation, we get to the answer. Yes. Next question. Yes. Next one, figures shown below represent certain atomic orbital overlapping. How many of these make out of phase overlap?
out of phase overlap. I'm sure almost all of you remember there are three types of orbital overlap. ഏതൊക്കെയാ? In phase overlap, out of phase overlap and zero overlap. In phase overlap, out of phase overlap and zero overlap. What is in phase overlap? Symmetric orbital overlap is called in phase. In the modern theory, we call it as bonding molecular orbital. And unsymmetric overlap, we call it as subtracting overlap. We call it as anti-bonding, like that. So, in phase overlap means symmetrical overlap. Out of phase overlap means unsymmetrical overlap. And zero overlap means the one which is not happening at all. So, first one, it is symmetric overlap, plus with the plus. This is symmetric overlap or in phase overlap. Second one, plus with the minus. This is out of phase overlap. We want out of phase overlap. Here, plus with the plus. This is in phase overlap. Here, plus with the minus. This is out of phase overlap. Here, plus with the minus. This is out of phase overlap. Here, plus with the minus. This is out of phase overlap. Here, plus and plus. This is in phase overlap. Here, plus and plus. This is in phase overlap. And this is what? Zero overlap. You see, in the nodal region of p orbital, s orbital try to make a binding which is not possible. Towards the nodal region of p orbital, how can s orbital bind? The s orbital should be binding like this. This s orbital may be binding here or may be binding here, in phase or outer phase, right? This is called a zero overlap. Similarly, this is also called zero overlap. This is px orbital, imagine, and this is py orbital. It is clear from the diagram represented, it is two different axes. If px and py, it cannot overlap. Px and py, it cannot overlap. Only px can overlap. Or py can overlap. Px cannot overlap with the py. This is zero overlap. So what is our answer? This. In phase overlap, these two are zero overlap. Out of phase overlap, it is 1, 2, 3, 4. 4 is the answer. There are 4 diagrams referring out of phase overlap. Is it clear? A diagram available in the NCERT towards the last segment of chemical bonding chapter. Fine? Yes. Next question. That is assertion and reason type. Assertion, reason type. Greater charge on cation, greater the covalent character. Greater charge on cation, greater the covalent character. It is a true statement. It is a true statement. FeCl3 is more covalent than FeCl2. Here iron 3 plus and iron 2 plus, greater the charge, greater will be the covalent character. When the charge is increasing, the atomic size will decrease, polarizing power will increase, covalent character will increase. Fajan's rule. So that's a true statement. Reason. For cation of same size and charge, the one with electronic configuration n-1dn, typical for transition metal, is more polarizing than one with the noble gas configuration, typical for alkali and alkaline earth metal. That is also true. See, if you have identical cations, a cation from the transition metal region compound will be more polarizing, more covalent than the one from S block elements. S block elements are more electropositive in nature and their compounds are more prone to make ionic compounds. While if you have identical cation from the transition metal, they may make more covalent character. That is also true statement. Both are true statement, but no relationship between them. Both are true statement, but no relationship between them. I hope it is clear.
Yes. Next question. Next question. The number of lone pairs present in XI-XII molecule. XI-XII, very popular molecule. XI-XII, very popular molecule. 8 electrons in the central atom, 2 surrounding monovalent atoms. It is 8 plus 2 by 2. You get 5 electron pair. sp3d hybridization. And the molecule is of the type like this. It is a linear molecule with 3 lone pairs present, and the molecule is AB2E type system. AB2E type system. 2 bond pairs and 3 lone pairs. So asking number of lone pairs present in XI-XII molecule. It is 1, 2, 3. If you mark option A, you are going wrong. Because the question is not how many lone pair of electron in the central atom. The question is how many lone pair electron in the molecule. How many lone pairs in the molecule. There are 3 lone pair in the central atom and there are lone pairs with the fluorine. There are lone pairs with the fluorine. Halogen contain 3 lone pairs. So it is 3 plus 3 is 6 plus 3. 9 is the correct answer. Correct answer is option C. 9. 3 in the central atom and 3 plus 3, 9. Sorry, 6 from the 2 fluorine atoms. Total 9 lone pairs present in the molecule. Okay. Next question. In which of the following molecules all atoms are coplanar? All atoms are coplanar. We have A, B. This is definitely not coplanar because each carbon atom is sp3 hybridized, tetrahedral dangling bond. Here it is CH3, CH3. Again out, sp3 hybridized. Similar to this is also out. Each carbon atom is sp3 hybridized. So it is dangling bonds. Answer should be option A. Answer should be option A. There are 2 benzene ring. All atoms can be in a plane, coplanar. But not necessarily always. The 2 benzene ring, one like this, it may be. But if it is coming like this or if it is coming like this, all atoms are in a plane, right? During free rotation, if one benzene like this, one benzene like this, not necessarily all atoms are coming in the planar system always, but that is the typical answer available because in all other cases, 100% there is no chance of coplanar system. Answer is first choice. This is the correct answer. Right? Fine. Next question. അടുത്ത ചോദ്യം. The correct stability order for the following species. Correct stability order for the following species. You can see 4 carbocations are given. The order of stability 1, 2, 3, 4. Order of stability for 1 and 3. Order of stability for 1 and 3 will be maximum. And 2 and 4 will be next. Why? Because near to the carbocation there is oxygen. And lone pair of oxygen can stabilize the carbocation system. Here also, the lone pair of oxygen from this oxygen atom can stabilize the nearby carbocation. So this electron pair may be flowing to the vacant p orbital of the carbocation. And out of 1 and 3, which is most stable? This is tertiary. So tertiary with the support of oxygen, 1 is maximum. 1 is maximum. 1 is maximum. We have only one choice. 1 maximum, only one choice. This is out. This is out. This is out. Answer is option C. 1, then 3.
Here this is secondary carbocation. So after 1 it will be 3. Now coming to 2 and 4. This is a secondary carbocation. This is a usual primary carbocation. So it will be 2 next and then 4. So 1, 3, 2, 4 the correct answer. This will be the correct answer. Out of 1 and 3, 1 maximum. Out of 2 and 4, 2 greater. That is the answer. Yeah, very important but simple question. Very important but simple question. Yes. Next. Number of hydrogen bonded water molecules associated with the stoichiometry blue vitriol. In blue vitriol, how many water molecules are hydrogen bonded in nature? I think almost all of you know blue vitriol can be written as CuH2O 4 times SO4 dot H2O. This is blue vitriol, hexa, aqua, copper 2 sulfate, monohydrate. And the structural details will be like this. Cu link with the 4 water molecule like this. And you can find hydrogen bonded water over here. This is a hydrogen bonded water and that interact with the oxygen of sulfate like this. So this is minus, 2 minus and this will be 2 plus. This is copper sulfate pentahydrate, blue vitriol, the so-called blue vitriol. So out of the 5 water molecule, water molecule number 1, number 2, number 3, number 4, they are available around the central metal atom, while the fifth water molecule is present over here, which is functioning as a hydrogen bonded water molecule. Some of you definitely may be aware of this system. So out of 5, it will be 4 plus 1. Now you may please think how comes in green vitriol, a ferrous sulfate heptahydrate, how it is going to be. If blue vitriol, if it is like this, ferrous sulfate heptahydrate, 7 water molecule. Green vitriol, how it is going to be? For the same question, if the example is green vitriol, how it is going to be? You may please think and find out. Okay. Next question. Among hydrogen, helium plus among the given species, number of diamagnetic species. Number of diamagnetic species. H2 with the 2 electron. H2 with the 2 electron. It is diamagnetic. Sigma 1s2 system. He2 plus. He2 plus means 3 electrons. Sigma 1s2, sigma star 1s1. So that is paramagnetic. Li2 means 6 electron, right? Sigma 1s2, sigma star 1s2, sigma 2s2. It is diamagnetic in nature. Be2, how many electron? 8 electron. 8 electron cannot exist. 8 electron cannot exist. Sigma 1s2, sigma star 1s2 cancelled. Sigma 2s2, sigma star 2s2 cancelled. Bond order will come 0. Such a species cannot exist. B2 means 10 electron, right? 10 electron. So 10 electron configuration B2 will be sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px1, pi 2py1. 2, 4, 6, 8, 10. It is paramagnetic. B2 is paramagnetic. What about C2? C2 is
12 electron, 2 more electron, so these will get paired. So it is diamagnetic. N2, very popular, diamagnetic. O2 para. O2 minus, again para. O2, 2 unpaired electron. O2 minus, it is only 1 unpaired electron, but still it is paramagnetic. Then F2, F2 is diamagnetic. F2 is diamagnetic. So how many? It is 1, 2, 3, 4, 5 is the answer. 5 is the answer. There are 5 species which are diamagnetic in nature. ഏതൊക്കെയാ? H2, H2, Li2, C2, N2 and F2. കേട്ടോ? Okay. Next question. Assuming that Hund's rule is violated, the bond order and magnetic nature of the diatomic molecule B2, bond order and magnetic nature, B2 means 10 electron. So the electronic system is going to be sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, pi 2px1, pi 2py1. This is the original configuration for B2. 10 electron. 2, 4, 6, 8, 10. അപ്പോൾ പത്താമത്തെ ആ 2 ഇലക്ട്രോൺ എങ്ങനെ വരും? ഇറ്റ് വിൽ ബി pi 2px1, pi 2py1. This is the configuration. Now Hund's rule is violated. That means these two orbitals having same energy, you are not contributing 1, 1, rather you are giving 2. See, according to Hund's rule, for degenerate orbital, first we have to distribute the electrons 1, 1, 1, 1 each. Then we have to pair. Before pairing, all the orbital with the same energy should be singly occupied with the electrons of parallel spin. You know that. Here, Hund's rule is violated. That means the 2 electron we are giving in 1 orbital, so it will turn diamagnetic. Otherwise it is para, now it is dia. So para, para out. Now bond order 0 or 1. Bond order 0 or 1. This is cancelled. This is cancelled. So it will be 2 electron, 2 minus 0, you get 1. Bond order will be 1 and the diamagnetic. First choice will be the correct answer. First choice. Bond order 1 and it is diamagnetic. If Hund's rule is violated. Otherwise, the answer will be option B. Sorry. Otherwise, the answer will be option C. Bond order again 1, but it is paramagnetic. So originally, it is paramagnetic. Okay. Yes. അടുത്ത ചോദ്യം. Next question. Can we go to next question? Yes. The species having pyramidal shape is How comes SO3? Very popular example, SO3. This is SO3 trigonal planar. BRF3 will go for sp3 dehybridization. So it will be like this, BRF3. It is bend T shape. It is bend T shape. BRF3, bend T shape. SiO3, 4 plus 2, so 3 electron pair. So it will be again planar only. SiO3 2 minus. This is SiO3 2 minus. So the answer definitely should be option D, OSF2. It is not osmium. It is OSF2. It is oxygen, sulfur, fluorine. Sulfur the central atom. So 6 plus
2, 8, 4 electron pairs will go for tetrahedral system electron arrangement. One will be oxygen and 2 will be fluorine and a lone pair. The entire molecule is pyramidal in shape, trigonal pyramidal in shape. Yes. Answer is last choice. It is slightly wrong printed. It is oxygen, sulfur, F2. Okay. Next question. The total number of diprotic acid among the following. Diprotic acid. H3PO4. H3PO4. This is H3PO4. This is H3PO4. It is diprotic, Allah. It is triprotic in nature. We want diprotic. H2SO4, all of you know H2SO4 is a diprotic acid. This is H2SO4 and it is diprotic in nature. Number 1, H3PO3, phosphorus acid, H3PO3. This is H3PO3 and it is a diprotic acid. H2CO3, carbonic acid, H2CO3, that is also diprotic acid. H2S2O7, oleum, H2S2O7, oleum, this is oleum. This is oleum, that is also diprotic acid. Adum diprotic acid. Boric acid is a aprotic acid. Boric acid electron deficient molecule. It can act as a Lewis acid. Boric acid, boric acid. It is electron deficient system. It is not acting as a protic acid. Rather, it is absorbing OH from water and thereby it is providing H+. It is a aprotic acid. It acts as a Lewis acid. Ini S3PO2. S3PO2 is monobasic acid. This is H3PO2 and that is a monobasic acid. H2CrO4 chromic acid and that will be H2CrO4. It is a dibasic acid. H2CrO4. It is a dibasic acid. H2SO3. H2SO3, another example for dibasic acid, that is diprotic acid. This is H2SO3, sulfurous acid. So, over 1, 2, 3, 4, 5, 6. 6 is the answer. 6 തന്നതില് 6 ഡൈപ്രോട്ടിക് ആസിഡ് ആണ്, 1 അപ്രോട്ടിക് ആസിഡ് ആണ്, പിന്നെ ഇത് ട്രൈപ്രോട്ടിക് ആണ് കേട്ടോ. യെസ്, ഇത് മോണോപ്രോട്ടിക് ആണ്, ഇത് ട്രൈപ്രോട്ടിക്, ഇത് മോണോപ്രോട്ടിക് ആണ് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, ദാറ്റ്സ് ഇറ്റ്. അടുത്ത ചോദ്യം. Lewis structure which differ in the position of electrons but not in the relative position of atoms are called resonating structures. There are 4 statements given. We have to respectively find out true or false. So first statement, S1. Lewis structure which differ in the position of electron but not in the relative position of atoms is called resonance structure. This is a true statement. We don't have to check, all our first statement is true. Second one, resonating structures are real structures, but the resonance hybrid is hypothetical structure. Wrong. Resonance structures are canonical structures. They are non-real structures. While the real structure is resonance hybrid. The opposite comment is correct. So S2, second statement is false. So true, cancel. False, 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 false. So one choice is out.
Third choice, structure with a greater number of covalent bond contribute more towards resonance hybrid. True statement. When you analyze various resonating structures, what is the contribution? There are certain regulations for contribution, many of you studied. Probably one of the prominent point we consider is maximum number of bonds. A structure with the maximum number of contributing bonds is more relevant to structure. So that's a true statement. So true, false, true. True, false, true. True, false, false. True, false, true. Again, two statement. I mean, B and C out. Now, next one. Alkyl group exert electron releasing hyperconjugative effect. Alkyl groups are electron releasing in nature. That is a true statement. So, true, false, true, true. Which is the correct one? True, false, true, true. Option D is the correct answer. Option D is the correct answer. Isn't it? Right. Next question. Fine. Some compounds are given, out of them anti-aromatic. Anti-aromatic. How many of these are anti-aromatic in nature? What is the condition for anti-aromatic? Condition for anti-aromatic, definitely most of you are aware of. It should be a cyclic system. It should be planar system. Cyclic, planar, conjugated. 4n pi electron systems are anti-aromatic. Anti-aromatic means it should be cyclic, it should be planar, it should be conjugated, and it should contain 4n pi electrons. 4n pi electrons, where n equal to 1, 2, 3, 4, etc. That means pi electrons will be 4, 8, 12, 16, 20, etc. That is anti-aromatic system. What is aromatic? Cyclic, planar, conjugated. 4n plus 2 systems are aromatic. This is a general condition applied for simple molecules. Whenever you go to bigger molecules, there are so many differences of observations we are referring in many examples. Anyway, for simple molecules, we can consider cyclic, planar, conjugated. 4n systems are anti-aromatic and 4n plus 2 systems are aromatic in nature. What is aromatic? 4n plus 2. 4n plus 2, where n can be 0, 1, 2, 3, 4, etc. n is equal to 0, pi electron, 2 electron system, 6 electron system. Then, suppose n equal to 0, 2 electron system, n equal to 1, 6 electron system, n equal to 2, 10 electron system, n equal to 3, 14 electron system, n equal to 4, 18 electron system, so on. This is aromatic. So this is aromatic system for simple molecules, and this is anti-aromatic system. Right? So if you take first one, there is sp3 carbon over here, and it is non-aromatic system. Here I think it is a single electron. So that also will be non in nature. Here we have 2 electron, here 2 pi electron, here also 2 pi electron. A minus means 2 electron. So this is 4 electron system. So this is anti-aromatic. Here 2 electron system, it is aromatic in nature. This is aromatic in nature. This is non-aromatic, sp3 carbon. This is anti-aromatic, 4 electron system. This is 4 electron system and it is anti-aromatic. Here we have sp3 carbon non-aromatic. This is non-aromatic.
Here we have 2 electron system, 2 electron all conjugated. It is aromatic system. Here we have 2, 4, 6 electron system. It is again aromatic system. We are finding anti-aromatic. I am giving a tick to anti-aromatic. So this is aromatic system. Here it is 4 electron system. Here it is 4 electron system. And once again, this is our answer, anti-aromatic. Here we have 2, 4, 6 electron. So this is 6 electron coming under aromatic. This is 4 electron system. This is 4 electron system, anti-aromatic. So anti-aromatic 1, 2, 3, 4. Out of the examples, 4 are anti-aromatic. 4 are anti-aromatic. This is non-aromatic. These two are non-aromatic. This is aromatic. This is non-aromatic. These two are aromatic. This is also aromatic. Okay? Right. Next question. Among the triatomic molecules given, the total number of linear molecules, where the hybridization does not have contribution of d orbital. So we want linear molecule, number 1. We want linear molecule, number 1. Number 2, there should not be d orbital. There should not be d orbital. So first one BeCl2. This is a linear molecule and it undergo sp hybridization. So that is one of the answer. Second one N3 minus aside. That is also linear molecule. This is N3 minus. This is N3 minus linear molecule and it is also sp hybridized. So that is another answer. Next one nitrous oxide. This is nitrous oxide. That is also linear, no d orbitals, linear molecule. NO2 plus, this is NO2 plus, sp hybridization, linear molecule. O3 is bent molecule, all of you know. This is O3, bent molecule. SCl2 is again bent system. SCl2, it is bent system with the 2 lone pairs. ICl2 minus is linear. ICl2 minus is linear. This is ICl2 minus. But the point is, this is ICl2 minus. This is linear molecule, but it is sp3d hybridization. Therefore, we cannot count. It is not only asking linear, but also no involvement of d orbital. There is involvement of d orbital. So, leave it. ICl2 minus. ICl2 minus and I3 minus are same. ICl2 minus and I3 minus are same. This is I3 minus. This is I3 minus. I2 interact with I minus. We get a very popular I3 minus. This is also linear, but it is sp3d hybridization. So we cannot include. XEF2 is also linear. XEF2 is also linear, but we cannot count as it is sp3. XEF2, it is 5 electron pair. Once again, it is trigonal bipyramidal system and linear molecule with the 3 lone pairs. We are not including as it again falls under sp3d hybridization. So without d orbital involvement, linear molecules ഏതൊക്കെയുണ്ട് 1 2 3 4 എണ്ണം കിട്ടും. There are 4 without d orbital involvement linear molecule 4 എണ്ണം വരണം. Yes. അടുത്ത ചോദ്യം. Number of paramagnetic oxides.
It's not Li2, it is Li2O, lithium, normal oxide, paramagnetic alla, dia ആണ് കേട്ടോ. Calcium oxide, normal oxide, it is dia. This is diamagnetic, this is diamagnetic. Sodium peroxide, peroxide is diamagnetic, and this is paramagnetic. Potassium superoxide, superoxides are paramagnetic in nature. Superoxides are paramagnetic in nature. O2 minus, it is paramagnetic. You see, superoxide KO2, K plus and O2 minus. O2 minus is paramagnetic with one unpaired electron. അപ്പോൾ അതാണ് MgO നോർമൽ ഓക്സൈഡ് ആണ്, ഡയയാണ്. പൊട്ടാഷ്യം ഓക്സൈഡ് ലൈക്ക് ലിഥിയം ഓക്സൈഡ്, ഇറ്റ് ഈസ് ഡയ. സോ only one answer is option A. One only, that is potassium superoxide, that is paramagnetic in nature. Potassium superoxide, that is paramagnetic in nature. കേട്ടോ, only one. Yes. Next question. Identify the element for which electronic configuration +3 oxidation state. +3 oxidation state. Coming 3d5. +3 oxidation coming 3d5. Very simple. Iron atomic number 26. It is 3d6, 4s2. And we are talking about +3 state. Very popular example. +3 state. These two electron gone, and here one electron gone. You get 3d5. And we don't consider ruthenium. It is coming below. It is cobalt manganese iron. Very simple to identify. Iron is the answer. Iron having D6S2. So +3 state D5. Direct, simple question. Next. The bond order and magnetic behavior, O2 minus ion respectively. O2 minus, just now we have commented. O2 minus, how comes O2? O2 containing 16 electron. It is sigma 1s2, sigma star 1s2, sigma 2s2, sigma star 2s2, sigma 2pz2, pi 2px2, pi 2py2, pi star 2px1, pi star 2py1, pi star 2px1, pi star 2py1. This is the electronic configuration of O2, right? And O2, you know, bond order is 2. O2 bond order is 2, and this is O2. And we are talking about O2 minus. We are talking about O2 minus. That is one more electron. There is 17 electron. So the 17th electron will be available here. Right? Still it is paramagnetic, but less paramagnetic than O2. O2 minus is less paramagnetic than O2. But still it is paramagnetic with one unpaired electron. And you can see the new electron enter into anti-bonding orbital. Bond order will decrease. The 2 bond order will turn 1.5. Since the new electron entering into destabilizing orbital. The new electron, that is the 17th electron entering into destabilizing orbital, bond order will decrease. Bond order 2 decreases by 0.5. It becomes 1.5. So answer is 1.5, paramagnetic, first choice. But less paramagnetic than O2. Keto? Yes. അടുത്ത ചോദ്യം. Chalcogen. Chalcogen means from the oxygen family. Chalcogens means oxygen family. Oxygen, sulfur, selenium, tellurium, polonium. Oxygen, sulfur, selenium, tellurium, polonium. So which one? Selenium
This you make it a small e. Se. Selenium, tellurium, polonium. Selenium, tellurium, polonium. Option B, direct question. No comment needed. Yes. അടുത്ത ചോദ്യം. Dash is an interhalogen T-shaped molecule. An interhalogen T-shaped molecule. Number of lone pair of electrons in A is T-shaped means it should be AB3. It should be AB3. So write it like AB3. AB3 is an interhalogen T-shaped molecule. Interhalogen T-shaped molecule. In fact, it is bend T. In fact, it is bend T. This is AB3. This is AB3. And the hybridization following is sp3d hybridization. Trigonal bipyramidal electronic system. And the shape is bend T shape. In the ചോദ്യം, number of lone pairs of electron in A. Aയിൽ എത്ര lone pair ഉണ്ട് എന്നാണ് ചോദ്യം. There are 2 lone pairs. There are 2 lone pairs. 2 lone pair. ശരിയല്ലേ? 2 lone pairs. Yes. Next question. Next question. The number of 4f electron in the ground state electronic configuration of GD. GD, multiple times GD is coming. GD configuration, you must know. GD electronic configuration, it is noble gas system 4f7, 4f7, 5d1, 6s2. This is the electronic configuration of GD. We are talking about GD2 plus. So this is gone, and this is the configuration for GD2 plus. What is the question? Number of 4f electrons. Number of 4f electrons 7. There are 7 electrons. Answer is 7. 7 electrons. Direct question. Multiple times GD configuration came for exam. It's lying somewhere midway. Easy to remember. Next one. The correct order of ionic radii for the ions. Correct order of ionic radii for the ions. Are they isoelectronic? Yes, they are isoelectronic. They are isoelectronic containing 18 electrons. P3 minus, S2 minus. Calcium contain 20 electron minus 2, 18 electron system. Yes, chlorine 17 electron plus 1, 18. All are isoelectronic. All contain isoelectronic, right? And what will be the order of their size? Size will be maximum when the anionic charge is maximum. Size will be maximum when the anionic charge is maximum. So we are cancelling these two choices because P3 minus, maximum minus charge, maximum size. After phosphorus, it will be sulfur. After sulfur, it will be chlorine minus 1. So 3 minus, 2 minus, minus 1. Now, is it potassium or calcium? Calcium 2 plus will be last because the positive charge is greater. So when the positive charge is greater, that means greater effective nuclear charge. Isn't it? There is a greater effective nuclear charge. So the size is minimum. So size is minimum for calcium, maximum for phosphorus. So our answer will be option A. Option A. In option C, this order is wrong. And option B and D straight away we cancel. Okay, A is the correct answer. Yes. Adha chodhyam. The number of species having non-pyramidal shape. It's a similar question. Non-pyramidal shape. Non-pyramidal.
SO3 is non-pyramidal. Already we have discussed. This is planar system. So that is non-pyramidal. We have to get the number of species. Non-pyramidal. This is non-pyramidal. NO3 minus is non-pyramidal. This is NO3 minus, non-pyramidal. NO3 minus, this is non-pyramidal planar. PCl3 is pyramidal. PCl3, a typical example for pyramidal system with a lone pair. And carbonate is planar, non-pyramidal. This is carbonate. So non-pyramidal system A, B, D. There are 3. Answer is 3. There are 3 species which are non-pyramidal. 3 species which are non-pyramidal. ഒരെണ്ണം പിരമിഡലാണ് അല്ലേ? യെസ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. യെസ്. Now we have list 1, list 2. Matching ആണ് കേട്ടോ. List 1, list 2. Number of lone pairs of electron in the central atom. XI-XII. Few minutes back we were doing XI-XII. XI-XII go for sp3 dehybridization, and this is XI-XII with 3 lone pairs. XI-XII with 3 lone pairs. So A with 4. അപ്പോൾ ബിയും സിയും കട്ടായി കേട്ടോ. ഇനി XiO2F2 again it is sp3 dehybridization, so it will be XiO2F2. It's going to be like this, seesaw shape. This is XiO2F2. There is only one lone pair of electron in the central atom. അപ്പോൾ ബിക്ക് 2 വരണം. So we are fixing the answer here. B is 1. So the answer is option D. ഇനി ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി ഏതാണ് അടുത്തത്? XiO3F2. That again will be sp3 dehybridization. This is XiO3F2. There is 0 lone pairs. There will be 0 lone pairs. അപ്പോൾ സിക്ക് 1 വന്നിട്ടുണ്ട് കേട്ടോ. അടുത്തത് XiF4, very popular example. XiF4, octahedral system. XiF4, that is sp3 d2 hybridization. രണ്ട് ലോൺ പെയർ കേട്ടോ. ഡിക്ക് 3 തന്നെ അല്ലേ? യെസ്, ഡിക്ക് 3. So the answer is option D. Yes. അടുത്ത ചോദ്യം. The number of F electron in the ground state electronic configuration of neptunium Z93. Yes. Either you have to try writing the configuration, right? Or please understand, neptunium belong to actinoids. 5F ലാണ് വരിക കേട്ടോ. നെപ്റ്റ്യൂണിയത്തിന്റെ കോൺഫിഗറേഷൻ അവസാനിക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞാലും മതി. സോ ഇറ്റ് ഈസ് നോബിൾ ഗ്യാസ് സിസ്റ്റം വിത്ത് 5F4 6D1 7S2. This is how neptunium configuration end. ഇത് ഓർത്തു വെച്ചാലും ഇത് അറിഞ്ഞാലും മതി. അല്ലെങ്കിൽ ഫുൾ എഴുതി നോക്കണം. 93 ഇലക്ട്രോൺസിന്റെ കോൺഫിഗറേഷൻ തെറ്റാതെ എഴുതണം. ഞാൻ പറയും അതിന്റെ ആവശ്യമില്ല. നെപ്റ്റ്യൂണിയം എൻഡ് കോൺഫിഗറേഷൻ നോക്കൂ. ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് എൻഡ് കോൺഫിഗറേഷൻ. Repeatedly you review all possible examples, because multiple times different examples they are asking in different modulations. Sometimes simply asking what is the configuration of GD, which came multiple times, as we have seen few minutes back. GD2 plus what it is?
And in another question, they have given 2-3 different compounds asking what is the order of magnetic moment. All these questions, they are trying to put example from inner transition elements. Particularly inner transition elements, lanthanoids and actinoids. They keep on asking the questions based on electronic configuration and number of unpaired electron, f orbital electron, magnetic moment, spin only moment, etc. Anyway, neptunium, this is the electronic configuration. So what is the answer? Number of f electrons in the ground state. Number of f electrons in the ground state. There is 5f4. There is 5f4. And the uttaram. So what is the answer? It is 4 plus 14. It is 18. 18 is the answer. How 18? How 18? If you remember this, you can answer 18. How 18? There is 4 electron available here. And definitely in the inner core, this is 5f4. In the inner core, there is 4f which is complete. 4f14 available inside. Hope you understand. 4f14 available inside. Please count that also. They are asking number of total f electrons. So there is 4f14 already filled in the inner shell. And in the outermost area, it is 5f40, 5f4. So this 4 and 40. It will come around, come to 80. Right. So the answer is 18. Get on. Yes. Next. According to molecular orbital theory, the number of unpaired electrons in O2 2 minus, O2 2 minus, O2 I have told, O2 minus we have discussed. How comes O2? O2, the end configuration, few minutes back we have discussed. 2 pi 2px, pi star 2px1 equal to pi star 2py1. This is O2 configuration, isn't it? Isn't it? Now, what about O2 minus? O2 minus will be one more electron comes. What about O2 2 minus? It will be both the orbitals will be paired. It will be pi star 2px2, pi star 2py2. O2 is pi star 2px1, pi star 2py1. O2 minus is 1 is paired. O2 2 minus is, so the last configuration for O2 2 minus, it is pi star 2px2 and pi star 2py2. So, what is the answer? According to molecular MO theory, number of unpaired electrons here, it is 0. There is no unpaired electrons in O2 2 minus. Unpaired electrons illa. Yes. What next? Over. Our discussion is over. All the questions over. Yes. Now, I would like to give you an assignment, a homework, which I wish you try based on a bonding characteristic, which is nothing but you please do it as a assignment, which is nothing but I will give you one illustration. The remaining you may try. Okay, that I am leaving to you. Yes. See, suppose you find such a diagram. What kind of bonding it is? That is the question. What kind of bonding it is? That is the question. Okay. The answer for this bonding, see, this diagram given, asking what kind of bonding it is.
The answer is, it is PD overlap. It is PD orbital. One p orbital interact with one d orbital. PD overlap. And it is a sigma bond. It is a bonding molecular orbital. I repeat, this is a p orbital d orbital overlap. P orbital d orbital overlap. It is happening through the axis, so it is a sigma bond. So PD overlap. Since the symmetric lobes are overlapping, the shaded lobe with the shaded lobe. So symmetric lobes are overlapping. So it is constructive interference, addition interference. So this is sigma bond and it is bonding molecular orbital. Hope you understand. Now from this information, you are supposed to answer what kind of bonding you need to answer for each diagram that I am giving. Okay? Yes. So diagram number one. Diagram number one. This is diagram number one. You have to, in this place, you have to write what kind of bonding. Is it sigma bond? It is pi bond. Is it what kind of overlap? Is it PP overlap, PD overlap, sigma bond, pi bond, bonding, anti-bonding? This much. So who all are overlapping? What kind of overlap it is? Is it sigma bond, pi bond, bonding orbital or anti-bonding orbital? Like that. Okay. Now the second diagram. Second diagram. So 10 diagrams. I have provided 10 diagrams. This one I am giving as a assignment. Visible alle? Board visible ആയിരിക്കില്ലേ? I mean to the students. Yeah, fine. It's visible. Fine. And screen ചെറുതാക്കിയപ്പോഴേ visibility പോയോ എന്ന് വിചാരിച്ചു. At least they must be able to take a screenshot for doing as an assignment. I think this position they will be able to take a screenshot. അല്ലേ? കിട്ടില്ലേ? 10 example screenshot കിട്ടത്തില്ലേ? Yes. Children,
ഞാൻ 10 ഡയഗ്രംസ് വരച്ചിട്ടുണ്ട് കേട്ടോ. 10 ഡയഗ്രംസ് വരച്ചിട്ടുണ്ട്. Like what I have illustrated in one diagram, the remaining 10 diagrams I am giving you as an assignment for writing what kind of overlap it is, what kind of bonding it is. Is it a bonding BMO or a ABMO, sigma bond, pi bond, like that. Very simple, right? Yes. So there we conclude today's discussion. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട 2 ചാപ്റ്റേഴ്സാണ് ചർച്ച ചെയ്തത്. അടുത്ത ദിവസം നമ്മൾ വേറെ പ്രധാനപ്പെട്ട ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. യെസ്, നമുക്ക് നാളെ കാണാം വിത്ത് അനദർ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, സി യു. എല്ലാവരും നല്ല ഗംഭീരമായിട്ട് പഠിക്കുക കേട്ടോ. ബൈ, സി യു, ഗുഡ് നൈറ്റ്.